ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് ക്ലിക്ക് ചെയ്ത് കാണുന്നവരോട് ഇതിനു മുന്നേ ഇതിനൊരു ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട്, അത് മറക്കാതെ കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും മുകളിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഈ ഒരു രണ്ടാമത്തെ പാർട്ട് കാണാൻ ശ്രമിക്കുക. വേറൊന്നുമല്ല, ഇതൊരു സീരീസ് ആണ്. ഏകദേശം ഒരു 10 എപ്പിസോഡ് ഉണ്ട്. അതുകൊണ്ട് ഇത് 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വരിക. ലിങ്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു പാർട്ട് എവിടം വരെ എത്തിയെന്ന് ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കറിയാം. അതുകൊണ്ട് ബാക്കി പറഞ്ഞു പോവാം. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഹീറോ നോർത്ത് കൊറിയയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് എത്തിയതിന് ശേഷമുള്ളൊരു കഥ. ഇപ്പോൾ കഥ കാണിക്കുന്നത് 2006. ഇപ്പോൾ സൗത്ത് കൊറിയൻ മേജർ ഹീറോയെ വിളിച്ചിട്ട് ഇതുപോലെ നമ്മുടെ രാജ്യം ചുറ്റിക്കാണാൻ വേണ്ടി ടൂറിസ്റ്റ് ആയിട്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ മകൾ വരാൻ പോവാണ്. അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവരുടെ കൂടെ ഒരുപാട് പേരുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് ഇന്റലിജന്റിൽ നിന്ന് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്, ആ ഒരു പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ആരൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്കായിരിക്കും നാണക്കേട്. അതുകൊണ്ട് ഇതൊരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ജോലിയാണ്. നീ ആ ഒരു പെണ്ണിനെ ആരും അറിയാതെ ഫോളോ ചെയ്യണം. എന്നിട്ട് അവളെ ആരും കിഡ്നാപ്പ് ചെയ്യാതെ നോക്കേണ്ടത് നിന്റെ ചുമതലയാണ്. അതേപോലെ തന്നെ നിനക്ക് സഹായമായിട്ട് അവിടെ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാവുമെന്ന് പറയുന്നതും അത് കഴിഞ്ഞ് നമ്മുടെ കിം നേരെ പോകുന്നത് ആ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ മകൾ ഏത് ഹോട്ടലാണോ താമസിക്കുന്നത് അവിടേക്ക്. അങ്ങനെ ഹീറോ ആ ഒരു ഹോട്ടലിലേക്ക് ചെന്നിട്ട് ആ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ മകൾ താമസിക്കുന്ന ആ ഒരു മുറി ഉണ്ടല്ലോ, അതിന് മുകളിലുള്ള മുറി കിട്ടുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് ഓൾറെഡി ബുക്കായെന്ന് പറയും. അപ്പോൾ അത് ബുക്ക് ചെയ്തത് വേറെ ആരുമല്ല, നമ്മുടെ ജിന്നാണ്. ഓക്കെ, അതിന്റെ താഴെയുള്ള മുറി കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അതും ബുക്കായെന്ന് പറയും. വേറൊന്നുമല്ല, അവിടെ ഉള്ളത് നമ്മുടെ ഹാൻസും ആണ്. എന്താന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഇതേപോലെ ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള മിഷനിൽ പങ്കെടുക്കുന്നവരായിരുന്നല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോ മാത്രമല്ലാതെ ജിന്നും അതേപോലെ തന്നെ ഹാൻസും ഇവർ രണ്ടുപേരും ആ ഒരു മിഷനിൽ ചേർത്തത്. അങ്ങനെ അവിടെ റൂം കിട്ടാത്തതുകൊണ്ട് വെളിയിലുള്ളൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് ഇപ്പോൾ വെളിയിലിരുന്ന് ആഹാരം കഴിക്കുമ്പോഴത്തേക്കാണ് അവിടേക്ക് ജിൻ വരുന്നത്. അതുമല്ല, ജിന്നാണെങ്കിൽ ഈ ഡ്രസ്സ് ചെയ്തേക്കുന്നത് ഈ റോക്ക് സ്റ്റാർ ഒക്കെ ഉണ്ടല്ലോ അതുപോലെ. ഹീറോ പറയും, നമ്മളൊരു സീക്രട്ട് മിഷനിലേ വന്നേക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ ഡ്രസ്സ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ജിൻ ഒരു കാര്യം പറയുന്നുണ്ട്. കൊള്ളാം, നീ തലയിൽ ഈ ഒരു തൊപ്പി ഇട്ടിട്ട് ഇതുപോലെ കണ്ണ് ഉരുട്ടി നടന്നു കഴിഞ്ഞാൽ നിന്നെ കാണുമ്പോഴാണോ മറ്റുള്ളവർക്ക് സംശയം വരുന്നത്, അതോ എന്നെ കാണുമ്പോഴാണോ? ഓക്കെ, എൻ്റെ ഡ്രസ്സിനെ പറ്റി നീ ഇതൊക്കെ പറഞ്ഞല്ലോ, നമുക്ക് പിറകെ ഒരുത്തം വരുന്നുണ്ട്, അവൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് നീ എന്തു പറയും എന്ന് ചോദിക്കുന്നത് നമ്മുടെ ഹാൻസ് ഉണ്ടല്ലോ, ആ ഒരു കരാട്ടെ മാസ്റ്ററിന്റെ ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അങ്ങനെ ഇവർ മൂന്നുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ഈ സമയത്ത് ഇവർ മൂന്നുപേരും സുഹൃത്തുക്കളൊന്നുമല്ല, ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ മാത്രം. ഇപ്പൊ ജിന്നാണെങ്കിലും ഹാൻസുവിനെ കാണുമ്പോഴത്തേക്കും എന്റെ തലവിധി എന്ന് പറയാനായിട്ട് ഇവനോട് തന്നെ ജോലി ചെയ്യണം, ഇപ്പോൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ചാലോ എന്ന് കിമ്മിനോട് ചോദിക്കുമ്പോൾ ഹാൻസ് പറയും, ഞാനും അത് തന്നെയാണ് പറയുന്നത്, ഇവനോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാനായിട്ട് എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കുട്ടികളെ പോലെ കിടന്ന് വഴക്ക് കൂടുമ്പോൾ നമ്മുടെ കിം പറയും, ഇത് നോക്ക്, ഞാൻ അവസാനമായിട്ടൊരു വാണിംഗ് തരാം, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഞാനിവിടെ ഒരു മിഷനായിട്ട് വന്നേക്കാണ്, എൻ്റെ ഇടയിലേക്ക് ഒരിക്കലും വന്ന് കയറരുത്. അപ്പോൾ ജിൻ പറയും, ശരി, എൻ്റെ വഴിയിലേക്ക് നീയും വരാതിരുന്നാൽ മതി, പിന്നെ എനിക്കൊരു സഹായം ചെയ്യാൻ കഴിയുമോ, എന്നെ നോർത്ത് കൊറിയയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹാൻസ് ചോദിക്കും, അതെന്തിനാ? ഇല്ല, ഞാൻ ഒരുപാട് പേരോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരും എന്നെ ഇതുവരെ തോപ്പിച്ചിട്ടില്ല, പക്ഷെ ഇവ എന്നെ തോപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവന് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കണം കൊടുത്തിട്ടുള്ളത്. അത് എന്ത് തരം ട്രെയിനിങ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അത് കാണാൻ വേണ്ടിയിട്ടാണ് എന്നെ നോർത്ത് കൊറിയയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞത്. ഇവിടെ ഞാനും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, കരാട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ബോർഡ് മാത്രം ഉടയ്ക്കുന്ന കുറച്ച് പേരെ മാത്രമേ കാണുന്നുള്ളൂ. അത് നമ്മുടെ ഹാൻസിനെ കുത്തി പറയുന്നതാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ ഹാൻസിന് നല്ല ദേഷ്യം വരത്തില്ലേ. ഹാൻസും അങ്ങനെ എഴുന്നേറ്റിട്ട് അപ്പൊ എന്നെ പറ്റിയാണല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാലങ്ങനെ പൊക്കിയ ആ ഒരു ടേബിൾ ഉണ്ടല്ലോ അത് അടിച്ച് പൊട്ടിക്കാൻ വരുമ്പോൾ നമ്മുടെ ഹീറോ നേരത്തെ തന്നെ അവന്റെ ഫുഡിനൊന്നും ആവണ്ടെന്ന് പറഞ്ഞ് അതെടുത്ത് കയ്യിൽ വെച്ചേക്കും. എന്നിട്ടാണ് ഹാൻസ് പറയുന്നത്, ശരി നമുക്കൊന്ന് നോക്കാം ആര് ജയിക്കുമെന്ന് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വെളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജിന്നാണെങ്കിലോ ഒരു വലിയ പാത്രവും അതേപോലെ തന്നെ വലിയൊരു തവി എടുത്ത് കയ്യിൽ വെച്ചേക്കാണ്. ഹാൻസും ആണെങ്കിൽ കൈയും കാലും വെച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് രണ്ടുപേരും വെളിയിൽ കിടന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇതിനിടയിൽ നമ്മുടെ ഹീറോ ഈ രണ്ട് മണ്ടന്മാരുടെ ഇടയിലാണല്ലോ വന്ന് പെട്ടതെന്ന് പറഞ്ഞ് അവനിപ്പോൾ അവിടെ ഇരുന്നിട്ട് ആഹാരം കഴിക്കുന്നു. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ മിന്നിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഹാർബറിൽ നിന്നും അവൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വഴിയിൽ വരുന്ന വണ്ടികൾക്കെല്ലാം കൈ കാണിക്കുകയാണ്. 1-2 വണ്ടികളൊന്നും നിർത്തുന്നില്ല. ഇപ്പൊ അവസാനം വരുന്ന ഒരു വണ്ടി മാത്രം നിർത്തുന്നത്. മിന്നാണെങ്കിലോ പെട്ടെന്ന് ഈ പിറകിൽ ആരാണ് ഇരിക്കുന്നതെന്ന് പോലും നോക്കാതെയാണ് അവൾ അകത്തേക്ക് കയറുന്നത്. മുൻ സൈഡിലിരിക്കുമ്പോഴത്തേക്കാണ് പിറകിലിരിക്കുന്നത് നമ്മുടെ ജോൺ ആണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവത്തില്ല, കാണുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഇതേ സമയം നമ്മുടെ കിമ്മിനെ പിടിക്കുന്നതിന് മുന്നേ തന്നെ അവന്റെ മകളെ പിടിക്കണമെന്ന് നമ്മുടെ സ്പെഷ്യൽ ഏജന്റ് അവന്റെ ടീം പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെ അവര് നമ്മുടെ ഹീറോ നിന്ന് ആ ഒരു സ്ഥലത്തെ CCTV ഫുട്ടേജ് എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് പിന്നെ ഒരു കാറിൽ കയറി പോയ കാര്യം ഇവർ കണ്ടുപിടിക്കുന്നതും ആ ഒരു കാറിന്റെ നമ്പർ നോക്കുമ്പോൾ അത് ജോണിന്റെ കാറിന്റെ നമ്പറാണെന്ന് ഇവർ മനസ്സിലാക്കുന്നതും. അതുകൊണ്ട് ഇവരെല്ലാവരും അവിടേക്ക് പോകണം. അപ്പോൾ നമ്മുടെ സാങ് ആ ഒരു ടൈലർ ഇവർ രണ്ടുപേരും കാറിൽ കയറി പോകുമ്പോൾ നമ്മുടെ ഹീറോയെ സഹായിക്കാൻ വേണ്ടി സാങ് ഹീറോയ്ക്ക് ഒരു മെസ്സേജ് അയക്കും, ഇതുപോലെ ജോണാണ് മിന്നിനെ കൂട്ടിക്കൊണ്ട് പോയതെന്ന്. അങ്ങനെ ഈ ഒരു മെസ്സേജ് നമ്മുടെ ഹീറോ കിം കാണുന്നതും ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹാൻസ് ഒരു ബൈക്കുമായിട്ട് അവിടേക്ക് വരുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും കിം
ഹാൻസുനെ തടഞ്ഞു നിർത്തി അവനോട് കാര്യം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ബൈക്കും എടുത്ത് ജോണിന്റെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ ഹാർബറിലുള്ള ആ ഒരു സെക്രട്ടറി അവന് നമ്മുടെ ജോൺ മെസ്സേജ് അയക്കും ഇതുപോലെ എല്ലാവരും തിരിച്ചു വരാനായിട്ട്. അങ്ങനെ ഇവരെല്ലാവരും കാർ എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ സെക്രട്ടറിയുടെ കൂടെയുള്ള വേറൊരു പെണ്ണ്, സാർ നമ്മൾ ആ ഒരു കുട്ടിവില്ലനെ കൊല്ലാനായിട്ട് ഒരുത്തന്നെ അകത്തേക്ക് പറഞ്ഞു വിട്ടില്ലേ, അവൻ ഇതുവരെ തിരിച്ചു വന്നില്ല, എന്താണെന്ന് പോയി നോക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ സെക്രട്ടറി പറയും, ഏയ് അതിന്റെ ആവശ്യമില്ല, കുട്ടിവില്ലനെ കൊന്നിട്ട് അവനെ കുഴിച്ചിടാനുള്ള കാര്യങ്ങൾ ചെയ്യുമായിരിക്കും, അവൻ ഏതായാലും ശല്യം ചെയ്യേണ്ട, അവൻ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമെന്നും പറഞ്ഞ് ഇപ്പൊ അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നതും ഇതേ സമയം ജോണിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ജോൺ ഇപ്പോൾ മിന്നിനെ കൊണ്ട് അവന്റെ വീട്ടിലേക്ക് വന്നു. അത്രയും വലിയൊരു വീടാണ്, ഒരുപാട് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ജോൺ പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി. മിന്നാണെങ്കിൽ ഇപ്പോഴും നല്ല ഉറക്കം. ഇപ്പൊ അവന്റെ കൂടെയുള്ള ആളോട് പറയും ആ പെണ്ണിന്റെ ദേഹത്ത് മുഴുവൻ രക്തം പറ്റിയിട്ടുണ്ട്, ആ ഒരു ഡ്രസ്സെല്ലാം മാറ്റി നല്ല ഡ്രസ്സ് കൊടുത്ത് അവൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ അയാള് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നേരെ വന്ന് കാർ തുറക്കുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മുടെ മിന്നുണ്ടല്ലോ അവള് കണ്ണു തുറന്നു. എന്നിട്ട് ഹീറോയ്ക്ക് മെസ്സേജ് അയക്കാനായിട്ട് നിൽക്കാണ്. അപ്പൊ അതിന് മുന്നേ തന്നെ അയാൾ ആ ഒരു ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങുന്നില്ല, സാധാരണ രീതിയിൽ വാങ്ങിയിട്ട്, അങ്കിൽ എൻ്റെ അച്ഛനൊരു മെസ്സേജ് അയച്ചോട്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ അതെല്ലാം പിന്നീട് അയക്കാം, ഇപ്പോൾ അകത്തേക്ക് വാന്നും പറഞ്ഞ് നമ്മുടെ മിന്നിനെ നേരെ വീടിനകത്തേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ മിന്നിനെ നേരെ അകത്തേക്ക് കൊണ്ടുവന്ന് അവൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവള് ഫ്രഷ് ആയിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് നേരെ ചെയർമാനായിട്ടുള്ള ജോൺ ഉണ്ടല്ലോ അവന്റെ മുന്നിലേക്ക് അവളെ കൊണ്ടുവരും. അപ്പോൾ ജോൺ ആണെങ്കിൽ മോളെ ആദ്യം ഇരിക്കേ എന്ന് പറഞ്ഞ് അവളെ ഇരുത്തിയിട്ട്, അല്ല മോളെ നിനക്ക് ഇന്നലെ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇതെന്തായാലും യൂറിയുടെ അച്ഛനാണെന്നുള്ള കാര്യം മിന്നിനെ നല്ലതുപോലെ അറിയാം. ഇപ്പോൾ യൂറിയെ പറ്റി ഇയാളോട് മോശമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലേ അതെന്തായാലും അവൾക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന് നമ്മുടെ മിന്നിനറിയാം. അതുകൊണ്ട് മിൻ പറയും എനിക്കൊന്നും അങ്ങനെ ഓർമ്മയില്ലെങ്കിൽ എന്നവൾ കള്ളം പറയും. അങ്ങനെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു തണുത്ത റൂമിലായിരുന്നു, അതിനകത്ത് നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് വെളിയിലേക്ക് വന്നതാണ്. അപ്പോൾ ജോൺ ചോദിക്കും ആ ഒരു മുറിക്കകത്ത് നീ എന്തെങ്കിലും ശ്രദ്ധിച്ചോന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് മരിച്ചു കിടക്കുന്ന ഒരാളുണ്ടായിരുന്നു, അയാളെ കണ്ടപ്പോൾ ഒരു റൗഡിയെ പോലെ തോന്നി. അപ്പോൾ ജോൺ വീണ്ടും അവിടെ നിന്നെ തട്ടിക്കൊണ്ടു വന്നവര് നിന്നോട് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവര് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് അറിയത്തില്ല എന്താണെന്ന്, കാരണം വെളിയിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അങ്കിളിനെ ഞാൻ അവസാനമായിട്ട് കണ്ടത് സ്കൂളിൽ വെച്ചാണ്, അതിനുശേഷം എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയില്ല എന്ന് പറയുന്നത്. അങ്കിൾ ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ അച്ഛനെ വിളിച്ചോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് ജോൺ പറയുന്നത് ഇതിന് ശേഷം നിനക്ക് നിന്റെ അച്ഛനെ കാണാനും കഴിയത്തില്ല, അവന്റെ അടുത്തേക്ക് പോകാനും കഴിയത്തില്ല എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ജോൺ പറയുന്നത് നീ നല്ലതുപോലെ അഭിനയിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, കാരണം നീ കാറിലേക്ക് കയറുമ്പോഴത്തേക്കും അത് എന്റെ കാറാണെന്നും ഞാൻ പിറകിലുണ്ടെന്നും മനസ്സിലാക്കിയിട്ടാണ് നീ ഉറങ്ങുന്നത് പോലെ അത്രയും നേരം അഭിനയിച്ചത്. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്കുള്ളത് ഒരേ ഒരു മകളാണ് യൂറി, അവൾ പറയുന്നത് എന്ത് ഞാൻ സാധിച്ചു കൊടുക്കും, അവൾ ഇപ്പോൾ ആഗ്രഹിച്ചത് നീ മരിക്കണമെന്നുള്ളതാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലാൻ പോവാണ്, എന്റെ മകൾ ചെയ്ത ആ ഒരു തെറ്റ് അത് ശരിയാക്കേണ്ടത് എന്റെ ചുമതലയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോൺ ഇപ്പോൾ മിന്നിനെ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ജോൺ കുറച്ചെങ്കിലും മാന്യനായിട്ടുള്ള ഒരുത്തനായിരിക്കുമെന്ന്, കാരണം അവന്റെ സംസാര രീതിയെല്ലാം നിങ്ങൾ കണ്ടപ്പോഴും നിങ്ങൾക്കത് തോന്നിയല്ലോ എന്ന് പറയാ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു വേല കാണിക്കുമ്പോഴത്തേക്കും ഇവൻ എന്തായാലും കിട്ടേണ്ട ആവശ്യമുണ്ട്, ഹീറോയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതുപോലെ കിട്ടണം. അങ്ങനെ ജോൺ നേരെ ഒരു വിഷ സൂചി കൊണ്ടുവന്നിട്ട് മിന്നിനെ കുത്താനായിട്ട് വരുന്നതും വെളിയിൽ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം, വേറെ ആരുമല്ല ആ ഒരു സ്പെഷ്യൽ ഏജന്റ് അവന്റെ ടീമുമായിരുന്നു. കുറേ നേരം അങ്ങനെ ബെല്ലടിക്കുന്നതും ഈ ഗേറ്റും ആരും തുറക്കുന്നില്ല, വെളിയിലേക്ക് ആരും വരുന്നതും ഇല്ലാതുകൊണ്ട് ഇവർ ആ ഒരു കാർ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഗേറ്റ് പിടിച്ച് തുറന്ന് നേരെ അകത്തേക്ക് വരുന്നതും ആ ഒരു സെക്യൂരിറ്റികൾ ഇവരെ തടയാനായിട്ട് വരുമ്പോൾ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്തിട്ട് എല്ലാവരെ പേടിപ്പിച്ച് ഇവർ അകത്തേക്ക് പോവാണ്. അപ്പോൾ മുകളിൽ നിന്ന് ഒരുത്തൻ ഇത് കണ്ട് നേരെ നമ്മുടെ ജോണിനടുത്തേക്ക് വന്നിട്ട് ബോസ് അകത്തേക്ക് വരുന്ന ആളുകളെ കാണുമ്പോൾ അവര് ഗവൺമെന്റിന്റെ ആളുകളാണെന്ന് തോന്നുന്നു, ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയും ശരി ഇവളെ ഇപ്പൊ കൊല്ലണ്ട, ബേസ്മെന്റിലേക്ക് അടച്ചേക്ക്, ബാക്കി നമുക്ക് പിന്നീട് നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മിന്നിനെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നതും ആ ഒരു സ്പെഷ്യൽ ഏജന്റ് ഉണ്ടല്ലോ അയാൾ നേരെ അകത്തേക്ക് വന്നിട്ട് ആ ഒരു സോഫയിലേക്ക് വന്നിരുന്ന് കാലിന് മുകളിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ ജോൺ അയാളോട് പറയുന്നുണ്ട് നിന്നെ കാണുമ്പോൾ നീ ധരിച്ചിരിക്കുന്ന ഡ്രസ്സും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ പോലെ തോന്നുന്നുണ്ട്, നീ ആരാന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ FBI അല്ലാന്നുണ്ടെങ്കിൽ പോലീസ്, ഞാൻ ആരാണെന്ന് നല്ലതുപോലെ അന്വേഷിച്ചിട്ടാണോ ഈ വീടിനകത്തേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ സ്പെഷ്യൽ ഏജന്റ് പറയും നിന്നെ കണ്ടിട്ടും നിന്റെ സംസാരം കേട്ടിട്ടും നീ ഒരു വലിയ പണക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അതുപോലെ നിനക്ക് രാഷ്ട്രീയ പിടിപാടും പണത്തിന്റെ പിടിപാടും ഉണ്ട്, അതുകൊണ്ടാണ് നീ ഇത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ, നീ മിന്നെന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ എവിടേക്ക് കൊണ്ടുവന്നില്ലേ, അവളെ എനിക്ക് തന്നേക്ക്, ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്നും പറഞ്ഞ് സ്പെഷ്യൽ ഏജന്റ് ഇപ്പോൾ സിഗരറ്റ് എടുത്ത് വലിക്കുന്നതും ഇത് കാണുന്ന ജോണിന് നല്ല ദേഷ്യം വന്ന ആ ഒരു സിഗരറ്റ് എടുത്ത് മാറ്റിയിട്ട് എന്റെ സ്ഥലത്ത് ഇതുപോലെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും ഇപ്പോൾ സ്പെഷ്യൽ ഏജന്റ് എഴുന്നേറ്റ് മര്യാദയ്ക്ക് ആ ഒരു പെണ്ണിനെ തന്നു, ദേ വെളിയിലെ ഞാൻ ഒരു സിഗ്നൽ കൊടുത്താൽ മതി, വെളിയിൽ എന്റെ ആളുകളുണ്ട്, ഇവിടെയുള്ള ഒരുത്തനെ പോലും വെറുതെ വിടത്തില്ല എന്ന് പറയുന്നതും ഇവിടെ വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു സെക്രട്ടറി ഉണ്ടല്ലോ നമ്മുടെ ഏജന്റിന്റെ ആളുകളെ ഓരോരുത്തരെയായിട്ട് ഇടിച്ച് താഴെക്കിടുകയാണ്. ഇപ്പൊ ഇവരുടെ കയ്യിൽ തോക്കുണ്ടെങ്കിലും ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അനുമതിയില്ലാതെയാണ് ഇതിനകത്ത് കയറിയത്, അതുകൊണ്ട് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടത്തിന് തോക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഈ ഒരു സെക്രട്ടറി എല്ലാവരും അടിച്ചിടുന്നത്. എന്നിട്ട് അവസാനമായിട്ട് ഒരു ഏജന്റിന്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു തോക്ക് പിടിച്ച് അവന്റെ തലയിലേക്ക് വെച്ച് ധൈര്യം ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറയുന്നതും അയാളെ കൊണ്ട് അത് കഴിയുന്നില്ല.
അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഹാൻസും അതേപോലെ തന്നെ കിമ്മും ഉണ്ടല്ലോ, ഇവര് രണ്ടുപേരും കുറച്ച് ദൂരെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഹാൻസ് പറയും, ആ ഏജന്റിന്റെ ആളുകൾ നേരത്തെ തന്നെ ഇവിടെ വന്നല്ലോ, ശരി നമുക്ക് അകത്തേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇല്ല ഇപ്പൊ എന്തായാലും നമ്മൾ അകത്തേക്ക് പോകണ്ട. കാരണം എന്തോ ഒരു കാരണത്തിന് വേണ്ടിയിട്ട് എന്റെ മകളെ ജോണിന് ആവശ്യമാണ്. അതേപോലെ തന്നെ ആ ഒരു ഏജന്റ് അയാൾക്ക് എന്നെ ആവശ്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലേ അതിന്റെ മകൾക്ക് തന്നെയായിരിക്കും പ്രശ്നം. അപ്പോൾ ഹാൻസ് പറയും, ശരി അങ്ങനെയാണെങ്കിൽ എത്ര നേരം ഇവിടെ ഇരിക്കാനിട്ട് വേറെ എന്തെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോൾ ഹീറോ കുറച്ച് ദൂരേക്ക് നോക്കുമ്പോഴത്തേക്കാണ് സാങ്ങും ആ ഒരു ടൈലർ ഉണ്ടല്ലോ, ഇവര് രണ്ടുപേരും ആരും അറിയാതെ ആ ഒരു ജോണിന്റെ വീടിനകത്തേക്ക് കയറിയുണ്ട്. അപ്പോൾ ഹീറോ പറയും, ദേ നീ അവരെ രണ്ടുപേരെ ഫോളോ ചെയ്, ഞാൻ ഇവരെ ഫോളോ ചെയ്ത് പോവാം. ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് പോകണ്ട, രണ്ടായിട്ട് പോവാന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നതും ഇവിടെ ആ ഒരു സെക്രട്ടറി അവസാനമായിട്ട് ഒരു ഏജന്റിനെ അടിക്കാണ്ട് ചെന്നല്ലോ, അയാൾ അടിച്ച് നേരെ സ്പെഷ്യൽ ഏജന്റിന്റെ മുന്നിലേക്ക് കൊണ്ട് ഇട്ട് കൊടുക്കുന്നതും അയാൾ ഇത് കണ്ടിട്ട് നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ആൾ തന്നെ അടിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ ജോണിനെ വഴക്ക് പറയാനായിട്ട് വരുമ്പോൾ അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അത് മിനിസ്റ്ററിന്റെ അടുത്ത് നിന്ന്. ഇപ്പൊ ആ ഒരു മിനിസ്റ്റർ ആണെങ്കിൽ, നീ ഇപ്പൊ എവിടെയുള്ളത്, എന്തിനാ നീ ഇപ്പൊ അവിടേക്ക് പോയത്, ആരോട് അനുമതി ചോദിച്ചിട്ടാണ് നീ അവിടേക്ക് പോയതെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ സ്പെഷ്യൽ ഏജന്റിനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു. അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകാൻ പറയുന്നതും ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഏജന്റിന് വേറെ വടിയില്ലല്ലോ, അതുകൊണ്ട് തന്റെ ആളുകളെ വിളിച്ചിട്ട് വെളിയിലേക്ക് വരുമ്പോൾ വെളിയിൽ നിൽക്കുന്ന എല്ലാവർക്കും നല്ലതുപോലെ അടി കൊണ്ടിട്ടുണ്ട്, മുഖത്ത് നിന്ന് രക്തമെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് അവന്റെ ആളുകളെ വിളിച്ചിട്ട് ആ ഒരു സ്പെഷ്യൽ ഏജന്റ് അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം നമ്മുടെ സാങ്ങും ടൈലറും ഇവർ രണ്ടുപേരും ഈ ഒരു വീടിനകത്തേക്ക് കയറിയിട്ട്, ഈ വീട് ഭയങ്കര വലിയ വീടാണ്, അതിനകത്ത് എവിടെയാണ് നമ്മുടെ മിന്നെന്ന് ഇവർ അന്വേഷിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഏജന്റും ടീമും ഈ ഒരു വീട്ടിൽ നിന്ന് പോയിട്ടില്ല. കാരണം ഒരു കാടിന്റെ നടുവിലാണ് ജോൺ ഈ ഒരു വീട് കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ നിന്ന് വെളിയിലേക്ക് പോകാനായിട്ട് കുറെ ദൂരം പോകണം. അങ്ങനെ പോകുമ്പോഴും നമ്മുടെ സ്പെഷ്യൽ ഏജന്റിന്റെ ആളുകളുണ്ടല്ലോ, വീടിനകത്തല്ലേ കയറാൻ പറ്റാത്തത്, അതുകൊണ്ട് ആ ഒരു ലൊക്കേഷനിൽ പലയിടങ്ങളിലായിട്ട് ഇവിടെ ഒളിച്ചു നിന്ന് അപ്പോഴാണ് നമ്മുടെ കാങ്ങും സാങ്ങും ഈ ഒരു സ്പെഷ്യൽ ഏജന്റിനെ വിളിക്കുന്നത്. എന്നിട്ട് പറയും, ഞങ്ങൾ പറയുന്ന ഈ ഒരു ലൊക്കേഷനിലേക്ക് വരാൻ പറയുന്നതും ഇവർ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ വേറൊന്നല്ല, നമ്മുടെ കാങ്ങിന്റെയും സാങ്ങിന്റെയും കൂടെയാണ് ഇപ്പോൾ നമ്മുടെ മിന്നുള്ളത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ആ ഒരു വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയോ അവർ ആ ഒരു ബേസ്മെന്റ് കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് വന്നു. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ മിന്നിനെ കാണുന്നതും. അങ്ങനെ സ്പെഷ്യൽ ഏജന്റിന്റെ കയ്യിൽ നമ്മുടെ മിന്നിനെ ഏൽപ്പിക്കുമ്പോൾ അവരെ മിന്നിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കാണ് മിൻ ചോദിക്കുന്നത്, അല്ല നിങ്ങൾ രണ്ടുപേരും ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെ പിന്നെ പറയും, ഇപ്പൊ കാറിൽ കയറുന്നു പറഞ്ഞിട്ട് മിന്നിനെ നേരെ കാറിലേക്ക് കയറ്റാണ്. അപ്പൊ ഇതുകൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ സാങ്ങിനും അതേപോലെ തന്നെ ടൈലറിനും ഇവര് രണ്ടുപേരും എന്തോ ഒരു തെറ്റ് ചെയ്തതുപോലെ ഒരു ഫീലിംഗ്. കാരണം ഇവര് രണ്ടുപേരും നമ്മുടെ കിമ്മിനോടൊപ്പം അതേപോലെ തന്നെ മിന്നിന്റെ ജീവിതത്തെ പറ്റി എല്ലാം നല്ലതുപോലെ അറിയാലോ. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ചെയ്യാനായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ആ ഒരു സ്പെഷ്യൽ ഏജന്റ് ഉണ്ടല്ലോ, അയാളുടെ വണ്ടിയിലാണ് മിൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വണ്ടിയിലേക്കുന്ന വേറെ ലേഡി ഇവരുടെ ആളുകൾ ജോണിന്റെ വീടിന് ചുറ്റും ഉണ്ടല്ലോ, അവരോട് ഇപ്പോൾ വിളിച്ചു പറയും, ശരി നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്, ഞങ്ങൾ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോവാണ്, ഒരുപക്ഷെ അവിടെ വേറെ ആരെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന നമ്മുടെ മിൻ പറയും, അല്ല നിങ്ങൾ ആരാ, നിങ്ങൾ എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നേ, എനിക്ക് എൻ്റെ അച്ഛനെ വിളിക്കണം, എനിക്ക് ഫോൺ തരാൻ പറയുമ്പോഴത്തേക്കും അടുത്തിരിക്കുന്ന ഒരു ലേഡി പറയും, ഇല്ല മോളെ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നിനക്ക് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ക്ലോറോഫോം എടുത്തിട്ട് നമ്മുടെ മിന്നിന്റെ മുഖത്തേക്ക് വെച്ചു കൊടുക്കും. ഇതേ സമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ ഈ സ്പെഷ്യൽ ഏജന്റിന്റെ ആളുകൾ ജോണിന്റെ വീടിന് ചുറ്റും ഉണ്ടല്ലോ, ഇപ്പൊ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരെ എല്ലാവരെയും അടിച്ചിട്ട് ഒരുത്തന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി അവനെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിട്ട് എന്റെ മാളിപ്പോ എവിടെയാന്ന് ചോദിക്കുമ്പോൾ അവൻ പേടിച്ചിട്ട് ഇതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയും. അങ്ങനെ കിം ഇവരുടെ ഒരു കാർ എടുത്തിട്ട് അതിലുള്ള വാക്കി ടോക്കി വെച്ചിട്ട്, ഹേയ് കിം ഇത് ഞാനാണ്, അച്ഛനാണ്, മോളുടെ അടുത്ത് ഈ വരാണ്, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നതും എതിർവശത്ത് സംസാരിക്കുന്നത് ആ ഒരു സ്പെഷ്യൽ ഏജന്റ്, ഇല്ല നിന്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് നീ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ പറയുന്നത് നമ്മുടെ കിം പറയും, ദേ എന്റെ മകളുടെ മേളിൽ ആരെങ്കിലും കൈവച്ചാലും ഒരുത്തിനെ ഞാൻ വെറുതെ വിടത്തില്ല, അതുകൊണ്ട് അവളെ സേഫായിട്ട് എന്റെ അടുത്തേക്ക് എത്തിക്കേ, നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞു കിം അയാളോട് സംസാരിക്കുമ്പോൾ ആ ഒരു ഏജന്റ് പറയും, നീ ഒരു ഏജന്റാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ പറയുന്നത് ഞാൻ വിശ്വസിക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നിടത്തേക്ക് നീ വാ, നിന്റെ മകളെ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ വിട്ടയക്കാം എന്നാ ഒരു ഏജന്റ് പറയുമ്പോഴത്തേക്കാണ് ഇവിടെ നമ്മുടെ സാങ്ങും അതേപോലെ തന്നെ ആ ഒരു ടൈലർ ഉണ്ടല്ലോ, ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴും ഒക്കുന്നില്ല, എന്തോ ഒരു തെറ്റ് ചെയ്തതുപോലെ രണ്ടുപേരും കാറിൽ അങ്ങനെ വരികയാണ്. അതുമല്ല ആ ഒരു ടൈലർ ആണെങ്കിൽ കാറിലിരുന്നിട്ട്, ദൈവം എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു വലിയ തെറ്റ് ചെയ്തു, ഞാൻ ചെയ്തത് എന്റെ ജോലിയാണെങ്കിൽ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു എന്നല്ല പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു ചെയ്ത കാര്യത്തെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ജിന്നിനെ കാണിക്കുമ്പോഴത്തേക്കും ജിന്നി ഇപ്പോൾ അവന്റെ ആ ഒരു ഓഫീസ് റൂം ഉണ്ടല്ലോ അവിടേക്കാണ് വരുന്നത്. എന്നിട്ട് പെട്ടെന്ന് വന്ന് ആ ഒരു ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആരെയും ഒരാളെ കണ്ടിട്ട് അവൻ പേടിച്ച് താഴേക്ക് വന്ന് വീഴുന്നു. ഈ പകത്തിരിക്കുന്നത് ആരാന്നറിയോ, ആർമി ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഒരു ലേഡി. അപ്പൊ അത് വേറെ ആരുമല്ല, നമ്മുടെ ജിന്നിന്റെ ഭാര്യയാണ്. അവളും ഇതുപോലെ ആർമിയിൽ ജോലി ചെയ്യുമായിരുന്നു. ഇവരെ രണ്ടുപേരും അവിടെ വെച്ചാണ് പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതും. ഇപ്പൊ ഇത് കണ്ട ജിന്നാണെങ്കിലോ പെട്ടെന്നകത്തേക്ക് കയറിയിട്ട്, മോളെ ചക്കരെ എന്താ നീ ഇപ്പൊ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ 3 ദിവസമായി, അതുകൊണ്ടാണ് നിന്നെ അന്വേഷിച്ച് വന്നതെന്ന് പറയുമ്പോഴത്തേക്കും ജിൻ പറയും, അല്ല മോളെ അതിനെന്തിനാ കത്തിയൊക്കെ ആയിട്ട് വന്നേ, അല്ല 3 ദിവസമായിട്ട് നീ വീട്ടിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വെളിയിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും,
അതുപോലെ ഇനി പുതിയ ഫാമിലിയെ സെറ്റ് ചെയ്തിട്ട് അവരോട് ജീവിക്കാൻ തുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കത്തിയും കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ജിന്നിപ്പോ ഈ അടുത്ത ദിവസം ചോദിപ്പേന് ഉത്തരം പറയുന്നത് പോലെ അവിടെ നിന്നിട്ട് ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് ശേഷം നടന്ന എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവന്റെ ഭാര്യ പറയും, ഓക്കെ, നീ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ കിമ്മിന്റെ മകൾക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ട് അവളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നീയും പോയത്. അതെ, നീ വേണ്ടാന്നുണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ കിമ്മിന്റെ പിറകെ പോകുന്നില്ല, ഒരു കാര്യത്തിന് പോകത്തില്ല, ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറയുമ്പോൾ അവന്റെ ഭാര്യ പറയും, ഇല്ലല്ല, അങ്ങനെയല്ല, ആർമിയിൽ വെച്ചിട്ട് ഒരുപാട് തവണ കിമ്മ് നിന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നീ എന്തായാലും അവനെ സഹായിച്ചേ മതിയാവും, അതുകൊണ്ട് ആ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും, അല്ല, ഈ ഡ്രസ്സ് എത്ര ദിവസമായിട്ട് ഇട്ടേക്കുന്നു, നല്ല സ്മെല്ല് വരുന്നുണ്ട്, മാറ്റിയിട്ട് പോ. അതേപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് വീട്ടിലേക്ക് തക്കാളിയും ചീസും വാങ്ങിയിട്ടേ വരാവൂ എന്ന് പറയുന്നത് നമ്മുടെ ജിൻ. ഓക്കെ മോളെ, ഒരു കുഴപ്പമില്ല, ഞാൻ എത്രയും പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാതെ തിരിച്ച് വീട്ടിലേക്ക് വരും എന്ന് പറയുമ്പോഴത്തേക്കും ജിന്നിന്റെ ഭാര്യ പറയും, അല്ല, ഞാൻ നിന്നെ ആലോചിച്ച് എന്തിനാ വിഷമിക്കുന്നേ, നിന്റെ കയ്യിൽ നിന്ന് ആടി കൊള്ളാൻ പോകുന്നവരെ ആലോചിച്ചിട്ട് വേണം എനിക്ക് വിഷമിക്കാനായിട്ട് എന്ന് പറഞ്ഞ് ജിന്നിന്റെ ഭാര്യ അവിടെ നിന്ന് പോവാണ്. അപ്പൊ ഈ ഒരു കുടുംബം എന്തായാലും നല്ല രസമുണ്ട്. അപ്പോൾ തന്റെ ഭാര്യ പോയതിന് ശേഷമാണ് നമ്മുടെ ജിൻ അവന്റെ ശ്വാസം തന്നെ നേരെ വിടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മുറിക്കകത്ത് സീക്രട്ട് ആയിട്ടുള്ള മറ്റൊരു മുറിയുണ്ട്. അകത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എന്താണ്, ഇവർ പണ്ട് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇതൊന്നും ഒരിക്കലും ഉപയോഗിക്കത്തില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇതെല്ലാം ഇപ്പൊ ഉപയോഗിക്കേണ്ട സമയമായി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സന്തോഷത്തിൽ ഓരോന്നായിട്ട് എടുത്ത് നോക്കാണ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഏജന്റ് നമ്മുടെ മിന്നിനെ കൊണ്ട് ഇവരുടെ ആ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ അവിടേക്ക് വന്നിട്ട് കാർ നിർത്തി എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്രയും നേരം കാറിനടിയിൽ പിടിച്ചു കിടക്കുമായിരുന്നു നമ്മുടെ ഹാൻസും ഉണ്ടല്ലോ. അവൻ ഇവരെ ഫോളോ ചെയ്യാൻ പറഞ്ഞ ആ ഒരു സമയം മുതൽ തന്നെ കാറിനടിയിലുണ്ടായിരുന്നു. ഷോ, എത്രയെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് ഇപ്പൊ കൈ വിട്ട് വെളിയിലേക്ക് വന്നിട്ട് ഇപ്പൊ ചുറ്റിനെ നോക്കുമ്പോഴത്തേക്കും പലയിടങ്ങളിലായിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും പെടാതെ എങ്ങനെയെങ്കിലും പോണം. ഇതേ സമയം വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കും സ്പെഷ്യൽ ഏജന്റ് ആണെങ്കിൽ ഒരുപാട് ആർമി ഓഫീസർമാരെ ഈ ഒരു കെട്ടിടത്തിന് വെളിയിൽ കൊണ്ട് നിർത്തിയേക്കാണ്. കാരണം നമ്മുടെ കിമ്മിന് ഈ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ കിമ്മ് എന്തായാലും ഇവിടേക്ക് വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് കിമ്മിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഫോഴ്സിനെ ഇവർ ഇറക്കിയത്. ഇപ്പോൾ വെളിയിൽ നിൽക്കുന്ന നമ്മുടെ ടൈലറും സാങ്ങിനോട് പറയുന്നുണ്ട്, നമ്മുടെ ഏജന്റ് ഭയങ്കര തെറ്റാണ് ചെയ്യുന്നത്, അവന്റെ മകളെ കൊടുത്തു കഴിഞ്ഞാൽ കിമ്മ് ഒരു കുഴപ്പമില്ലാതെ വരും, പിന്നെ ഇതുപോലെ വെറുതെ ഈ ഒരു ഫോഴ്സിനേക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം അകത്തുള്ള നമ്മുടെ ഹാൻസും ഉണ്ടല്ലോ, ഇതിനകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരു ID കാർഡ് വേണം. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതും ഒരു ഓഫീസർ അകത്തേക്ക് വരുമ്പോൾ അവനെ അടിച്ചിട്ട് ആ ഒരു ID കാർഡും വെച്ച് ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ അതിനകത്തേക്ക് നമ്മുടെ ഹാൻസു കയറും. എന്നിട്ട് അവിടെയുള്ള മാപ്പും കാര്യങ്ങളെല്ലാം നല്ലതുപോലെ നോക്കി അതെല്ലാം ഓർമ്മയിൽ വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് മറ്റൊരു മുറിയിലെടുത്ത് വരുമ്പോഴത്തേക്കാണ് അവിടെ വെളിയിൽ ഒരുപാട് ആർമി ഓഫീസർമാർ നിൽപ്പുണ്ട്. അതുകൊണ്ട് ആ വഴിയെ പോകണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു വഴി ആരെ കാണാതെ പോകുമ്പോഴത്തേക്കാണ് ഒരു ലേഡി സ്റ്റാഫ് അതുവഴി വരുന്നത്. ഹാൻസു പക്ഷെ അവരെ ഒന്നും ചെയ്യത്തില്ല, അവരുടെ കൈയെല്ലാം കെട്ടിയിട്ട് വായി മൂടി വെച്ചിട്ട് ഇപ്പോൾ ഹാൻസു അവിടെ നിന്നും അവൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് വെന്റിലേഷൻ ഉണ്ടല്ലോ അതുവഴി പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു ബിൽഡിങ്ങിൽ കറണ്ട് സപ്ലൈ ചെയ്യുന്ന ആ ഒരു മുറി ഉണ്ടല്ലോ അത് കാണുന്നതും താൻ കൊണ്ടുവന്ന ഒരു കുപ്പിയുണ്ട്, അതിൽ വെള്ളം ഉണ്ടായിരുന്നു. അത് തുള്ളിയായിട്ട് താഴേക്ക് വീഴുന്ന രീതിയിൽ അതിന്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെക്കും. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ പവർ എല്ലാം കൂടി കട്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇതേ സമയം നമ്മുടെ മിന്നിനെ കാണിക്കുമ്പോഴത്തേക്കും മിന്നിനാണെങ്കിൽ ഒരു മുറിയിലേക്ക് കെട്ടിയിട്ടേക്കാണ്. അവളിപ്പോ പതിയെ കണ്ണു തുറക്കുന്നതും ചുറ്റിനും ഒരുപാട് ക്യാമറ എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു ലേഡി അവളോട് കാര്യങ്ങൾ ചോദിക്കുന്നു. നിന്റെ അച്ഛൻ ആരാണെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ അതെ, എന്റെ അച്ഛനൊരു സാധാരണക്കാരൻ, ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്, വളരെ പാവപ്പെട്ടൊരു നല്ല മനുഷ്യൻ. എന്റെ അച്ഛനെ പറ്റി ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് മിൻ ചോദിക്കുമ്പോൾ ആ ഒരു സ്പെഷ്യൽ ഏജന്റ് ഇങ്ങനെയൊന്നും ചോദിച്ചാൽ ശരിയാവത്തില്ല എന്നും പറഞ്ഞ് മൈക്ക് വാങ്ങിയിട്ട് ദേ ഇത് നോക്ക്, നിന്റെ അച്ഛനൊരു സാധാരണ ആളല്ല, ഒരു സാധാരണ മനുഷ്യനെയല്ല, ഒരു സീക്രട്ട് ആയിട്ടുള്ള സ്പൈ ആണ്, അതും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരാള്. നിന്റെ അച്ഛനെ പറ്റി നോർത്ത് കൊറിയക്കാരെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് സൗത്ത് കൊറിയക്ക് തന്നെ ആപത്താണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നാളും നിന്റെ അച്ഛൻ വളരെ ശാന്തമായിട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വയലന്റ് ആയിട്ട് പ്രതികരിക്കുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇതിനെല്ലാം കാരണം നീ കാണാതായതുകൊണ്ടാണ്. നിനക്ക് എന്താ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് നിന്റെ അച്ഛൻ ഇത്രയും വയലന്റ് ആയതെന്ന് ചോദിക്കുമ്പോൾ ഈ തുടക്കം മുതൽ നമ്മളെ കണ്ട കാര്യങ്ങളുണ്ടല്ലോ, ജോണിന്റെ കാര്യവും അവളുടെ മകള് യൂറിയുടെ കാര്യവും ഇവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം, ഇങ്ങനെ തുടക്കം മുതൽ ഇപ്പോൾ നടന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മീൻ ആ ഒരു സ്പെഷ്യൽ ഏജന്റിനോട് പറയും. അപ്പൊ ഈ കഥയെല്ലാം കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സ്പെഷ്യൽ ഏജന്റ്, നിന്റെ അച്ഛനെ ഒരു രാജ്യം തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ നിന്റെ അച്ഛൻ എന്തോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയോ, അത് സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് സ്പെഷ്യൽ ഏജന്റ് ചിരിക്കുന്നു. അപ്പൊ അവിടേക്ക് മറ്റൊരാൾ വന്നിട്ട്, സാർ, നാഷണൽ ഡിഫൻസ് മിനിസ്റ്റർ ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നതും അപ്പോഴേ സ്പെഷ്യൽ ഏജന്റിന്റെ മനസ്സിലായി ഇതെല്ലാം ജോൺ ചെയ്ത പണിയാണെന്ന്. അതുകൊണ്ട് മിന്നിനെ ഒരിക്കലും അയാളുടെ കണ്ണിൽ കാണരുത്. അതുകൊണ്ട് നമ്മുടെ മിന്നിനെ മറ്റൊരു മുറിയിലേക്ക് വെക്കാൻ പറയും. അങ്ങനെ മിന്നിനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മുടെ ഹാൻസും ഉണ്ടല്ലോ, അവനും ആ ഒരു വെന്റിലേറ്റർ വഴി മിൻ എവിടെയാണെന്ന് നോക്കി പോവാണ്. അപ്പോൾ മിൻ എവിടെയാണെന്നുള്ള കാര്യം അവൻ കണ്ടുപിടിച്ചു. അതുകൊണ്ട് മിന്നിനെ ഫോളോ ചെയ്ത് തന്നെ അവന് മുകളിലൂടെ പോകുന്നു. ഇതേ സമയം ആ ഒരു മിനിസ്റ്റർ
നമ്മുടെ സ്പെഷ്യൽ ഏജന്റ് വന്നിട്ട് ഭയങ്കരമായിട്ട് വഴക്കുറയാണ്. ഇതുപോലെ ജോണിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും അനുമതി ചോദിച്ചിരുന്നോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അതുപോലെ ആ ഒരു വീട്ടിലെ പെണ്ണിനെ ഇവിടേക്ക് കൊണ്ടുവന്നു, അതുകൊണ്ട് ആ ഒരു പെണ്ണിനെ എൻ്റെ കയ്യിലെത്താ, ഞാൻ അവളെ കൊണ്ടുപോകാന്ന് പറയുന്നതും ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ സ്പെഷ്യൽ ഏജന്റ് മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഹാൻസുവിനെ കാണിക്കുമ്പോഴത്തേക്ക് ഹാൻസു മിന്നിനെ അടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മുറിയിലേക്ക് വന്നിട്ട് അവിടെയുള്ള ആ ഒരു വെന്റിലേറ്റർ അത് തുറന്ന് മിന്നിനെ അങ്ങനെ വലിച്ച് മുകളിലേക്ക് എടുക്കും. എന്നിട്ട് അവളെയും കൊണ്ട് അതിലേക്ക് പോകാനായിട്ട് വരുന്നതും ഇവിടെ ആ ഒരു മിനിസ്റ്റർ ആ ഒരു പെണ്ണെവിടെ അവളെ തരാൻ പറയുന്നതും ഇപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഏജന്റ് ചോദിക്കും, ശരി സാർ എത്ര രൂപ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി, എന്ത് ആരോട് എന്ത് കാര്യമാണ് നീ സംസാരിക്കുന്നതെന്ന് അറിയോ എന്ന് ആ ഒരു മിനിസ്റ്റർ ചോദിക്കുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഏജന്റ് പറയും, എന്താ ഭീഷണിപ്പെടുത്താണോ? അല്ല കൂടിപ്പോയാലും നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോന്നേ? എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, അത്രയല്ലേ ഉള്ളൂ. പിന്നെ ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് ജോണിനടുത്തേക്ക് ഏൽപ്പിച്ച് നീ അവിടെ നിന്ന് പോവും. പക്ഷേ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ആരാണെന്നറിയോ? ഒരു സാധാരണ മനുഷ്യനല്ല, ഏജന്റ് കിം. അതുകൊണ്ട് അവന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരെ വെറുതെ വിടത്തില്ല. ശരി, നിനക്ക് ഞാനൊരു അഡ്വൈസ് തരാം. നീയും ജോണും ആ പെൺകുട്ടിയുടെ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛൻ നിങ്ങളെ രണ്ടുപേരെ കൊല്ലുമെന്ന് പറയുന്നതും ഇവിടെ നമ്മുടെ ഹാൻസുവിനെ കാണിക്കുമ്പോൾ മിന്നിനെയും കൊണ്ട് അങ്ങനെ പോവാണ്. അപ്പോഴാണ് മിൻ ചോദിക്കുന്നത്, അങ്കിൾ എന്റെ അച്ഛൻ ഒരു സ്പൈ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഹാൻസുവിന് മനസ്സിലായി ഇവൾക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായെന്ന്. അതുകൊണ്ട് ഹാൻസു പറയും, അതേ ഒരു സ്പൈ ആണ്, പക്ഷെ നല്ലൊരു മനുഷ്യൻ, ബാക്കി കഥകളെല്ലാം പിന്നീട് പറഞ്ഞുതരാമെന്നും പറഞ്ഞ് ഇവരങ്ങനെ പോകുന്നതും നമ്മുടെ ഹാൻസു നേരത്തെ തന്നെ ആ ഒരു വെള്ളം സെറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിപ്പോ നല്ലതുപോലെ ആ ഒരു ബോക്സിലേക്ക് വീണ് സർക്യൂട്ടെല്ലാം അവിടെ നല്ലതുപോലെ തീ പിടിച്ചിട്ട് ഇപ്പോൾ എല്ലായിടത്തും ആ ഒരു സേഫ്റ്റി അലാറം ഉണ്ടല്ലോ അത് കേൾക്കുന്നതും നമ്മുടെ സ്പെഷ്യൽ ഏജന്റ് ബാക്കിയുള്ള ടീമിനെ എല്ലാം അലർട്ടായിട്ട് ഇരിക്കാൻ പറയാണ്. കാരണം കിമ്മു അവന്റെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടാവുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഹാൻസു നമ്മുടെ മിന്നിനെ കൂട്ടിയിട്ട് ആ ഒരു വെന്റിലേറ്ററിൽ നിന്ന് വെളിയിലേക്ക് വന്ന് അടുത്തുള്ള ആ ഒരു ഡോർ തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് അവന്റെ കാർഡ് വെച്ചിട്ട് ആ ഡോർ തുറക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ നിന്ന് വേറൊരുത്തൻ ആ ഡോർ തുറന്നകത്തേക്ക് വരുന്നു. അതുപോലെ നമ്മുടെ മിന്നിനെ കാണുമ്പോഴത്തേക്ക് അവൻ ഡോർ അടയ്ക്കാൻ വരുമ്പോൾ ഹാൻസു അവനെ അടിച്ചിട്ടിട്ട് ഇപ്പോ മിന്നിനെയും കൂട്ടി വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ഒരു ഏജന്റിന്റെ ആളുകൾ അവിടെ തോക്കുമായിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പൊ ഇവരെ കാണുമ്പോഴും നമ്മുടെ ഹാൻസു പേടിക്കുന്നില്ല, തമാശയ്ക്ക് പറയാണ്, നിനക്കൊക്കെ ആരുടെ ജോലി എന്നത്? ഞാൻ ഈ ഒരു പെണ്ണിനെയും കൂട്ടി ഇപ്പോഴാണ് വെളിയിൽ വന്നത്, കുറച്ച് നേരത്തെ തന്നെ എന്നെ പിടിക്കാനുള്ളത് നല്ല ജോലിക്കാർ തന്നെ എന്ന് പറയുന്നതും നമ്മുടെ സ്പെഷ്യൽ ഏജന്റ് മുന്നിലേക്ക് വന്നിട്ട്, ഹാൻസു മര്യാദയ്ക്ക് ആ ഒരു പെണ്ണിനെ തന്നു, എനിക്ക് ആവശ്യം ആ ഒരു പെൺകുട്ടിയാണ്, അതേപോലെ തന്നെ അവളുടെ അച്ഛനെയും, എന്നിട്ട് നീ ഇവിടെ നിന്ന് പോകാൻ പറയുന്നതും ഹാൻസു മിന്നിനോട് പറയും, ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ 1 മുതൽ 3 വരെ എണ്ണും, അപ്പോ നിന്റെ ഇടതുവശത്ത് ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട്, അതിലേക്ക് നീ ഓടണം. അപ്പോൾ മിൻ ചോദിക്കും, അങ്കിൾ നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട, എനിക്കൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു ഹാൻസു 1 മുതൽ എണ്ണാൻ തുടങ്ങുന്നതും ആ ഒരു സ്പെഷ്യൽ ഏജന്റ് അവന്റെ ടീമിനോട് പറയും, എനിക്ക് ആ ഒരു പെണ്ണിനെയാണ് ആവശ്യം, അവനെ ആവശ്യമില്ല, അതുകൊണ്ട് അവനെ ഷൂട്ട് ചെയ്തേക്കെന്ന് പറയുന്നതും ഇപ്പോഴാണ് വെളിയിൽ ഒരു ഗിത്താർ വായിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് ഇത് ആരാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മുടെ ഹാൻസുവിന് മനസ്സിലായി അത് ആരാണെന്ന്, വേറെ ആരുമല്ല, അത് നമ്മുടെ ജിന്നായിരുന്നു. ഹാൻസു പറയും, പെട്ടെന്ന് ആ ഒരു കഥകിനടുത്തേക്ക് പോകുന്നു പറഞ്ഞ് രണ്ടുപേരും അവിടേക്ക് ഓടുന്നതും ഒരു റോക്കറ്റ് ലോഞ്ചർ വെച്ചിട്ട് ആ ഒരു കഥക് തന്നെ ഷൂട്ട് ചെയ്ത് തകർക്കും നമ്മുടെ ജിൻ. എന്നിട്ട് അവൻ വെച്ചിരിക്കുന്ന ആ ഒരു കാർ കൊണ്ടുവന്ന് ഇടിച്ചകത്തേക്ക് വന്നിട്ട് ആ ഒരു കാറിൽ മെഷീൻ ഗണ്ണെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് അകത്തേക്ക് ഷൂട്ട് ചെയ്യുന്നതും അവിടെയുള്ളവരാണെങ്കിലോ ബുള്ളറ്റ് ദേഹത്ത് തട്ടാതെ ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ജിൻ വെളിയിലേക്ക് വന്ന് തന്റെ കയ്യിലുള്ള തോക്ക് വെച്ച് എല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു സ്പെഷ്യൽ ഏജന്റ് ആലോചിക്കുന്നത്, ഇത്രയും നേരമായിട്ട് ഇവ ഷൂട്ട് ചെയ്തിട്ടും ഇവിടെയുള്ള ആർക്കും ഒരു കുഴപ്പവും സംഭവിച്ചില്ല, ആരും മരിച്ചില്ല, അങ്ങനെയാണെങ്കിൽ അവന്റെ കയ്യിലുള്ളത് ഫേക്ക് ആയിട്ടുള്ള ഗണ്ണാണെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു ഏജന്റ് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതും നമ്മുടെ ജിന്നാണെങ്കിലും നിർത്താതെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അവിടെയാണ് ഒരു കാര്യം, അത് ഫേക്ക് ആയിട്ടുള്ള തോക്കാണ്, ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഏജന്റ് പറയും, ഇവന്റെ കയ്യിലുള്ളത് ഫേക്ക് ഗണ്ണാണ്, എല്ലാവരും ഷൂട്ട് ചെയ്യാൻ പറയുമ്പോൾ അവർ ഒറിജിനൽ ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതും. ഇപ്പോൾ ഹാൻസുവിന്റെ അടുത്തേക്ക് വന്ന് വിളിച്ചിരിക്കുന്ന നമ്മുടെ ജിന്നോട് ഹാൻസു ചോദിക്കും, അല്ല നീ എന്തിനാ ഒറിജിനൽ തോക്ക് കൊണ്ടുവരാത്തെ? അപ്പോൾ ജിൻ പറയും, ഇതെല്ലാം നമ്മുടെ ജൂനിയേഴ്സ് അല്ലേ, അത് ഏജന്റുമാര്, അവരെ എങ്ങനെയാ കൊല്ലുന്നേ, അതുകൊണ്ടാണ് കൊണ്ടുവരാത്തതെന്ന് പറയും. ഇനിയിപ്പോൾ വേറെ വഴിയില്ലല്ലോ, ഇവർ ചുറ്റിനും വളഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജിൻ ഒരു വെള്ള തുണി എടുത്ത് കാണിച്ചിട്ട് സമാധാനം ഓക്കെ എന്ന് പറഞ്ഞ് വെളിയിലേക്ക് വരുന്നതും ഇതെല്ലാം ഒളിച്ചിരിക്കുന്ന മിനിസ്റ്റർ ഉണ്ടല്ലോ അയാൾ കാണുന്നുണ്ട്. ഇപ്പോൾ സ്പെഷ്യൽ ഏജന്റ് പറയും, നിങ്ങൾ രണ്ടുപേരും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ, എനിക്ക് ആവശ്യം ആ ഒരു പെൺകുട്ടിയാണ് എന്ന് പറയുന്നതും ഇപ്പോൾ ആ ഒരു മിനിസ്റ്റർ വെട്ടുന്ന വെളിയിലേക്ക് വന്നിട്ട് എല്ലാവരും തോക്ക് താഴെ വെക്കി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, അയാള് ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. അതുപോലെ അയാൾ വെളിയിലേക്ക് വരുമ്പോൾ അയാളുടെ കഴുത്ത് പതിയെ പതിയെ മുറിയുന്നുണ്ട്, രക്തം വരുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഹീറോയുടെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ നൈസായിട്ടുള്ള കമ്പി ഉണ്ടാവും, അത് വെച്ച് മുകളിൽ നിന്ന് ആ മിനിസ്റ്ററിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മിന്നാണെങ്കിലോ ഹീറോയെ കാണുന്നു, ഹീറോ മിന്നിനെ കാണുന്നു. ഇപ്പോൾ ഹീറോ പറയും, മിൻ ഒരു കാരണവശാലും വിഷമിക്കരുത്, അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഹീറോ ഇതുപോലെ തന്റെ ഭാര്യ മരിച്ചതിന് ശേഷം തനിക്ക് ഈ ഒരു ജോലി വേണ്ടാന്ന് പറഞ്ഞ ആ ഒരു മേജറിന്റെ അടുത്തേക്ക് പോയിട്ട് തനിക്ക് സമാധാനമായിട്ടുള്ള ജീവിതം വേണമെന്ന് പറഞ്ഞ ആ ഒരു ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയിരുന്നല്ലോ.
ഇപ്പൊ അതിനുശേഷം ബാക്കിയുള്ള ഓഫീസേഴ്സുമായിട്ട് ഇവരെന്തോ ഒരു കാര്യം ചർച്ച ചെയ്യാണ്, വേറൊന്നുമല്ല. നമ്മുടെ ഹീറോ ഒരു നോർത്ത് കൊറിയൻ സ്പൈ ആയിരുന്നു. ഇപ്പോ സൗത്ത് കൊറിയയിലേക്ക് വന്നിട്ട് അവന്റെ ജോലിയെ ഉപേക്ഷിച്ച് സ്വതന്ത്രമായിട്ടുള്ളൊരു ജീവിതം, അങ്ങനെയുള്ളൊരു ജീവിതം അവൻ ജീവിക്കോ ഇല്ലയോ എന്ന് ഇവർക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയാണ്. എന്താണെന്ന് വെച്ചാൽ വീണ്ടും അവനെ നോർത്ത് കൊറിയയിലേക്ക് തന്നെ കൊടുത്താലോ, ഇല്ലാന്നുണ്ടെങ്കിൽ അവനെ കൊന്നാലോ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു മേജർ മാത്രമാണ് പറയുന്നത്, ഇല്ല, അവനെ സ്വതന്ത്രമായിട്ട് തന്നെ നമുക്ക് വിടാം. ഇത് ബാക്കിയുള്ളവർ സമ്മതിക്കത്തില്ല. അപ്പൊ ആ ഒരു മേജർ പറയും അവനൊരു നോർത്ത് കൊറിയക്കാരനായിരിക്കാം, പക്ഷെ അവൻ സൗത്ത് കൊറിയയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ പറഞ്ഞ ഒരുപാട് മിഷൻസ് അവൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഒരുപാട് ജോലികൾ അവൻ ചെയ്തിട്ടുണ്ട്, അതും അവന്റെ ജീവൻ പണയം വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ആ സമയത്തെല്ലാം നമ്മൾ അപ്പോഴും അവനോട് പറഞ്ഞിട്ടുണ്ട് അവന് സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ കൊടുക്കുമെന്ന്. പക്ഷേ അതെല്ലാം കള്ളമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അവന് സ്വതന്ത്രമായിട്ടുള്ളൊരു ജീവിതം കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ അവൻ എന്തായാലും നമ്മളെ സഹായിക്കും. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നതും ഒരു ഓഫീസർ മാത്രം അവിടെ ഇരുന്നിട്ട്, മേജർ, നിങ്ങൾ ഇപ്പോൾ എടുത്ത ആ ഒരു തീരുമാനം വളരെ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏജന്റ് കിമ്മിന് ഇതുപോലൊരു ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ എന്നെങ്കിലും ഇത് കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ എടുത്ത ഈ ഒരു തീരുമാനം തെറ്റാണെന്ന് നിങ്ങൾക്ക് അന്ന് തോന്നുന്നത് പറയുന്നതും. ഇതേ സമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ തന്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ അവിടെ നിന്ന് വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഹാൻസും ജിന്നും അവനെ വന്ന് കാണുന്നത്. എന്നിട്ട് പറയും, നീ എന്തായാലും ഇവിടെ നിന്ന് പോവാണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് നിന്നെ പറഞ്ഞു വിടാനായിട്ട് ഞങ്ങൾ വന്നത്. ശരി, ഇനി മുതൽ നീ നോർത്ത് കൊറിയൻ സ്പൈ അല്ല, സൗത്ത് കൊറിയയിലെ കുടിയേറി വന്ന ഒരു താമസക്കാരൻ മാത്രമാണ്. അതുകൊണ്ട് നിനക്ക് നല്ല സ്വാതന്ത്ര്യമായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയും. അപ്പോൾ ഹീറോ പറയും, നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ വീണ്ടും പ്രസന്റിലെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ ആ ഒരു മിനിസ്റ്റർ ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ കയ്യിൽ പെട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ആ ഒരു മിനിസ്റ്ററിനെ വെച്ച് തന്നെ എല്ലാവരെയും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് അവരുടെ തോക്കെല്ലാം താഴെ വെക്കാൻ പറയും. പക്ഷെ ആരും തോക്ക് താഴെ വെക്കുന്നില്ല. ഇപ്പോൾ ഒരു മിനിസ്റ്റർ ആണെങ്കിലോ അയാളുടെ ജീവൻ രക്ഷിക്കണമല്ലോ, അതുകൊണ്ട് എടാ പറയുന്നത് കേട്ടുകൂടെ, തോക്ക് താഴെ വെക്കാൻ പറയുമ്പോൾ ആ ഒരു സ്പെഷ്യൽ ഏജന്റ് പറയും, ആരും തോക്ക് താഴെ വെക്കരുത്, എല്ലാവരും ഏജന്റിനെ ടാർഗറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ മിനിസ്റ്റർ പറയും, ഞാനാണ് നിങ്ങളുടെ മിനിസ്റ്റർ, ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ എന്ന് പറഞ്ഞ് എല്ലാവരോടും തോക്ക് താഴെ ഇടാൻ പറഞ്ഞ് ഉത്തരവിടും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഏജന്റ് പറയും, നീയൊക്കെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ, സ്വന്തം ജീവനെ പേടിച്ചിട്ട് സോൾജേഴ്സിന്റെ തോക്ക് താഴെ വെക്കാൻ പറയുന്നു, അതുകൊണ്ട് ആരും തോക്ക് താഴെ വെക്കരുത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാതിരിക്കാനും കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് സ്പെഷ്യൽ ഏജന്റിനെ ഇവർ വകവെക്കാതെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ തോക്ക് താഴെ വെക്കുകയാണ്. അങ്ങനെ എല്ലാവരും തോക്ക് താഴെ വെക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജിൻ തോക്കെടുത്ത് അടുത്തുള്ള തൂണിലേക്ക് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ അവന്റെ കയ്യിലുള്ളത് യഥാർത്ഥ തോക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും പേടിച്ചൊരിടത്തേക്ക് മാറി നിൽക്കും. അപ്പോൾ ജിൻ പറയും, ഹാൻസു, ഈ ഒരു തോക്ക് പിടിച്ച് എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അവൻ അവന്റെ കാറിനടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മിന്നാണെങ്കിൽ ഇപ്പോൾ ഓടി ഹീറോയുടെ അടുത്തേക്ക് വരും. അപ്പോഴാണ് ഹീറോ പറയുന്നത്, മോളെ എന്റെ അടുത്ത് നിൽക്കരുത്, അങ്കിളിന്റെ അടുത്ത് പോയി നിൽക്ക് എന്ന് പറയുമ്പോൾ മിൻ അത് കേൾക്കുന്നില്ല. നമ്മുടെ കിമ്മിനെ തന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കിം പറയും, സോറി മോളെ, അച്ഛൻ വരാനായിട്ട് കുറച്ച് ലേറ്റായി പോയി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴാണ് നമ്മുടെ ജിന്നുണ്ടല്ലോ, അവനൊരു സെൻസർ ബോംബുണ്ട്, അനങ്ങി കഴിഞ്ഞാൽ അത് പൊട്ടും. ആ രീതിയിൽ അത് അവിടെ കൊണ്ടുവച്ചിട്ട്, മക്കളെ നോയിക്കോ, ഇതൊരു സെൻസർ ബോംബാണ്, ഞങ്ങൾ പോകുന്നത് വരെ ഇവിടുന്ന് ആരെങ്കിലും അനങ്ങി കഴിഞ്ഞാലേ എല്ലാവരും തീരുമെന്നും പറഞ്ഞ് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ കാറിന്റെ ടയർ പഞ്ചറായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്പെഷ്യൽ ഏജന്റ് ഉണ്ടല്ലോ, അയാളുടെ കാറിന്റെ കീയും വാങ്ങി നമ്മുടെ ഹീറോയും ഹാൻസും എല്ലാവരും ആ കാറിനടുത്തേക്ക് പോവാണ്. പക്ഷെ നമ്മുടെ ജിൻ മാത്രം അവിടെ നിന്നിട്ട്, ദേ ഞാൻ പോവാൻ പോവാണ്, ആരും അനങ്ങരുത് എന്നും പറഞ്ഞ് ഈ സ്ക്വിഡ് ഗെയിമിലെ ആദ്യത്തെ ഒരു ഗെയിം ഉണ്ടല്ലോ, ആരെങ്കിലും അനങ്ങി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുന്ന ആ ഒരു ഗെയിം, അതുപോലെ നമ്മുടെ ജിൻ കുറച്ച് മുന്നിലേക്ക് പോകും, പെട്ടെന്ന് തിരിഞ്ഞു നോക്കും, കുറച്ചുകൂടി മുന്നിലേക്ക് പോയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കും. അങ്ങനെ കുറച്ചു നേരം അവിടെ ഫണ്ണായിട്ട് നിന്ന് ഇപ്പൊ ആ ഒരു ബോംബ് ആക്ടിവേറ്റ് ചെയ്തിട്ട്, ശരി ഇനി അനങ്ങിക്കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് ഇപ്പൊ അവസാനം ഇവരെല്ലാവരും ആ ഒരു കാർ എടുത്തിട്ട് അവർ രക്ഷപ്പെട്ട് വരികയാണ്. ഇതേ സമയം നമ്മുടെ സാങ്ങും അതേപോലെ തന്നെ ആ ഒരു ടൈലറും ഇവര് രണ്ടുപേരും CCTV വഴി നമ്മുടെ ഹീറോ രക്ഷപ്പെട്ടു പോകുന്ന ആ ഒരു കാര്യം കണ്ടിട്ട് അവർ ഏത് വഴിയാണോ വരുന്നത് അവിടെ രണ്ടുപേരും തോക്കുമായിട്ട് മുന്നിലേക്ക് വന്ന് ഇവരുടെ കാറിലേക്ക് ഷൂട്ട് ചെയ്യാണ്. അപ്പോഴാണ് ഹീറോ അവിടെ വണ്ടി നിർത്തിയിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ സാങ് പറയുന്നത്, നീ എനിക്കൊരു വാക്ക് വന്നു അറിയാലോ, നിന്റെ മകളെ കിട്ടിയതിനു ശേഷം ഇവിടെ വന്ന് സറണ്ടർ ആവുമെന്ന്. അതുപോലെ ചെയ്യാൻ പറയുമ്പോൾ ഹീറോ പറയും, എന്റെ മകളെ കിട്ടി, പക്ഷെ അവൾ ഇപ്പോഴും സുരക്ഷിതയല്ല, അതുകൊണ്ട് അവളെ സുരക്ഷിതമായിട്ട് ഒരിടത്ത് ആക്കിയതിനു ശേഷം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് ഇവർ കാറും എടുത്ത് പോവാണ്. അപ്പോൾ സാങ്ങിനും നമ്മുടെ ആ ഒരു ടൈലറിനും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ടൈലർ പറയുന്നുണ്ട്, നിനക്ക് എന്തായാലും കിമ്മിനെ വിശ്വസിക്കാം, കാരണം അവൻ പറഞ്ഞ വാക്ക് അതുപോലെ പാലിക്കുന്ന ഒരാളാണെന്ന് പറയും. അങ്ങനെ ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിന്റെ വെളിയിൽ വന്നിട്ട് ആ ഒരു മിനിസ്റ്ററിനെ അവിടെ തന്നെ ഇട്ട് ഇവർ കാറുമായിട്ട് അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലോ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുകയാണ്, അത് തോക്കും വെച്ചിട്ട്. അപ്പോൾ മിന്ന അവനെ വിളിക്കുന്നുണ്ട്, അതുപോലെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഹാൻസു, ഹേയ് കിം, മിൻദയെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഹീറോ തിരിഞ്ഞു നോക്കി ആ ഒരു തോക്ക് അവൾ കാണാതിരിക്കാൻ വേണ്ടി ഒളിപ്പിച്ചു വെച്ചിട്ട്, മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലോ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾക്കൊരു കുഴപ്പമില്ല. അവളിപ്പോ അവനെ നോക്കി കരഞ്ഞിട്ട്, അച്ഛന് നല്ല മുറിവൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് അവള് കരയുന്നത് നമ്മുടെ കിം പറയും, മോളെ എനിക്ക് ഒരു കുഴപ്പമില്ല, അച്ഛൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്ന് കരയാണ്.
അതുമല്ല മിൻ അവസാനമായിട്ട് ഹീറോയെ കാണുമ്പോഴത്തേക്കും അവനോട് വഴക്കിട്ടിട്ടല്ലോ പോയത്. അതുകൊണ്ട് കിമ്മിനോട് സോറി എല്ലാം പറഞ്ഞ് രണ്ടുപേരും കരയുന്നതും ഇത് കണ്ടിട്ട് മുന്നിലിരിക്കുന്ന രണ്ടുപേർക്കും ഭയങ്കര വിഷമമായിപ്പോയി. ഓക്കെ, മിൻ ഇതുവരെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് വണ്ടി അടുത്തുള്ള ഒരു ഹോട്ടലിനടുത്തേക്ക് നിർത്തിയിട്ട് ആ ഒരു ഹോട്ടലിലേക്ക് പോവാണ്. അതേസമയം ഇവിടെ ഇരുന്നിട്ട് ആ ഒരു സെക്രട്ടറി ഉണ്ടല്ലോ, അവൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നേരെ നമ്മുടെ ജോണിനെ വിളിച്ച് ഇതുപോലെ മിന്നിനെ കണ്ടുപിടിച്ച് ആ ഒരു പെൺകുട്ടിയോടൊപ്പം അവളുടെ അച്ഛനും അവന്റെ സുഹൃത്തുക്കളും ഉണ്ട് എന്ന് പറയുന്നതും ആ ഒരു ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ടല്ലോ, അയാൾ ഇതുവരെയും ജോണിനെ വിളിച്ച് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു സെക്രട്ടറിയെ ഇവരോടൊപ്പം പറഞ്ഞു വിട്ടത്. അതുകൊണ്ടാണ് ഈ ഒരു സെക്രട്ടറിയെ ഇവരെ ഫോളോ ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടത്. ഇപ്പൊ നമ്മുടെ ജോൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്റെ മകൾക്ക് ആ മിൻ കാരണം ഒരു പ്രശ്നവും വരാൻ പാടില്ല, അതുകൊണ്ട് അച്ഛനെയും മകളെയും രണ്ടുപേരെ തീർത്തേക്കെന്ന് പറയുന്നതും ഇവരിപ്പോ ഹോട്ടലിൽ നിന്ന് ആഹാരം എല്ലാം കഴിച്ച് ആ കാറും എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഈ ട്രാഫിക് സിഗ്നൽ ഉണ്ടല്ലോ അതെത്താറാകുമ്പോഴത്തേക്കും ഇവരുടെ മുന്നേ വലിയൊരു ട്രക്ക് ഇങ്ങനെ പോവാണ്. അത് നേരെ കാറിന്റെ മുന്നിലേക്ക് കൊണ്ട് നിർത്തുന്നതും ഇവരും കാറ് ബ്രേക്ക് അടിച്ചവിടെ നിർത്തി. ഇപ്പോ 2 ട്രക്കുകൾ 2 വശങ്ങളിലൂടെ വന്നിട്ട് അതിൽ നിന്നല്ല ജോണിന്റെ ആളുകൾ വെളിയിലേക്ക് ഇറങ്ങി ഇവരുടെ കാറ് ഇവരെല്ലാവരെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജിന്നാണെങ്കിലോ ഫൈറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങാൻ നിൽക്കുന്നത്. ഹാൻസ് പറയും, ഹേയ് അവിടെ നിൽക്ക്, കാറിൽ മിന്നുണ്ട്, അതുകൊണ്ട് ഇതൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു ഇവരെല്ലാവരും സമാധാനമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഇവരാണെങ്കിലും ഈ ഒരു കാർ അങ്ങനെ പൊക്കിയെടുത്ത് ആ ഒരു ട്രക്കിനകത്തേക്ക് കയറ്റുന്നു. അപ്പോൾ ഹീറോ മിന്നിനോട് ചോദിക്കും, മോളെ നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മീൻ പറയും, ഇല്ലച്ചാ അച്ഛൻ എൻ്റെ കൂടെ ഇല്ലേ, ഞാൻ പേടിക്കില്ല എന്ന് പറയുന്നതും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവരുടെ കാർ ആ ഒരു ട്രക്കിനകത്ത് കയറ്റിയിട്ട് ഈ സിഗ്നലിൽ നിന്നും കാറും ജോണിന്റെ ആളുകളും ഇവരെയും കൊണ്ട് വേറെ ഏതൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പൊ നമ്മുടെ ജിന്നാണെങ്കിലോ കാറിനകത്ത് കുറെ നേരം ഇരുന്നിട്ട് ഷടാ ഇത്ര നേരം എന്ന് പറഞ്ഞ ഈ കാറിനകത്ത് തന്നെ ഇരിക്കുന്നത് എന്നും പറഞ്ഞ ആ ഒരു സൺറൂഫ് ഉണ്ടല്ലോ അതും പൊട്ടിച്ചിട്ട് ഇപ്പൊ അതിന്റെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ഒരു ട്രക്കിന്റെ ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ആ ട്രക്കിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവരെല്ലാവരെയും മയക്കാൻ വേണ്ടി ഒരു പുക ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും ഹാൻസുവിന് മനസ്സിലായി ഇതുവരെ മയക്കാനുള്ള ആ ഒരു പുകയാണെന്ന്. അതുകൊണ്ട് സൺറൂഫ് അങ്ങ് മൂടും. പക്ഷെ നമ്മുടെ ജിൻ വെളിയിലായി പോകും. എടാ തുറക്കടാ എന്ന് പറയുമ്പോൾ ഇവർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവര് ആ കാറ് തുറക്കത്തില്ല. അപ്പോൾ നമ്മുടെ ജിന്നാണെങ്കിലും കാറിന് മുകളിൽ കിടന്നിട്ട് അവൻ മയങ്ങിപ്പോയി. അപ്പോഴാണ് നമ്മുടെ ഹീറോ മിന്നിനോട് പറയുന്നത്, മോളെ ഇവിടെ എന്തെങ്കിലും ഫൈറ്റ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് മോൾ നല്ലതുപോലെ കിടന്ന് ഉറങ്ങിക്കോ, അത് കണ്ടു കഴിഞ്ഞാൽ പേടിയാവും എന്നും പറഞ്ഞ് നമ്മുടെ ഹാൻസും ഹീറോയും ഈ വാട്ടർ പാക്കറ്റ് ഉണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ട് ഈ ഒരു പുക ശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ രണ്ടുപേരും ചെയ്യാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ട്രക്ക് ഇപ്പോൾ വലിയൊരു കോറി ഉണ്ടല്ലോ അതിനടുത്തേക്കാണ് വരുന്നത്. അവിടെ ഒരു കുഴിയും തോണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ മിന്നിനെ ഹീറോയും കൊന്ന് അതിലേക്ക് കുഴിച്ചിടാൻ വേണ്ടി ഇപ്പോൾ ഓടിച്ചുകൊണ്ട് വന്ന ഈ ഒരു ട്രക്കിന് മുന്നിലാണ് ആ ഒരു സെക്രട്ടറി ഉള്ളത്. സെക്രട്ടറി തന്റെ കൂടെയുള്ള ഒരുത്തനോട് ശരി അകത്തേക്ക് പോയിട്ട് അവരെല്ലാവരും മയങ്ങിക്കിടക്കണോ എന്ന് നോക്കാൻ പറയുമ്പോൾ ഈ ട്രക്കിനകത്ത് തന്നെ മറ്റൊരു മുറിയുണ്ട്. അതിനകത്ത് നിന്ന് ഒരുത്തൻ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇപ്പൊ വെളിയിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജിന്നുണ്ടല്ലോ അവ മയങ്ങിക്കിടക്കാണ്. എന്നിട്ട് കാറിനടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അതിനകത്തുള്ള 3 പേരും മയങ്ങി തന്നെ കിടക്കാണ്. അപ്പൊ ഈ ഒരു കാര്യം സെക്രട്ടറിയോട് പറയുന്നതും സെക്രട്ടറി ആ ഒരു കണ്ടെയ്നറിന്റെ പുറകു ഭാഗം ഡോറുണ്ടല്ലോ അത് തുറക്കാൻ പറയും. അങ്ങനെ അത് തുറക്കുന്നതും ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഹാൻസു കാർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് റിവേഴ്സ് എടുത്ത് പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് കാർ അവിടെ ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഹീറോയും ഹാൻസുവും വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ടാണ് ഹാൻസ് പറയുന്നത്, എടാ മരമണ്ടന്മാരെ എത്ര നേരമായിട്ട് അതിനകത്ത് ശ്വാസം പിടിച്ചിരിക്കുകയാണെന്നറിയോ, കുറച്ച് പെട്ടെന്ന് വന്നൂടെ, വണ്ടി ഓടിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. ശരി വാ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വേറെ ലെവലിൽ അവിടെയുള്ളവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സെക്രട്ടറി ഉണ്ടല്ലോ അവൻ ഇപ്പോൾ ട്രക്കിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു കാറിനുള്ളിലേക്ക് നോക്കുമ്പോൾ കാറിനുള്ളിൽ നമ്മുടെ മിന്നിനെ കാണാനില്ല. ഇവള് കാറിലില്ലെങ്കിൽ അവൾ എവിടെയായിരിക്കും എന്ന് പറഞ്ഞ് സംശയം കാരണം ആ ഒരു ട്രക്കിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും നമ്മുടെ ജിന്നുണ്ടല്ലോ അവൻ അതിനകത്ത് മയങ്ങി കിടക്കാണ്. അതുപോലെ ആ ഒരു ട്രക്കിനകത്തുള്ള ചെറിയൊരു മുറി ഉണ്ടല്ലോ അതിനകത്തൊരു കാലും കാണാൻ കഴിയുന്നു. അത് മിന്നിൻ്റെതാണ്. മിന്നിനെ അകത്ത് വെച്ച് കിടത്തിയിട്ടാണ് അവർ രണ്ടുപേരും വെളിയിലേക്ക് വന്നത്. അപ്പോൾ മിന്നിന്റെ അടുത്തേക്ക് നടന്നു പോകുന്നത് നമ്മുടെ ജിൻ പെട്ടെന്ന് ചാടി എഴുന്നിട്ടിട്ട് ഓക്കെ നല്ല ഉറക്കമായിരുന്നു എന്നും പറഞ്ഞ് ഇവരെ നോക്കുമ്പോൾ എന്തായാലും ഇവൻ മിന്നിനെ രക്ഷിക്കാൻ വന്ന ആളല്ല എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് ജിൻ പറയും, അനിയ കുറച്ചു നേരം വയസ്സായില്ലേ, അതുകൊണ്ടാണ് ഇത്ര നേരം കിടന്നൊന്ന് ഉറങ്ങിയത്, ഓക്കെ ഇനി നമുക്ക് നോക്കാന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുന്നതും ആ സെക്രട്ടറി നമ്മുടെ ജിന്നിന് ഒരു ഒറ്റ ഇടി, അതും മുഖത്തേക്ക് മൂക്ക് പൊട്ടിപ്പോയി. എന്നിട്ടൊരു ഒറ്റ ഇടി ഇടിക്കുന്നതും ജിൻ തെറിച്ചൊരിടത്തേക്ക് വന്നിരുന്നിട്ട് ഇപ്പൊ ആ ഒരു റൂമിനകത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് മിൻ അവിടെ കിടക്കുന്നത്. ഓ എന്റെ ചെല്ലക്കുട്ടി ഇതിനകത്താണ് കിടക്കുന്നത്, ശരി അങ്കിൾ ഇപ്പോൾ പോയി അവനെ ഒന്ന് തീർത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം, അതുപോലെ നല്ലതുപോലെ തണുപ്പടിക്കും, ഉള്ളിലേക്ക് കിടക്കുന്നു പറഞ്ഞ് കാലെല്ലാം എടുത്ത് അകത്തേക്ക് വെച്ചിട്ട് ആ ഒരു ഡോറും അടച്ച് ഇപ്പോൾ സെക്രട്ടറിയുടെ അടുത്തേക്ക് വരുമ്പോൾ സെക്രട്ടറി പറയും ശരി ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറയും. അങ്ങനെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ ജിൻ സെക്രട്ടറിയോട് പറയുന്നത്, നീ നല്ല സ്പീഡിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബലം പോരാ, കാരണം ഈ കുട്ടികളെ ഇടിക്കുന്നത് പോലെയുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ സെക്രട്ടറി ഇപ്പോൾ ദേഷ്യം കാരണം ജിന്നിനെ ഇടിക്കാൻ വരുന്നതും ഇവിടെയാണ് മോനെ ജിന്നിന്റെ ഇടി. ഒരു മിഡിൽ ഏജ് മാന്റെ മാസ് ഉണ്ടല്ലോ അതിവിടെ ഈ ഒരു ഫൈറ്റിംഗ് സീന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആ ഒരു സെക്രട്ടറി ഇടിക്കാതെ ഇടിയൊന്നുമില്ല. അവന്റെ തലയിലേക്ക് കൈ കൊണ്ടൊരു ഒറ്റയടി, വയറിലേക്ക് ഒരു ഇടി,
എന്നിട്ട് അങ്ങനെ സെക്രട്ടറി എടുത്തിട്ട് ഇടിക്കുന്നതും ഇപ്പൊ ആ ഒരു ട്രക്ക് അവിടെ നിന്ന് പോവാണല്ലോ. ഇത് വെളിയിലുള്ള നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. അപ്പൊ മിന്ന അതിനകത്താണല്ലോ. അതുകൊണ്ട് ഹീറോ ആ ഒരു ട്രക്കിന്റെ പിറകെ ഓടുന്നതും നമ്മുടെ ഹീറോ ആ ഒരു ട്രക്കിന്റെ പിറകെ തന്നെ ഓടുവാണല്ലോ. അതുപോലെ 2 വഴി പോലെ ഉണ്ട്. അതൊരു ചെറിയ കുന്നിന്റെ മുകളിലേക്ക്. അങ്ങനെ ഹീറോ ആണെങ്കിലും ആ ഒരു കുന്നിന് മുകളിലേക്ക് ഓടിക്കയറും. ട്രക്ക് താഴെ കൂടെയും പോകുന്നു. ഇതേ സമയം ട്രക്കിനുള്ളിൽ നമ്മുടെ ജിന്നാണെങ്കിലോ ആ ഒരു സെക്രട്ടറിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ കണ്ടിട്ട് നീ ആർമിയിൽ ജോലി ചെയ്യുമായിരുന്നു തോന്നുന്നു, ഏത് ഡിവിഷനാണെന്നെല്ലാം ചോദിക്കുകയാണ്. അല്ല മോനെ, എന്നെപ്പറ്റി നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സെക്രട്ടറി എനിക്കതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു കത്തിയും എടുത്ത് നമ്മുടെ ജിന്നിനെ ഇടിക്കാൻ വരുന്നത് ജിന്ന അങ്ങനെ ആ ഒരു കത്തി കൈ കൊണ്ട് പിടിച്ചങ്ങനെ വെച്ചിട്ട് കൈ മടക്കി സെക്രട്ടറിയുടെ മുഖത്തേക്ക് 2-3 ഇടി കൊണ്ട് സെക്രട്ടറിക്ക് വയ്യ. ഇതേ സമയം ആ ഒരു ചെറിയ കുന്നിന്റെ മുകളിലോട് ഓടുന്ന നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, അങ്ങനെ ഓടി വന്നിട്ട് ഈ ഒരു ട്രക്കിന് മുകളിലേക്ക് ഒരു ഒറ്റച്ചാട്ടം അവിടെ നിന്ന് ചാടി ഈ ഒരു ട്രക്കിന് മുകളിലേക്ക് വന്ന് വീണ് ആ ഒരു ട്രക്കിന് മുകളിലോട്ട് തന്നെ നടന്നു വരികയാണ്. നടന്നു വന്നിട്ട് എന്താണ്, ഈ ഡ്രൈവർ ഉണ്ടല്ലോ ആ ഡ്രൈവറിന്റെ അടുത്തേക്ക് ചാടി ഇറങ്ങി ഡ്രൈവറിനെ പിടിച്ച് ദൂരേക്ക് കളഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു ട്രക്കിന്റെ കൺട്രോൾ നമ്മുടെ ഹീറോ എടുക്കും. എന്നിട്ട് തിരിച്ച് ഹാൻസുവിന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോവാണ്. ഇതേ സമയം നമ്മുടെ ജിന്നാണെങ്കിലോ ആ സെക്രട്ടറിയെ പിടിച്ചിട്ട് ഇടിച്ച് അവസാനം ഇടി കൊണ്ട് സെക്രട്ടറി പേടിച്ചു പോവും. അങ്ങനെ മുഖം കാണുമ്പോഴത്തേക്കാണ് ജിൻ പറയുന്നത്, നിന്റെ മുഖം കാണാനായിട്ട് ചെറിയ കുട്ടികളെ പോലെ തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ജിന്നിന് ഈ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് എന്തോ കളിക്കുന്നത് പോലെയാണ്. എന്നിട്ട് അങ്ങനെ പൊക്കിയെടുത്ത് അവന്റെ ഷോൾഡറിലേക്ക് വെച്ചിട്ട് എടുത്തൊരു ഒറ്റയടി താഴേക്ക്. എന്നിട്ട് പറയും, ഇനി എന്റെ അടുത്തേക്ക് നീ വരരുതെന്നും പറഞ്ഞ് നമ്മുടെ സെക്രട്ടറി അങ്ങനെ എഴുന്നേൽക്കുന്നതും ജിൻ ഓടി വന്നിട്ട് ഒരു ഒറ്റയാടി ആ സെക്രട്ടറി ട്രക്കിൽ നിന്ന് പറന്ന് വെളിയിലേക്ക് പോവാണ്. പോകുമ്പോഴത്തേക്കും സെക്രട്ടറി മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഇവൻ ആരാണ്, ഇങ്ങനെയുള്ളൊരു മിഡിൽ ഏജ് മാൻ ഇതുപോലെ എങ്ങനെയാ ഫൈറ്റ് ചെയ്യുന്നത് എന്നെല്ലാവരും ചിന്തിച്ചിട്ടാണ് താഴെ വന്ന് വീഴുന്നത്. ഇപ്പൊ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹാൻസ് ഉണ്ടല്ലോ അവിടെ ഒറ്റയ്ക്കായി പോയല്ലോ. അപ്പൊ അവിടെയുള്ള എല്ലാവരോടും ഓക്കെ അനിയ, ആരൊക്കെയാണ് അടി വാങ്ങാൻ വരുന്നതെന്നും പറഞ്ഞിട്ട് എല്ലാത്തിനും വേറെ ലെവലിൽ ആ ഒരു കറക്റ്റ് ഉണ്ടല്ലോ അത് വെച്ച് തന്നെ അടിക്കും. അത് അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, ഹാൻസിന്റെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ എല്ലാവരെയും അടിച്ചിട്ടിട്ട് വീണ്ടും അവർ എഴുന്നേൽക്കുമ്പോൾ ഹാൻസ് നല്ല കൂളായിട്ട്, കാരണം ഇത്രയും പ്രായമുള്ള ഒരാൾ ഇതുപോലെ നിൽക്കല്ലേ, അവരെല്ലാം അത്ഭുതത്തോടെ നോക്കുകയാണ്. ശരി ഞാൻ താഴ്ന്നിട്ടില്ല, വാ ഒരു കൈ കൂടി നോക്കാന്നും പറഞ്ഞ് പിന്നെ അടിച്ച് അവർ തന്നെ കുഴിച്ചു വെച്ച ആ ഒരു കുഴിയിലേക്ക് എല്ലാത്തിനെയും ചവിട്ടിയിട്ടിട്ട് അപ്പോഴാണ് നമ്മുടെ ഹീറോയും ജിന്നും മിന്നിനെ കൊണ്ട് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹാൻസ് ചോദിക്കുന്നത്, എടാ എങ്ങനെയാടാ നിങ്ങൾക്ക് മാത്രമേ ഇത് പറ്റുന്നേ, പ്രശ്നമെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വരാനായിട്ട്. അങ്ങനെ മിന്നിനെ നേരെ കാറിലേക്ക് കൊണ്ട് കിടത്തിയിട്ട് ഇപ്പൊ ഇവർ വന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു സെക്രട്ടറി ഉണ്ടല്ലോ അവനെ പിടിച്ച് ഒരു കുഴിയിലേക്ക് തള്ളിയിട്ടുണ്ട്. അതുപോലെ അവന്റെ കോട്ടിലുള്ള ആ ഒരു സിമ്പൽ കാണുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, ഹീറോ ഇവനെ സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അന്ന് ജോണിനോടൊപ്പം ഇവനും സ്കൂളിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ 3 പേര് നേരെ ജോണിന്റെ അടുത്തേക്ക് പോകാൻ പോവാണ്. ഇതേ സമയം നമ്മുടെ ജോണിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവന്റെ ആളുകളുണ്ടല്ലോ അവരിപ്പോ അകത്തേക്ക് വന്നൊരു, സാർ സെക്രട്ടറി ജോണിനെയും അതേപോലെ തന്നെ നമ്മുടെ ആളുകളെയും ആരൊക്കെ അടിച്ചു, അവരിപ്പോ എവിടെയാണെന്ന് അറിയത്തില്ല എന്ന് പറയുന്നത്. ഈ ജോണിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, കാരണം ആ ഒരു സെക്രട്ടറി നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. അവനെ തന്നെ അടിച്ചിടണമെന്നുണ്ടെങ്കിൽ ആരായിരിക്കും അത്. ഇതേ സമയം വെളിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ അവന്റെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ഈ ജോണിന്റെ വീടിന് വെളിയിൽ വരുമ്പോൾ ഇവരെ രണ്ടും ചോദിക്കും, അല്ല ഞങ്ങളും അകത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അതിന്റെ ആവശ്യമില്ല, കാരണം ഇത് 2 സ്കൂൾ കുട്ടികളുടെ പ്രശ്നമാണ്, അച്ഛന്മാരായിട്ടുള്ള ഞങ്ങൾ തന്നെ അത് പറഞ്ഞു തീർത്തേക്കാം. അങ്ങനെ ഹീറോ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഈ ജോണിന്റെ ആളുകൾ ഹീറോ ഇടിക്കാനായിട്ട് വരും. അതിലൊരു പെണ്ണുണ്ട്, അവള് പെണ്ണാണെന്ന് പോലും നോക്കത്തില്ല, എല്ലാത്തിനും ഇടിച്ച് താഴേക്ക് ഇടുന്നതും. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജോൺ ഉണ്ടല്ലോ അവൻ മുകളിൽ നിന്ന് കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് തന്നെ അവന് മനസ്സിലായി ഹീറോ എന്തായാലും സാധാരണ ഒരു ബാങ്ക് മാനേജർ അല്ല, അവൻ അതുപോലെ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനല്ലാന്ന്. അങ്ങനെ ഹീറോ വെളിയിലുള്ള എല്ലാവരെയും അടിച്ചു കളഞ്ഞ് അകത്തേക്ക് കയറി വരുന്നത്. ഇപ്പോൾ ജോൺ അവിടെ ഇരുന്നിട്ട് ഹീറോയെ കാണുമ്പോൾ, നമ്മൾ രണ്ടുപേരും ഒരു തവണ സ്കൂളിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്, അന്ന് നീ നിന്റെ മകൾക്ക് വേണ്ടി എന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് എന്നോട് ക്ഷമയെല്ലാം ചോദിച്ചു, പക്ഷെ ഇപ്പോൾ എന്റെ ആളുകളെല്ലാം അടിച്ചു പറത്തി ഇതേപോലെ അകത്ത് വരുമ്പോൾ നീ ഒരു സാധാരണ ആളല്ല എന്നെനിക്ക് മനസ്സിലായി. ഒന്നുകിൽ ആർമിയിലെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടീമിലുണ്ടായിരുന്ന ഒരാൾ, ഇല്ലാതെ ഇതുപോലെയൊന്നും ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല, അത് നിന്റെ ഫൈറ്റിംഗ് സ്കില്ല് വെച്ചിട്ട് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നതും ഹീറോ ഇപ്പോൾ തിരിച്ചു പറയും, നീ എന്റെ മകളെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു, അവളെ കൊല്ലാനായിട്ട് ശ്രമിച്ചു, നീ ഒരു പെൺകുട്ടിയുടെ അച്ഛനല്ലേ, നിന്നെ കൊണ്ട് ഇതുപോലെ മോശമായിട്ട് പെരുമാറാനായിട്ട് എങ്ങനെയാ കഴിയുന്നതെന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയും, നീ നിന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, എന്റെ മകൾ ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യുന്നു. ഒരു വിധത്തിലെ നമ്മൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. ശരി, ഇനി ഞാൻ നിനക്കൊരു ഓഫർ തരാം, നിന്നെപ്പോലെ ഒരുത്തൻ എന്നോടൊപ്പം ഉണ്ടെങ്കിലേ അത് നമുക്ക് രണ്ടുപേർക്കും നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാൻ നിന്റെ മകളെ നിന്നെയും വെറുതെ വിടാം, എന്നിട്ട് നീ എന്നോടൊപ്പം ജോലി ചെയ്യ്, നിനക്ക് മാസത്തിലെ ലക്ഷക്കണക്കിന് രൂപ തരാം, നിന്റെ മകളുടെ പഠിത്തം ഫ്യൂച്ചർ അതെല്ലാം അതിലൂടെ തന്നെ നിനക്ക് നോക്കാൻ കഴിയും, നിന്നെ നിന്റെ മകളെയും പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. ഒരുപക്ഷെ നീ എൻ്റെ ഈ ഒരു ഓഫർ നിരസിക്കുവാണെങ്കിലേ അത് നിനക്ക് തന്നെയായിരിക്കും പ്രശ്നം, ഞാൻ ഒരൊറ്റ കോൾ ചെയ്താൽ മതി, ഇതിനുശേഷം നിനക്ക് നിന്റെ മകളെ കാണാൻ പോലും കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും നേരം ഹീറോ ഇതെല്ലാം കേട്ട് ക്ഷമിച്ചു. അപ്പോൾ ഹീറോ പറയും, ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റെന്താണെന്നറിയോ, ഇത്രയും നേരം നിന്നെ സംസാരിക്കാനായിട്ട് അനുവദിച്ചത്, അതിന് സമ്മതിക്കരുതായിരുന്നെന്നും പറഞ്ഞ് ജോണിന്റെ വയറിലേക്ക് ഒരു ഒറ്റപ്പിടി. അവൻ എന്ത് ചെയ്തിട്ട് ഹീറോ പിടിവിടുന്നില്ല, ഹീറോ ഇടിക്കുന്നുണ്ട്, മുഖത്തിരിക്കുന്നുണ്ട്.
ഹീറോ പിടിവിടോ ഒരിക്കലുമില്ല. ഇപ്പോ തിരിച്ച് കൈമടക്കിയ ഒരു ഒറ്റ ഇടി ജോൺ അങ്ങനെ തെറിച്ച് ദൂരേക്ക് വന്ന് വീഴുന്നതും ഇടി കൊണ്ട് എഴുന്നേറ്റിട്ട് ഒരു ബോട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ ഹീറോ ഇടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഹീറോ ഒഴിഞ്ഞു മാറി. സത്യം പറയാലോ, ഈ ജോണിനെ എടുത്തിട്ട് ഇടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവന് 2 കൊള്ളേണ്ട ആവശ്യമുണ്ടെന്ന്. അതുപോലെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ജോണിന് നല്ല രീതിയിൽ ഹീറോയുടെ കയ്യിൽ നിന്ന് കിട്ടും. അതിനിടയിൽ ഒരു വാള് കൊണ്ടുവന്ന് നമ്മുടെ ഹീറോയെ വെട്ടാനായിട്ട് വരുന്നതും അതും പിടിച്ചു വെച്ചിട്ട് ഇടിക്കും. കാല് ചവിട്ടി ഓടിക്കും, മുതുകിടിച്ചോടിക്കും. ഇടിയെല്ലാം കൊണ്ട് അവസാനം ജോൺ ഇപ്പോൾ പേടിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. ഇങ്ങനെ ജോൺ ഇടി കൊണ്ട് പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് വീഴുന്നതും ഇത് കാറിലിരിക്കുന്ന അവർ രണ്ടുപേരും കണ്ടിട്ട് നമ്മുടെ ജിൻ പറയുന്നുണ്ട്, അല്ല ഈ സംസാരം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും എന്നും പറഞ്ഞ് അങ്ങനെ കാറിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഹാൻസും ആണെങ്കിലോ ജോണിന്റെ അവസ്ഥ കണ്ട് വളരെ വിഷമിക്കുകയാണ്. ഇപ്പോൾ ജോൺ ആണെങ്കിലോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടി ഓടി അവസാനം ആ ഒരു പടിക്കെട്ട് വഴി ഉരുണ്ടുരുണ്ട് നേരെ താഴേക്ക് വീണിട്ട് അവിടെ നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് ഒരു കല്ലിനടുത്തേക്ക് ഒന്ന് കിടക്കും. ഹീറോ അടുത്തേക്ക് ഒന്ന് കൈ മടക്കി ഇടിച്ച് കൊല്ലാനായിട്ട് വരുന്നതും പെട്ടെന്ന് കാറിനകത്തുനിന്ന് ഒരു വിളി, അച്ഛാന്ന് പറഞ്ഞിട്ട് അത് വേറെ ആരുമല്ല മിന്നാണ്. ഇപ്പോ ഹീറോ അവനെ ഒന്നും ചെയ്യത്തില്ല. അപ്പോഴാണ് മിൻ വെളിയിൽ വന്നിട്ട് അച്ഛാ വേണ്ട അയാളൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ ഹീറോ ഇപ്പോൾ ജോണിനോട് പറയും, ശരി എന്റെ മാളോട് നീ ക്ഷമ ചോദിക്ക്, അങ്ങനെയാണെങ്കിലേ നിന്നെ ഞാൻ ജീവനോടെ വെറുതെ വിടാന്ന് പറയുന്നത് ജോൺ പെട്ടെന്ന് നമ്മുടെ മിന്നിന്റെ അടുത്തേക്ക് വന്നിട്ട് സോറി മോളെ എന്നും പറഞ്ഞ് അവളോട് ക്ഷമ ചോദിക്കും. അപ്പൊ ഇതേ സീൻ നമ്മൾ നോക്കണം. ഇതിനു മുന്നേ സ്കൂളിൽ വെച്ച് നമ്മുടെ ഹീറോ ആണ് ജോണിനോട് ക്ഷമ ചോദിച്ചത്. ഇപ്പോൾ നേരെ തിരിച്ച് അതേ കാര്യം തന്നെ സംഭവിക്കുന്നു. ഇപ്പോൾ മിൻ പറയും, നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അതേപോലെ തന്നെ നിങ്ങളുടെ മകൾ ചെയ്ത ആ ഒരു തെറ്റിന് അവളോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്നത് ജോണിന് വല്ലാണ്ടായിപ്പോയി. അങ്ങനെ ഇവരെല്ലാവരും അവിടെ നിന്ന് ആ ഒരു കാറിൽ പോകുന്നതും ഇപ്പൊ ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൽ കാണിക്കുമ്പോൾ നമ്മുടെ ജിൻ അവിടെ വെച്ചിട്ട് പോയ ആ ഒരു ബോംബിനെ പേടിച്ച് എല്ലാവരും ഒരു 4-5 മണിക്കൂറായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ബോംബ് പൊട്ടോ ഇല്ലയോ എന്നൊന്നും അറിയാതെ എല്ലാവരും അവിടെ തന്നെ പേടിച്ച് നിൽക്കുന്നത്. പെട്ടെന്ന് ആ ഒരു ബോംബിലെ ടൈമർ അത് സ്റ്റോപ്പ് ആവുന്നതും എല്ലാവരും പേടിച്ച് താഴെ കിടക്കും. പക്ഷെ ആ ഒരു ബോംബ് പൊട്ടുന്നില്ല. അത് നമ്മുടെ ജിൻ ഒരു ഫേക്ക് ആയിട്ടുള്ള ബോംബായിരുന്നു. ഇതും കൂടിയാവുന്നത് ആ ഒരു സ്പെഷ്യൽ ഏജന്റിന് ഭയങ്കര ദേഷ്യം വന്നു. എടാ ജിൻ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയുന്നത്. ഇവിടെ ഹീറോയുടെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്ക് ആ വീടിന് വെളിയിൽ സൗത്ത് കൊറിയയിലെ പ്രധാന ഓഫീസർമാരും ആ ഒരു മേജർ, നമ്മുടെ സാങ്, ആ ഒരു ടൈലർ, ഇവരെല്ലാവരും വെളിയിൽ നിൽപ്പുണ്ട്. ഇപ്പൊ ടൈലർ പറയുന്നുണ്ട് ഇതായിരിക്കും കിം തന്റെ മകളെ കാണുന്ന അവസാന ദിവസം, ഇനി എന്തായാലും അവളെ കാണാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ വീടിനകത്ത് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ മിന്നിന് വേണ്ടിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരമെല്ലാം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ ഒരു ഫുഡെല്ലാം ഉണ്ടാക്കി നമ്മുടെ മിന്നിന്റെ മുന്നിൽ വെച്ചിട്ട്, മോളെ അച്ഛന് സമയമില്ല, നീ പെട്ടെന്ന് കഴിക്കുന്നു പറയുമ്പോൾ മിൻ ചോദിക്കും, അല്ലച്ചാ അച്ഛൻ എന്തിനാ അവരുടെ മുന്നിൽ സറണ്ടർ ആവുന്നേ, അച്ഛനെ കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയത്തില്ലേ, അതുപോലെ ചെയ്യാൻ പറയുമ്പോൾ ഹീറോ പറയില്ല മോളെ, സത്യത്തിൽ ഞാനൊരു നോർത്ത് കൊറിയക്കാരനാണ്, ഒരു നല്ല ജീവിതമായിരുന്നില്ല കുട്ടിക്കാലം മുതൽ എനിക്കുണ്ടായിരുന്നത്, ഇതുപോലെ ഒരു കുടുംബം കിട്ടുമെന്നോ നല്ലൊരു മകളെ കിട്ടുമെന്നോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെയുള്ള സമയത്താണ് ഞാൻ നിന്റെ അമ്മയെ കാണുന്നത്. നിന്റെ അമ്മയെ കണ്ടതിന് ശേഷം എന്റെ ജീവിതം തന്നെ മാറി. അതിനുശേഷമാണ് എനിക്ക് നിന്നെ കിട്ടിയത്. നിന്റെ അമ്മ പറഞ്ഞതുപോലെ നിന്നെ കിട്ടിയതിനു ശേഷം ഒരു ആപത്തായിട്ടുള്ള ജോലിക്ക് ഒരിക്കലും ഞാൻ പോയിട്ടില്ല. അപ്പോൾ മിൻ ചോദിക്കും, അമ്മ എങ്ങനെയായിരുന്നു? നല്ല സുന്ദരിയാണ്, വളരെ ശാന്തമായിട്ടുള്ള ഒരാള്. ഇപ്പോൾ മോള് പറഞ്ഞതുപോലെ ഞാൻ രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്റെ ശത്രുക്കളും എതിർ രാജ്യത്തുള്ളവരും കാരണം നിനക്കായിരിക്കും പ്രശ്നം. അതുകൊണ്ട് നീ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പിടികൊടുക്കുന്നത്. ഇതിനുശേഷം എനിക്ക് ഒരിക്കലും നിന്നെ കാണാൻ കഴിയത്തില്ല എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ മിൻ പറയും, ഇല്ലച്ച അച്ഛൻ എന്തായാലും എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും. കാരണം എനിക്ക് വേണ്ടി അച്ഛൻ എന്തായാലും തിരിച്ചു വരണം. എന്നെ തട്ടിക്കൊണ്ട് പോകുമ്പോഴും ഞാൻ ജീവനോടെ ഉള്ളപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു, അച്ഛനെ കാണണം. കാരണം എനിക്ക് അച്ഛനല്ലാതെ വേറെ ആരുമില്ല. അതുമല്ലാതെ ഞാനില്ലാതെ അച്ഛൻ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നെല്ലാം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ എന്തായാലും എനിക്ക് വേണ്ടി തിരിച്ചു വരണമെന്നും പറഞ്ഞ് ഇപ്പോൾ രണ്ടുപേരും അവരെ പറ്റി പറഞ്ഞിട്ട് ഫീൽ ചെയ്ത് അവസാനം നമ്മുടെ ഹീറോ വാങ്ങിയ ആ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്, അതെല്ലാം നമ്മുടെ മിന്നിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിന്നാണെങ്കിൽ തിരിച്ച് അവളുടെ ഫോട്ടോ എടുത്ത് ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതെപ്പോഴും അച്ഛൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവണമെന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഹീറോ വിഷമിച്ചുകൊണ്ട് തന്നെ നേരെ വെളിയിലേക്ക് വരുന്നു. അപ്പോൾ വെളിയിലേക്ക് വരുമ്പോഴത്തേക്ക് അവന്റെ കയ്യിൽ വിലങ്ങിടാനായിട്ട് വരുമ്പോൾ ആ മേജർ പറയും, ഇല്ല അതിന്റെ ആവശ്യമില്ല, അതിട്ടാലും അവന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ട് പോയിക്കോളും എന്ന് പറഞ്ഞിപ്പോൾ ഹീറോയെ ആ ഒരു വണ്ടിയിലേക്ക് കയറ്റാൻ വരുമ്പോൾ ഹീറോ അവസാനമായിട്ട് സാങ്ങിനെയും ആ ടൈലറിനെയും നോക്കുന്നുണ്ട്. കൂടാതെ അവൻ ഇത്രയും കാലം ജീവിച്ച ആ ഒരു വീടും. അപ്പോഴേക്കാണ് നമ്മുടെ സ്പെഷ്യൽ ഏജന്റിന്റെ ഭയങ്കര ദേഷ്യം. ഇവനെ മാത്രമല്ല ജിന്നിനെ ഹാൻസുനെയും ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ കാറിൽ ഉറങ്ങിയിരിക്കുന്ന രണ്ടുപേരെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ഇപ്പൊ ആ ഒരു വണ്ടിയിലേക്ക് കയറ്റാൻ കൊണ്ടുവരുമ്പോൾ ജിന്നാണെങ്കിൽ അവന്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയല്ലോ, അതിന്റെ ലിസ്റ്റ് എല്ലാം ഈ ഏജന്റിന്റെ കയ്യിൽ കൊടുക്കും. അതേപോലെ തന്നെ നമ്മുടെ ഹാൻസു ആണെങ്കിലോ ബൈക്ക് വാങ്ങിയിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ പൈസയ്ക്കാണ് വാങ്ങിയത്, പോയി എടുത്തോളാൻ പറയും. അങ്ങനെ 3 പേരെയും അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും ഇപ്പോൾ നമ്മുടെ മിന്നിനെ കാണിക്കുമ്പോഴത്തേക്കും മിൻ ആ വീടിനകത്ത് നിന്ന് അവളുടെ അച്ഛനുമായിട്ട് എടുത്ത ആ ഒരു ഫോട്ടോസ് ഉണ്ടല്ലോ, ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, അതെല്ലാം അങ്ങനെ നോക്കുകയാണ്. അതുമല്ല പോകുന്നതിന് മുന്നേ നമ്മുടെ ഹീറോ കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് അതും എടുത്ത് നോക്കിയിട്ട് അതിലൊരു ലെറ്ററും ഉണ്ട്, എൻ്റെ മകൾക്ക് വേണ്ടി ഒരു അച്ഛൻ തരുന്ന ഗിഫ്റ്റ്, നല്ല വിലയുണ്ട്, അതുകൊണ്ട് നല്ലതുപോലെ ഇത് സൂക്ഷിക്കണം. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് നമ്മുടെ മീൻ നല്ലതുപോലെ കരയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജോൺ ഉണ്ടല്ലോ അവനെയാണ് കാണിക്കുന്നത്.
ഇപ്പോൾ ഒരു വക്കീലിനെ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അവളെ രക്ഷപ്പെടുത്തിയെങ്കിലും അവളുടെ മേളിൽ ആ ഒരു കേസ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്റെ മകൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കരുത് എന്നും പറഞ്ഞിട്ട് അതിനുവേണ്ടി ഒരു വക്കീലിനെ കാണാൻ വേണ്ടിയിട്ടാണ് ജോൺ ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോഴേക്കും ആ ഒരു വക്കീൽ പറയും, നിങ്ങളുടെ മകളെ രക്ഷിക്കാനുള്ളത് എന്റെ ചുമതലയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഒരു കേസ് കഴിയുന്നത് വരെ നിങ്ങളുടെ മകൾ ഒരിക്കലും സൗത്ത് കൊറിയയിൽ ഉണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ജോൺ നേരെ പോകുന്നത് അവിടെയുള്ള ഒരു മന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അയാൾക്ക് പണമെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മന്ത്രി പറയും, പേടിക്കണ്ട, പോലീസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നതും ഇപ്പോ യൂറിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഇനി ഹീറോയെ വീണ്ടും കൊല്ലാനായിട്ട് ആളെ വിടാൻ വേണ്ടിയിട്ടാണോ ഈ പണം കൊടുക്കുന്നതെന്ന് അറിയത്തില്ല. ഇപ്പൊ ഇതേ സമയം നമ്മുടെ കുട്ടി വില്ലനെ കാണിക്കുന്നുണ്ട്. അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. ഇപ്പൊ അവനാണെങ്കിലോ അവന്റെ സ്വർണ്ണപ്പല്ല് വീണ്ടും എടുത്ത് വെച്ചിട്ട് നമ്മുടെ ജോൺ ഉണ്ടല്ലോ, ചെയർമാൻ ജോൺ, അവനോട് ആ ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം മറ്റൊരിടത്ത് സിയാങ്ങിനെ കാണിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, സിയാങ് നമ്മുടെ ഹീറോയായിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതിൽ അവന് പരിക്ക് പറ്റിയിട്ട് ഇപ്പോൾ സൗത്ത് കൊറിയയിലെ തന്നെ വേറെ ഏതോ ഒരു സ്ഥലത്ത് സീക്രട്ട് ആയിട്ട് ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇതേ സമയം ഇവിടെ സൗത്ത് കൊറിയയിലെ ആ ഒരു ജനറൽ, അതേപോലെ തന്നെ സ്പെഷ്യൽ ഏജന്റ്, മറ്റു ചില ഓഫീസർമാർ ഇവരെല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയെ എത്ര നാളെന്നും പറഞ്ഞിട്ടാണ് ഇവരുടെ കയ്യിൽ തന്നെ വെച്ചേക്കുന്നത്. നോർത്ത് കൊറിയക്കാരാണെങ്കിൽ ഹീറോയെ ചോദിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ തന്നെ വെച്ചേക്കണോ അതോ അവരുടെ കയ്യിൽ കൊടുക്കണോ എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും ഒരു കണ്ണാടി റൂമിനകത്താണ് ഹീറോയെ വെച്ചേക്കുന്നത്. അതിനകത്തേക്ക് അതുമല്ല ഹീറോയുടെ കണ്ണും കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതിനകത്തേക്ക് കോട്ടി സ്യൂട്ടെല്ലാം ഒന്ന് രണ്ടു പേര് കയറി വരുന്നു. ഇപ്പൊ അവരാണെങ്കിലോ ബോക്സിൽ നിന്നും എന്തോ ഒരു സൂചി, മരുന്ന്, ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് ഒന്ന് അവനെ കുത്തി വെക്കുന്നുണ്ട്. ഹീറോ ഇതെല്ലാം ആ തുണിയിലെ ചെറിയ വെളിച്ചത്തിലൂടെ കാണുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയുടെ ബോധം പോകുന്നു. ഇപ്പോൾ ഹീറോയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുപോലും അറിയത്തില്ല. ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്ക് ഹീറോ കണ്ണു തുറക്കുന്നതും നിന്റെ വീട്ടിലേക്ക് നിന്നെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ നോർത്ത് കൊറിയൻ പ്രസിഡന്റുമാരുണ്ടല്ലോ, അവരുടെ രണ്ടുപേരുടെ ഫോട്ടോ വെച്ചേക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ഇപ്പോൾ ഉള്ളത് നോർത്ത് കൊറിയയിലാണ്. ഹീറോയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്. കാരണം യുവമാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഹീറോയെ അവന്മാര് കൊല ചെയ്യുമെന്നുള്ള കാര്യം ഹീറോയ്ക്ക് അറിയാം. അങ്ങനെ ഇതെല്ലാം കണ്ട് ഹീറോ പേടിച്ച് കണ്ണു തുറക്കുമ്പോൾ ഇപ്പോൾ ഹീറോയുടെ മുന്നിലായിട്ട് തന്നെ അവനെ ടോർച്ചർ ചെയ്യാനായിട്ട് അവിടെ ഒരു ഓഫീസറുണ്ട്. ഇപ്പോൾ അവന്മാര് ഹീറോയെ ചെയ്യാത്തൊരു കാര്യവുമില്ല. കാരണം കറണ്ട് ഷോക്ക് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ തീ വെച്ചിട്ട് ദേഹം പൊള്ളിക്കുന്നുണ്ട്, ചൂടുവെള്ളം മുഖത്തൊഴിക്കുന്നുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും ഹീറോയെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താണ് ചോദിക്കുന്നത്, നീ നോർത്ത് കൊറിയയിലേക്ക് സൗത്ത് കൊറിയ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നോർത്ത് കൊറിയയിൽ വന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ഇതിനെല്ലാം കാരണക്കാരാരാണ്, നിന്റെ പിറകിലെ നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് ആരാണ്, ആ ഒരൊറ്റ വിവരം മാത്രം നീ പറഞ്ഞാൽ മതി, നിന്നെ ഞാൻ ജീവനോടെ വെറുതെ വിടാം, നിനക്ക് ഈ ഒരു നാട്ടിലൊരു സിറ്റിസൺ ആയിട്ട് ജീവിക്കാനും കഴിയും എന്ന് പറയുന്നതും ഇത്രയും കേട്ടിട്ടും നമ്മുടെ ഹീറോ ഇത്രയൊക്കെ വേദന സഹിച്ചിട്ടും സഹിക്കാനൊന്നുമില്ല. ഹീറോ കുട്ടിക്കാലം മുതൽ തന്നെ ആ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തതുകൊണ്ട് ഇപ്പോൾ വലുതായിട്ടൊന്നും അനുഭവിക്കാനില്ല. അതുകൊണ്ട് ഹീറോ ഒരു അക്ഷരം പോലും പറയത്തില്ല. അപ്പോഴും ആ ഒരു സോൾജർ അടുത്ത ദിവസം വന്നിട്ട് നീ ഇപ്പൊ ഇത് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നിനക്ക് മാത്രമല്ല നിന്റെ മകൾക്കും അത് ഭയങ്കര അപകടമായിരിക്കും, അവളെ ഈ സൗത്ത് കൊറിയയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് നിനക്ക് തരുന്ന അതേ രീതിയിലുള്ള ടോർച്ചറുകൾ അവൾക്ക് ഞങ്ങൾ കൊടുക്കുന്നില്ല പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അപ്പൊ ഈ ഒരു കാര്യം കേൾക്കുന്നത് ഹീറോയ്ക്ക് എന്തായാലും ഇനി സഹിച്ചു നിൽക്കാൻ കഴിയത്തില്ല. തന്റെ മകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ദിവസം അയാൾ വീണ്ടും വന്ന് ഇത്രയൊക്കെ ചെയ്തിട്ട് നീ വാ തുറക്കത്തില്ല അല്ലേ എന്ന് പറഞ്ഞ് ഇപ്പൊ കറണ്ട് ഷോക്ക് കൊടുക്കാനായിട്ട് വരികയാണ്. അങ്ങനെ അത് കൊടുക്കാനായിട്ട് അടുത്തേക്ക് വരുന്നത് ഹീറോ അത് പിടിച്ച് തന്റെ ദേഹത്തേക്ക് വെച്ചു കൊടുക്കും. അപ്പോൾ എന്താണ്, ഹീറോയെ ടോർച്ചർ ചെയ്യുന്ന ആ ഒരു സോൾജറിനും അതേപോലെ തന്നെ കറണ്ട് ഷോക്ക് അടിക്കുന്നു. എന്നിട്ട് അയാൾ താഴെ വീഴുമ്പോൾ പെട്ടെന്ന് അയാളുടെ കഴുത്ത് കടിച്ചിട്ട് അങ്ങനെ തന്നെ അയാളെ ചവിട്ടിക്കളയുന്നതും അയാൾ താഴെ വന്ന് വീണ് അയാളുടെ ബോധം പോകുന്നു. ഇപ്പോൾ ഹീറോ പെട്ടെന്ന് തന്റെ കയ്യിൽ ആ ഒരു കെട്ടല്ലേ എങ്ങനെയെങ്കിലും അഴിക്കുകയാണ്. കാരണം തന്റെ മാൾക്ക് വേണ്ടി എന്തും നമ്മുടെ ഹീറോ ചെയ്യുന്ന അറിയാലോ. അതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു മുറിയും തുറന്ന് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. സത്യത്തിൽ ഹീറോ ഇത്രയും നാളുണ്ടായിരുന്നത് നോർത്ത് കൊറിയയിലെന്നാണ് അവൻ വിശ്വസിച്ചത്. പക്ഷെ ഇപ്പോൾ അവിടെ ആ ഒരു മേജർ, സ്പെഷ്യൽ ഏജന്റ്, ഇവര് രണ്ടുപേരും ഇരിക്കുന്നു. കാരണം നമ്മുടെ ഹീറോ ഇപ്പോഴും ഉള്ളത് സൗത്ത് കൊറിയയിൽ തന്നെയാണ്. ഇപ്പോൾ ഹീറോയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ആ ഒരു നോർത്ത് കൊറിയൻ പ്രസിഡന്റുമാരുടെ ഫോട്ടോയും വെച്ചിട്ട് ഇതുപോലെ ഹീറോയെ ടോർച്ചർ ചെയ്തത്. ഇപ്പൊ ഇതെല്ലാം ചെയ്യാനുള്ള കാരണം എന്താണെന്നല്ലേ, കിം, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, പക്ഷേ ദേ ഈ സ്പെഷ്യൽ ഏജന്റ് അയാൾക്കൊരിക്കലും നിന്നെ വിശ്വാസമില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കാര്യം ചെയ്തത്. നിന്നെ എത്ര ടോർച്ചർ ചെയ്താലും നീ ഒരിക്കലും സൗത്ത് കൊറിയയെ പറ്റി ഒന്നും പറയത്തില്ല എന്ന് എനിക്കറിയാം. ഇപ്പൊ വേറെ ഒന്നുമല്ല, അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നിനക്ക് ഞാനൊരു പുതിയ മിഷൻ തരാൻ പോവാണ്. ആ ഒരു കാര്യം നീ നല്ലതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ മകളുടെ അടുത്തേക്ക് തിരിച്ചു പോവാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും പുതിയൊരു ഐഡന്റിറ്റി ഞാൻ ഇവിടെ തരും. അതിലൂടെ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയും. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല എന്റെ മകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സ്പെഷ്യൽ ഏജന്റ് പറയും, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നീ ഒരു നോർത്ത് കൊറിയൻ ആയിരിക്കാം, പക്ഷെ നിന്റെ മകള് ഒരു സൗത്ത് കൊറിയനാണ്. അതുകൊണ്ട് അവളെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കാണ്. എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ജോലി നിന്നെ തന്നെ ഏൽപ്പിക്കാനായിട്ട് മേജർ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഹീറോ ആ ഒരു ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ നോർത്ത് കൊറിയയിലുള്ള ഒരു വലിയ അധികാരി, അയാൾ അവിടെയുള്ള ഒരു എന്തോ ഒരു പ്രശ്നം കാരണം സൗത്ത് കൊറിയയിലേക്ക് വന്നു. അയാൾ സഹായം ചോദിച്ചത് നമ്മളോടാണ്. അതുകൊണ്ട് അയാളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അയാൾ ഇപ്പോൾ ചൈന കടൽ വഴി സൗത്ത് കൊറിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അയാളെ കൂട്ടിക്കൊണ്ടുവരുന്നതും
അയാളെ ഒരു കുഴപ്പമില്ലാതെ സംരക്ഷിക്കേണ്ടത് നിന്റെ ചുമതലയാണ്. പിന്നെ ഒരു കാര്യം കൂടി നീ മനസ്സിൽ വെച്ചു, ആ ഒരു അധികാരിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാലോ അത് കാരണവും നിനക്ക് തന്നെയായിരിക്കും പ്രശ്നം. പിന്നെ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാലും ഇതിന് കാരണക്കാരെ ഞങ്ങളാണെന്ന് ഒരിക്കലും പറയരുത്. അതുപോലെ ഈ മിഷൻ തുടങ്ങുമ്പോൾ ഞങ്ങളും നീയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവത്തില്ല. ഇതിനെല്ലാം നീ സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും തന്റെ മകൾക്ക് വേണ്ടി, മിന്നിന് വേണ്ടി ഹീറോ എന്തായാലും ഇത് ചെയ്യാനായിട്ട് തയ്യാറാവാണ്. കാരണം ഈ മിഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ ഹീറോയ്ക്ക് മിന്നുമായിട്ട് നല്ല സമാധാനമായിട്ടുള്ള ജീവിതം ജീവിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഹീറോ പറയും, എനിക്ക് മറ്റൊരു റിക്വസ്റ്റും കൂടിയുണ്ട്. എന്നോടൊപ്പം പിടിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ 2 സുഹൃത്തുക്കളല്ലേ, അവരെ രണ്ടുപേരെയും വെറുതെ വിടണമെന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ അവരെയും വെറുതെ വിടാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ജിന്നിനെ കാണിക്കുമ്പോഴത്തേക്കും അവനെ ഒരു സെല്ലില് ഒരു മൃഗത്തെ അടച്ചു വെച്ചിരിക്കുന്ന പോലെ അടച്ചു വെച്ചേക്കാണ്, കയ്യിൽ ചങ്ങലയെല്ലാം ഇട്ടിട്ട്. കാരണം വേറെ ഒന്നല്ല, ജിന്ന് അത്രയും ബലശാലിയാണെന്ന് അവർക്കറിയാം. അതേപോലെ തന്നെ നമ്മുടെ ഹാൻസു അവനെയും ഇതുപോലെ ഒരു സെല്ലിൽ അടച്ചു വെച്ചേക്കാണ്. ഇവരെ രണ്ടുപേരെയും ഇപ്പോൾ മാസങ്ങളായിട്ട് സെല്ലിൽ അടച്ചു വെച്ചേക്കാണല്ലോ. അതുകൊണ്ട് തന്നെ താടി മീശയെല്ലാം വളർന്നിട്ട് വേറൊരു രൂപമായി. ഇപ്പോൾ എന്താണ്, ഇവരെ രണ്ടുപേരെയും വെളിയിലേക്ക് വിടാൻ വേണ്ടിയിട്ട് രണ്ടുപേരുടെ അടുത്തേക്കും അവർക്ക് ചെല്ലാനായിട്ട് നല്ല പേടി. കാരണം രണ്ടുപേരും എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്നും ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാലോ. ഇപ്പോൾ നമ്മുടെ ജിന്നിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ജിൻ പറയുന്നത്, എടാ ഞാൻ എന്താ മൃഗമാണോ എന്നെ ഇതുപോലെ കെട്ടിയിടാനായിട്ട്? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതുപോലെ കേൾക്കില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ലാന്നും പറഞ്ഞ് ഇപ്പോൾ ജിന്നിനെ മയക്കുവെടി വെച്ചിട്ട് അവനെ വെളിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹാൻസ് ഉണ്ടല്ലോ, അവൻ്റെ അടുത്തും വന്നിട്ട് ഇതുപോലെ അവനെ മയക്കുവെടി വെക്കാൻ വേണ്ടി ഒരു 10-20 മയക്കുവെടി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഹാൻസു നല്ലതുപോലെ കരാട്ടെ എല്ലാം ചെയ്യുന്നതുകൊണ്ട് അവൻ ഒഴിഞ്ഞു മാറി ഒന്നുപോലും കൊണ്ടിട്ടില്ല. ഹാൻസ് ചോദിക്കുന്നത് എന്താണ്, എന്നെ ഇതുപോലെ അടച്ചിടാൻ ഞാൻ എന്താ മൃഗമാണോ? ഞാനും ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് സാധാരണ രീതിയിൽ കൊണ്ടുപോയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും ഇവരത് കേൾക്കത്തില്ല. അങ്ങനെ ഹാൻസുവിനെ പല തവണ ഇവർ ഷൂട്ട് ചെയ്തിട്ട് ആ മയക്കുവെടി വെക്കാൻ ശ്രമിക്കുമ്പോൾ ഹാൻസു അതിൽ നിന്ന് നല്ല ഒഴിഞ്ഞു മാറി അവസാനം കൂടെ നിൽക്കുന്ന സാങ് ഉണ്ടല്ലോ, അവൾ ആ ഒരു സൂചി എടുത്ത് എറിഞ്ഞു കൊടുക്കും. അപ്പോഴാണ് ഹാൻസു പറയുന്നത്, ഹേയ് ഇത് കള്ളക്കളിയാണ്, കൈകൊണ്ട് എറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹാൻസു മയങ്ങി വീഴുന്നതും ഇവിടെ നമ്മുടെ ജിന്നിനെ അത് 4-5 തവണ വെടിവെച്ചിട്ടാണ് അവന്റെ ബോധം പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരെയും ഈ പാളൊന്നുമില്ലാത്ത ഏതോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഇറക്കി വിടുകയാണ്. ഇറക്കി വിടുകയെന്ന് വെച്ചാൽ അവരുടെ ബോധം തെളിയുന്നത് വരെ അവിടെ ഇട്ടേക്കും. കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടുപേരുടെയും ബോധം തെളിഞ്ഞ് ഇപ്പോൾ ഹാൻസു അവിടെ കീ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അത് വെച്ച് വിലങ്ങ് കഴിച്ചിട്ട് നമ്മുടെ ജിന്നിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ജിൻ ഇതുവരെ എഴുന്നേറ്റില്ല. ഓ, ഇവൻ ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കീ കുറച്ച് ദൂരെയായിട്ട് മാറ്റിയിട്ട് ഓക്കെ പതിയെ വന്നോന്ന് പറഞ്ഞിട്ട് ഹാൻസു അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ ഹാൻസു നേരെ പോകുന്നത് ടൗണിലേക്കുള്ളൊരു ഭാഗത്തേക്കാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഒരു ചെറിയ കട അവിടെ കാണുന്നത്. അപ്പോൾ ഹാൻസു നേരെ അകത്തേക്ക് വന്നിട്ട് അവിടെ ഒരു മുത്തശ്ശിയാണ് കട നടത്തുന്നത്. മുത്തശ്ശി ഇതേതാ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ ഇതെന്റെ ഷോപ്പ്, അതെനിക്കും അറിയാം. അതല്ല, നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ഹേനാം എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹാൻസു പെട്ടെന്ന് ഷോക്കാവും. ഹേനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് കൊറിയയിലെ ഏറ്റവും അവസാനത്തെ സ്ഥലമാണ്. അങ്ങനെ ഹാൻസു വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നല്ല ദേഷ്യമുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ഏജന്റിന്റെ പേര് വിളിച്ചിട്ട്, എടാ നിന്നെ ഒരിക്കലും ഞങ്ങൾ വെറുതെ വിടത്തില്ല, കാരണം അടുത്തെവിടെയെങ്കിലും ഇറക്കി വിടാനുള്ളത് ഇത്രയും ദൂരം കൊണ്ടുവന്നിട്ട് ഇറക്കി വിട്ടേക്കുന്നു. അങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജിൻ അവിടേക്ക് വരുന്നത്. എടാ എന്നെ അഴിച്ചുവിടാൻ പറഞ്ഞതല്ലേ, ശരി എന്തായാലും ഞാനും നിന്നെ കണ്ടുപിടിച്ച് വന്നല്ലോ, കയ്യിൽ പൈസ ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും കഴിച്ചാൽ എനിക്ക് നല്ലതുപോലെ വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഹാൻസു പറയും എൻ്റെ കയ്യിലും പണമില്ലാന്ന്. ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോവാം, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ ഹാൻസു ചോദിക്കും, അല്ല നമ്മൾ എവിടെയാണെന്നോ അല്ല നിനക്കറിയോ? എന്തോ സിയോൾ സിറ്റിയിലെ വേറെ എവിടെയെങ്കിലും സ്ഥലത്തായിരിക്കും. അല്ല പിന്നെ ഇവിടെ ഹേനാം എന്ന് പറയുന്നതും നമ്മുടെ ജിന്നിനും അത് കേട്ടിട്ട് ഇത്രയും ദൂരെയാണോ ഞാനെന്നും പറഞ്ഞ് നമ്മുടെ ജിന്നും ഭയങ്കരമായിട്ട് കരയുന്നു. കാരണം ഇത്രയും ദൂരെയാണല്ലോ, കയ്യിലൊരൊറ്റ പണവും ഇല്ല, തിരിച്ച് അത്രയും ദൂരം വരണം. ഇതേ സമയം നമ്മുടെ സ്പെഷ്യൽ ഏജന്റിനെ കാണിക്കുമ്പോൾ അവനാണ് ഇവർക്ക് ഇതുപോലുള്ള റിവഞ്ച് കൊടുത്തത്. കാരണം വേറെ ഒന്നുമല്ല, അവന്റെ ക്രെഡിറ്റ് കാർഡ് ഇവർ രണ്ടുപേരും എടുത്തിട്ട് അതിലെ പണം എല്ലാം തീർത്തിരുന്നല്ലോ. അതേപോലെ തന്നെ ഒരു 4-5 മണിക്കൂർ കൈ മുകളിലേക്ക് നിർത്തിയിട്ട് ആ ബോംബിന്റെ മുന്നിൽ നിർത്തി. ഇത് കാരണമാണ് അവരുടെ കയ്യിൽ ഒരൊറ്റ പണം പോലും കൊടുക്കാതെ ഇത്രയും ദൂരം കൊണ്ടുവന്ന് ഇറക്കി വിട്ടത്. എന്നിട്ട് ഇപ്പോൾ സ്പെഷ്യൽ ഏജന്റ് ചിരിക്കുകയും കൂടി ചെയ്യുന്നു. ഇതേ സമയം നമ്മുടെ ചെയർമാൻ ജോൺ ഉണ്ടല്ലോ, അവനെ കാണിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഇത്രയും സംഭവങ്ങൾ നടന്നതിന് ശേഷവും അവൻ ആ ഒരു പ്രതികാരം തീരുന്നില്ല. കാരണം ഇത്രയും വലിയൊരു ഡോൺ അവസാനം അവൻ തന്നെ നമ്മുടെ ഹീറോയുടെ കാലിൽ വീഴുമായിരുന്നല്ലോ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോയോടുള്ള ആ ഒരു പ്രതികാരം തീർക്കണമെന്ന് പറഞ്ഞ് ഇപ്പോഴും അതിനെപ്പറ്റി തന്നെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ ഒരു മെസ്സേജ് വരുന്നത്. ആ ഒരു മിനിസ്റ്റർ ജോണിനെ ഗോൾഫ് കളിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വിളിക്കും. അങ്ങനെ ജോൺ ആണെങ്കിലോ നേരെ ആ ഒരു ഗോൾഫ് കളിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് ഇപ്പം അയാൾ വിളിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, 2 കൊറിയൻ ഗവൺമെന്റിലെ പ്രധാന ഉദ്യോഗസ്ഥരുണ്ടല്ലോ, രാഷ്ട്രീയക്കാരെ, ഇവർ തമ്മിലൊരു ചർച്ച നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള കാര്യം പറയാനാണ് നമ്മുടെ ജോണിനെ ഇപ്പോൾ വിളിച്ചത്. അപ്പോൾ ജോൺ ആണെങ്കിലോ നമ്മുടെ ഹീറോയെ പറ്റി അന്വേഷിക്കാനായിട്ട് ഇയാളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇയാളാണെങ്കിലും അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് അതെ ഞാൻ അന്വേഷിച്ചു, അവർ രണ്ടുപേരും ഇതുവരെയും സൗത്ത് കൊറിയ വിട്ട് പോയിട്ടില്ല, പക്ഷേ അവരെവിടെയാണെന്ന് മാത്രം, നമ്മുടെ നാട്ടിലെവിടെയാണെന്ന് മാത്രം അറിയത്തില്ല എന്നുള്ള വിവരം ജോണിനോട് പറയുന്നത്. ഇതേ സമയം നമ്മുടെ ജിന്നിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവനിപ്പോ അത്രയും ദൂരം കുറേ കിലോമീറ്ററോളം നടന്ന് അവസാനം അവന്റെ വീട്ടിലെത്തി.
വീട് കാണുമ്പോഴത്തേക്കാണ് സന്തോഷം. അയ്യോ അവസരം, ഞാൻ എന്റെ വീട്ടിലെത്തിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വീടിനകത്തേക്ക് കയറി തന്റെ മകളുടെ അടുത്തേക്ക് ഒന്ന് മോളെ അച്ഛൻ വന്നു എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവൾ എഴുന്നിട്ട് ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൾ നേരെ റൂമിനകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ നമ്മുടെ ജിൻ അടുത്ത് തന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇപ്പോൾ ഭാര്യയെ നമ്മുടെ ജിന്നിനെ അടുപ്പിക്കുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, ഇത്രയും ദിവസം ഒരേ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് കുളിക്കാതെയും നനയ്ക്കാതെല്ലാം ഇരിക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് ഭയങ്കര സ്മെല്ല്, പോയി കുളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ ഫ്രഷ് ആവാനായിട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ജിന്നാണെങ്കിൽ താഴെ കിടന്നിട്ട് ഇനിയിപ്പോൾ ഒരടി പോലും എന്നെ കൊണ്ട് നടക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ കിടക്കാണ്. ഇതേ സമയം ചൈനയിലെ ആ ഒരു കടൽ പകുതിയിൽ കാണിക്കുമ്പോൾ നോർത്ത് കൊറിയയിൽ നിന്നും കൊണ്ടുവരുന്ന ആ ഒരു ഓഫീസർ ഉണ്ടല്ലോ, അയാളെ ഒരു ബോട്ടിൽ ഈ കൊറിയൻ കടൽ തീരത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ ആ ഒരു കപ്പലേക്ക് കയറ്റും. എന്നിട്ട് സിയോൾ സിറ്റിയിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഈ ഒരു ഓഫീസറിനെ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാറിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഹീറോ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നതും ആ ആളുകൾ വന്നിട്ട് കാറെല്ലാം കൈമാറി അതേപോലെ തന്നെ നമ്മുടെ ഹീറോയും ആ ഒരു കാറിൽ വന്നിരുന്നു. ഇപ്പോൾ ആ ഒരു അധികാരി ഉണ്ടല്ലോ ഓഫീസർ, അയാളിപ്പോൾ കാറിനകത്തേക്ക് വന്നിരിക്കും. ഇപ്പൊ അയാളുടെ മുഖം ഹീറോ ഇപ്പോഴും കണ്ടിട്ടില്ല. അപ്പോഴാണ് പുറകിൽ നിന്നൊരു ശബ്ദം 66 എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതും അത് വേറെ ആരുമല്ല, ആ ഒരു ഇന്റലിജന്റ് ഓഫീസർ ഉണ്ടല്ലോ, നമ്മുടെ ഹീറോയെല്ലാം ഇതുപോലെ ട്രെയിനിങ് ചെയ്തെടുത്ത ആ ഒരാള്. അയാളായിരുന്നു അത്. അയാളുടെ പേര് ലീ എന്നാണ്. ഇപ്പൊ അയാൾ പറയും നിനക്ക് ഞാൻ 73-ാം നമ്പറിൽ തന്നത്, പക്ഷെ നീ ഇപ്പോൾ 66-ാം നമ്പർ സ്വീകരിച്ചല്ലേ. അപ്പോഴാണ് ഹീറോ സംശയത്തോടെ ചോദിക്കുന്നത് അല്ല നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു ചോദിക്കുമ്പോൾ അയാൾ പറയും സൗത്ത് കൊറിയൻ ഗവൺമെന്റിനോട് സഹായം ചോദിച്ച ആ ഒരു ഓഫീസർ അത് ഞാനാണ്, എന്നെയാണ് നീ സംരക്ഷിക്കേണ്ടതെന്ന് പറയുന്നതും ഹീറോയ്ക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എന്താണ്, ഹീറോയ്ക്ക് തന്റെ ജോലി ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ അയാളെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇയാൾ എത്രത്തോളം ഡേഞ്ചർ ആണെന്ന് നമുക്കറിയാം. ഇനി ഇയാളെ കൂടെ കൊണ്ട് നടക്കണം, അതാണ് ഭയങ്കര പ്രശ്നം. ഇപ്പൊ ഈ ഒരു ഇന്റലിജന്റ് ഓഫീസർ ഉണ്ടല്ലോ ലീ, ഇയാളെ നോർത്ത് കൊറിയ അന്വേഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാലേ ഇയാളാണല്ലോ നമ്മുടെ ഹീറോയെ കൊല്ലാൻ വേണ്ടി സിയാങ്ങിനെ നോർത്ത് കൊറിയയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് പറഞ്ഞു വിട്ടത്. ഇപ്പൊ ഈ ഒരു കാര്യം മറ്റുള്ളവരും അറിഞ്ഞു. അതുകൊണ്ട് അവരുടെ അനുമതി ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയും? അപ്പോൾ ലീ പറയും അവൻ നമ്മുടെ നാടിന് ആപത്തായിട്ടുള്ള ഒരുത്തനാണ്, രാജ്യദ്രോഹി. അതുകൊണ്ടാണ് അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ ആളയച്ചത്. എനിക്ക് എന്റെ നാടിന്റെ കാര്യത്തിനോട് നല്ല പേടിയുണ്ടെന്ന് പറയുമ്പോൾ അവിടെയുള്ള മറ്റൊരു അധികാരി പറയും അപ്പോൾ നീ എന്താ ചെയ്തത്? 20 വർഷങ്ങൾക്ക് മുന്നേ സൗത്ത് കൊറിയയിൽ നിന്നും ഇവിടേക്ക് സോൾജേഴ്സ് വരുന്നുള്ള കാര്യം അറിഞ്ഞിട്ടും അതിനെപ്പറ്റി ഒരു വിവരം പോലും തരാത്ത ഒരു ദ്രോഹി നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ കാര്യം കേട്ട ലീ ആണെങ്കിലോ പെട്ടെന്ന് തന്റെ ഓഫീസിലേക്ക് പോകും. ഓഫീസിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്താണ്, ലീനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സോൾജേഴ്സ് അകത്തേക്ക് വരും. കാരണം ഇയാളായിരുന്നു ആ ഒരു കാര്യം ചെയ്തത്. അതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നതും ഇയാളാണെങ്കിലോ അവിടെയുള്ള ആ ഒരു സോൾജേഴ്സിനെ കൊല്ലാനായിട്ട് ശ്രമിക്കും. വേറെ ഒന്നല്ല, അയാളെ പിടിക്കാൻ വന്ന ആ ഒരു സോൾജേഴ്സിനെ എല്ലാം ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് ലീ സൗത്ത് കൊറിയയിലേക്ക് സഹായം ചോദിച്ചു വന്നതും. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഇപ്പോഴും ലീയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അയാൾ പറയും എന്തിനാണ് എന്റെ മുഖത്ത് തന്നെ നോക്കുന്നത്? എന്നെ സൗത്ത് കൊറിയൻ ഗവൺമെന്റിന് ആവശ്യമുണ്ട്, അവരുടെ സഹായത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്നെ അവിടേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ ഹീറോ ഇപ്പോൾ ഒന്നും പറയാതെ അയാളെ അവിടെ നിന്ന് നേരെ, ഹീറോ ആണെങ്കിലും അയാളെ ഇപ്പോൾ അവിടെ നിന്നും ആളൊന്നുമില്ലാത്ത അതും വലിയൊരു കാടിന് നടുവിലുള്ളൊരു വീടുണ്ട് അതിനുള്ളിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പൊ അവിടേക്ക് കൊണ്ടുവരുന്നതും അവിടെ സഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സാങ്ങും അതേപോലെ തന്നെ ആ ടൈലർ ഉണ്ടല്ലോ, ഇവര് രണ്ടുപേരുണ്ട്. ഇപ്പൊ ഈ ഒരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു അധികാരികളുടെ ആ ഒരു മീറ്റിംഗ് കഴിയുന്നത് വരെ ലീ എന്ന് പറഞ്ഞ ഈ ഒരു ഓഫീസറിനെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ ഹീറോയ്ക്കാണ്. അപ്പോൾ അയാളെ അകത്തേക്ക് പറഞ്ഞിട്ടാണ് നമ്മുടെ സാങ്ങിനോട് എന്റെ മകൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ നല്ലതുപോലെ സ്കൂളിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, സ്പെഷ്യൽ ഏജന്റാണ് അവളെ സംരക്ഷിക്കുന്നതും അവൾക്കുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. ഇതേ സമയം നമ്മുടെ മിന്നിനെ കാണിക്കുമ്പോഴത്തേക്ക് മിന്നിനെ ആ ഒരു സ്പെഷ്യൽ ഏജന്റും അവന്റെ കൂടെയുള്ള കുറച്ച് ആളുകളും ഒരു വണ്ടിയിൽ കൊണ്ടുപോവാണ്. അപ്പോൾ മിൻ ചോദിക്കുന്നുണ്ട് അല്ല ഇത്ര പെട്ടെന്ന് എവിടേക്ക് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്നെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ പോവാണ്. അല്ല എന്തിനാ ഇപ്പോൾ മാറ്റുന്നേ, എവിടെ എന്റെ അച്ഛനെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇവരൊന്നും മിണ്ടത്തില്ല. അപ്പോൾ മിൻ ചോദിക്കും അല്ല എന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടോ, അതെങ്കിലും ഒന്ന് പറയുമ്പോൾ അടുത്തിരിക്കുന്ന ആ ഒരു ലേഡി പറയും അതെ നിന്റെ അച്ഛന് ഒരു കുഴപ്പമില്ല, ജീവനോടെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ എവിടെയാണെന്ന് മാത്രം ഞങ്ങളെ കൊണ്ട് പറയാൻ കഴിയത്തില്ല, നീ കുറച്ച് നാൾ കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഏജന്റ് ആയാലും തിരിഞ്ഞു നോക്കിയിട്ട് മിന്നോട് പറയും അതെ നീ കുറച്ച് നാൾ കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം, നിന്റെ അച്ഛൻ നിന്റെ അടുത്തേക്ക് തന്നെ വരും, പക്ഷെ അതിന് വേണ്ടിയിട്ട് നിന്റെ അച്ഛനെ കൂടി ഒന്ന് ശ്രമിക്കണം, കാരണം നിന്റെ അച്ഛന്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല ലീ എന്ന് പറഞ്ഞ ആ ഒരു ഓഫീസർ ഉണ്ടല്ലോ അയാളെ സംരക്ഷിക്കേണ്ട ചുമതല, അതിൽ എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ ഹീറോയ്ക്ക് അത് ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് സ്പെഷ്യൽ ഏജന്റ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പൊ ആ ഒരു കാടിനുള്ളിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഡയറക്ടർ ലീയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ ഒരു വീടിന്റെ ചുറ്റും ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കാടിനകത്തേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാലും ഇയാളെ കാണാതിരിക്കാൻ വേണ്ടി ആ ഒരു കർട്ടനും കാര്യങ്ങളെല്ലാം മൂടുന്നു. കൂടാതെ ഇവിടെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള വഴിയും കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ തന്നെ നോക്കി വെക്കുന്നുണ്ട്. ഇതേ സമയം ഡയറക്ടർ ലീയെ കാണിക്കുമ്പോൾ അയാൾ ബാത്റൂമിൽ നിന്ന് കുളിക്കാണ്. അപ്പോഴാണ് അയാളുടെ ദേഹത്തൊരു മുറിവുള്ളതുപോലെ കാണുന്നത്. അപ്പൊ ഈ ഒരു മുറിവ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഇയാൾ ആ ഒരു കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട് വരുമ്പോഴത്തേക്കും ബോട്ടിൽ വെച്ചിട്ടാണ് അയാൾ തന്നെ ഈ ഒരു മുറിവ് ഉണ്ടാക്കിയത്. ആ മുറിവിലാണെങ്കിലോ ഒരു മെമ്മറി കാർഡ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് തയ്ച്ചു വെച്ചേക്കാണ്. ഇപ്പൊ ആ ഒരു മെമ്മറി കാർഡിൽ എന്താണ്
ഇയാൾ സൗത്ത് കൊറിയയിലേക്ക് വന്നിട്ട് എന്ത് കാര്യമാണ് ചെയ്യാൻ പോകുന്നത് ഒന്നും അറിയത്തില്ല. ഇപ്പൊ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഡയറക്ടർ ലീ താഴേക്ക് ഇറങ്ങി വരുമ്പോ നമ്മുടെ ഹീറോയും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹീറോയെ കണ്ടിട്ട് ഹേ കിം, ഞാനിപ്പോൾ നല്ലതുപോലെ കുളിച്ചു, നല്ലൊരു ഉറക്കം ഉറങ്ങാൻ പോവാണ്, എന്നെ പാതിയിൽ എഴുന്നേൽപ്പിക്കരുത് എന്ന് പറഞ്ഞ് അയാൾ റൂമിലേക്ക് പോകുമ്പോൾ ഹീറോ ചിന്തിക്കുന്നുണ്ട്, ഇയാൾ എന്തിനാണ് സൗത്ത് കൊറിയയിലേക്ക് വന്നത്? അതുമല്ല കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇവരുടെ നാടിനെതിരെ ദ്രോഹം ചെയ്തിട്ട് ഇവരെ തന്നെ സൗത്ത് കൊറിയയ്ക്ക് പിടിച്ചുകൊടുക്കാൻ കാരണക്കാരനും ഇയാളായിരുന്നു. അതുമല്ല ഇയാൾ എന്തിനാണ് ആ ഒരു മേജർ സംരക്ഷിക്കുന്നത്? ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഒന്നും അറിയത്തില്ല. അതിനെപ്പറ്റിയെല്ലാം ആലോചിച്ച് നോക്കിയിട്ട് ഇപ്പോൾ ഹീറോയ്ക്ക് പ്രധാനം എന്താണ്? തന്റെ മകളെ സംരക്ഷിക്കണം, അതിനുവേണ്ടി ഈ ഒരു ജോലി ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ചെയർമാൻ ജോൺ ഉണ്ടല്ലോ, അവനെ കാണിക്കുമ്പോഴത്തേക്ക് അവൻ ഇപ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ അയാളുമായിട്ട് കണ്ട് സംസാരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇയാളോടും കിമ്മിനെ പറ്റി അന്വേഷിക്കാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഡിഫൻസ് മിനിസ്റ്റർ ജോണിനോട് പറയും, അതെ അവനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു, അവനൊരു ഏജന്റാണ്, പക്ഷേ നമ്മുടെ നാട്ടിലെ സൗത്ത് കൊറിയയിലല്ല, നോർത്ത് കൊറിയൻ ഏജന്റ്. അവനെ എല്ലാവരും വിളിക്കുന്നത് കോഡ് 66 എന്നാണ്. നോർത്ത് കൊറിയയിൽ നിന്നും എന്തോ ഒരു പ്രശ്നം കാരണമാണ് സൗത്ത് കൊറിയയിലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാടിന് വേണ്ടിയും അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതും ഇപ്പോഴും അവനൊരു മിഷനിലാണ്. നോർത്ത് കൊറിയയിലുള്ള ഏതോ ഒരു അധികാരിയെ സംരക്ഷിക്കാനുള്ള ചുമതല അവനാണ്. അപ്പോൾ നമ്മുടെ ജോൺ ചോദിക്കും, അതേതാണ് ആ ഒരു അധികാരി? കിമ്മും അയാൾ ഇപ്പൊ എവിടെയാണ് എന്നെല്ലാം ചോദിക്കുമ്പോൾ ആ ഒരു ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ടല്ലോ, അയാൾ അത് പറയാനായിട്ട് തയ്യാറാവും. പക്ഷെ അതിനു മുന്നേ കുറച്ച് പണം ചോദിക്കും. അപ്പോൾ ജോൺ ആണെങ്കിലോ ആ ഒരു പണം കൊടുക്കാൻ തയ്യാറായിട്ട് ആ ഒരു വിവരങ്ങളും വാങ്ങുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ജിന്നിനെയും അതേപോലെ തന്നെ ഹാൻസോനെ കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ ഇപ്പോൾ നല്ലതുപോലെ ആഹാരം കഴിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടുപേരും ഒരു ബാറിലേക്ക് കയറി ഇരുന്നിട്ട് ആഹാരമെല്ലാം കഴിച്ച് ബീറെല്ലാം കുടിക്കുന്നു. അതുപോലെ ഇപ്പോഴാണെങ്കിലോ രണ്ടുപേരുടെയും ജോലി പോയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ഹാൻസോന്റെ, കാരണം അവന്റെ കരാട്ടെ ക്ലാസ്സിലേക്ക് ആ ഒരു സ്പെഷ്യൽ ഏജന്റ് തന്റെ ആളുകളെ അയച്ചിട്ട് ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആ ഒരു കരാട്ടെ ക്ലാസ് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ കരാട്ടെ പഠിക്കാനായിട്ട് വരുന്ന കുട്ടികളുണ്ടല്ലോ, അവരുടെ അമ്മമാര് ഇതെല്ലാം അറിഞ്ഞിട്ട് ഇതുപോലെ ഹാൻസോ എന്തോ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് തന്റെ കുട്ടികളെല്ലാവരെയും ആ ഒരു കരാട്ടെ ക്ലാസ്സിൽ നിന്ന് കൊണ്ടുപോയി. അതുകൊണ്ട് ഇപ്പൊ അവന് കുട്ടികളും ഇല്ല, ഈ ക്ലാസ് നടത്താനും കഴിയത്തില്ല, അതിലൂടെ പണവും കിട്ടത്തില്ല. അത് പറഞ്ഞിട്ട് നമ്മുടെ ഹാൻസോ വിഷമിക്കുമ്പോഴത്തേക്കും ജിന്നും പറയുന്നുണ്ട്, അതെ എന്റെ ആ ഒരു ഓഫീസിലേക്ക് അവൻ വന്നിട്ട് ഞാൻ താഴെ സൂക്ഷിച്ചു വെച്ചിരുന്ന എന്റെ ആയുധങ്ങളെല്ലാം അവൻ എടുത്തുകൊണ്ട് പോയി, ഇതെല്ലാം തിരിച്ചു പിടിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹാൻസോ അവന്റെ കരാട്ടെ ക്ലാസ് വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ട് അതിന്റെ നോട്ടീസും കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അച്ചടിച്ചു വെച്ചിരുന്നു. അത് ജിന്നിന്റെ കയ്യിൽ കൊടുത്തിട്ട്, ശരി നീ പോകുന്ന വഴിക്ക് ഇത് കുറച്ചു പേർക്ക് കൊടുക്ക്, അങ്ങനെയുള്ള കുറച്ച് കുട്ടികൾ വരട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരനാരാണ്? ആ ഒരു കിമ്മാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അവൻ ഇതുവരെ നമ്മളെ കാണാൻ വന്നിട്ടുണ്ടോ? ദേ ഇപ്പോഴും നമ്മളെ എല്ലാവരെയും ഒരുമിച്ചായിരിക്കണം വിട്ടിരിക്കുന്നത്, എന്നാലും അവൻ നമ്മളെ കാണാൻ വന്നിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹാൻസോന് ഒരു കോള് വരുന്നു. എന്താന്ന് വെച്ചാല് ഹാൻസോന്റെ മകൻ വേറെ ഏതോ സ്കൂളിലെ പയ്യനുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിൽക്കാണ്. ഇത് കാരണം പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയും. അപ്പോൾ ഹാൻസോ ഈ ഒരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോകുന്നതും ഇവിടെ നമ്മുടെ ജിന്നാണെങ്കിലോ, ഇനിയിപ്പോൾ എന്റെ മകൾ എന്തായിരിക്കും ചെയ്തിരിക്കുന്നത്? എന്റെ മകൾക്കൊരു കുഴപ്പമില്ല, അവളും ഓക്കെ ആയിരിക്കും, എന്നാലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു നോക്കുമ്പോൾ അവൾ കോൾ എടുക്കുന്നില്ല. ഓക്കെ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് ജിന്നും അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഹാൻസോ നേരെ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ആ ഒരു പോലീസുകാരനോടും മറ്റേ പയ്യനോടെല്ലാം ക്ഷമ പറഞ്ഞ് അവന്റെ മകനെ വെളിയിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നീ അടിച്ച ആ ഒരു പയ്യൻ അവനിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കാണ്, നീ ചെയ്തത് എന്തുമാത്രം വലിയ തെറ്റാണെന്നറിയോ? ആ ഒരു തെറ്റെന്താണെന്ന് നീ മനസ്സിലാക്കണമെന്നും പറഞ്ഞിട്ട് നേരെ ആ ഒരു കരാട്ടെ ക്ലാസ്സിലേക്ക് അവനെ കൊണ്ടുപോവാണ്. എന്നിട്ട് പറയും, ബലമുള്ള ഒരാളെ അടിച്ചെന്ന് പറഞ്ഞിട്ട് വലിയ ആളാവത്തില്ല, ആ ഒരു വേദന എന്താണെന്ന് നീ അറിയണം എന്നും പറഞ്ഞ് നമ്മുടെ ഹാൻസു അവൻ ആ ഒരു സേഫ്റ്റി ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഹാൻസു തന്നെ തന്റെ മകനെ അടിക്കുകയാണ്. അങ്ങനെ ഓരോ അടി അടിക്കുമ്പോഴത്തേക്ക് അവന് നല്ല വേദനയുണ്ട്. ഇപ്പോൾ മനസ്സിലായോ ആ ഒരു വേദന എന്താണെന്ന്? ഇതേ കാര്യമായിരിക്കും മറ്റുള്ളവർ അനുഭവിക്കുന്നത്, അത് നീയും മനസ്സിലാക്കണം. ഓക്കെ, അതുകൊണ്ട് ഇനി ഒരിക്കലും മറ്റുള്ളവരോട് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കാൻ പോകരുത്, ഇതാണ് അവസാന വാണിംഗ് എന്ന് പറഞ്ഞ് ഹാൻസു ഓടുന്ന് നടന്നു പോകുന്നതും ഈ പയ്യനുണ്ടല്ലോ അവൻ ഓടി വന്നിട്ട് ഒരു ഒറ്റ ചവിട്ട് ഹാൻസു തെറിച്ച് താഴെ വീട്ട്. എന്തിനാണ് നീ ഇപ്പൊ എന്നെ അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അല്ല അച്ഛനല്ലേ പറഞ്ഞ് നമുക്ക് ഫൈറ്റ് ചെയ്യാന്ന്, ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ നിൽക്കുന്നതും നിന്നെ ഞാൻ ഇതെന്നും പറഞ്ഞിട്ട് അവന്റെ പിറകെ അവൻ അടിക്കാനായിട്ട് ഓടുകയാണ്. ഇതേ സമയം നമ്മുടെ ഹീറോ ഉള്ള ആ ഒരു സ്ഥലം കാണിക്കുമ്പോഴത്തേക്കും ഡയറക്ടർലി ഇപ്പൊ ന്യൂസ് കാണാണ്. അതെന്താണെന്ന് ഹീറോ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നോർത്ത് കൊറിയയിൽ നിന്നുമുള്ള രാഷ്ട്രീയക്കാരും ഓഫീസർമാരുണ്ടല്ലോ, അത് ഒരു 12 കാറിൽ ആ ഒരു ബോർഡറും കഴിഞ്ഞിട്ട് സൗത്ത് കൊറിയയിലേക്ക് വരികയാണ്. ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. അപ്പോൾ ഹീറോ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നോർത്ത് കൊറിയക്കാർ അത്ര പെട്ടെന്ന് എത്തുന്നതല്ല. അതുമല്ല ഡയറക്ടർ ലീയും ഇവിടെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. ഇത് രണ്ടും കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു കാര്യം ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഹീറോ മനസ്സിലാക്കും. അങ്ങനെ ഇവിടെയാണെങ്കിലോ ഈ രണ്ട് നാട്ടിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നടത്തുന്ന ആ ഒരു ചർച്ച നടക്കുന്ന സ്ഥലം കാണിക്കുകയാണ്. ഇപ്പൊ അവിടെ രണ്ട് നാട്ടിലെയും മന്ത്രിമാരും അതേപോലെ തന്നെ ബിസിനസ്സുകാർ ഇവരെല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും ഇരുന്ന് സംസാരിച്ച് ആഹാരം എല്ലാം കഴിച്ചിട്ട് ഇവിടെ നോർത്ത് കൊറിയയിലെ ആ ഒരു അധികാരി അയാളുടെ അടുത്തേക്ക് അയാളുടെ സഹായി വന്നിട്ട്, സാർ ചൈനയിൽ നിന്നും
ഡയറക്ടർ ലീയെ പറ്റിയുള്ള വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നടന്ന് വെളിയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ ജോൺ ഉണ്ടല്ലോ, അവർ ഇവരോട് സംസാരിക്കും. ആദ്യം ജോണിനെ കാണുമ്പോഴത്തേക്ക് ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാണ്ട് തോന്നത്തില്ല. താല്പര്യമില്ലാന്ന് പറഞ്ഞ് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ജോൺ പറയും ഡയറക്ടർ ലീയെ പറ്റി സംസാരിക്കാനാണെന്ന് പറയുന്നതും ആ ഒരു അധികാരി പെട്ടെന്ന് അത് കേട്ടിട്ട് തിരിഞ്ഞു നോക്കി നമ്മുടെ ജോണിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്താ നീ പറഞ്ഞു ചോദിക്കുമ്പോൾ, അതെ, ഞങ്ങൾ തമ്മിൽ പഴയ ഒരു പ്രതികാരമുണ്ട്, അതുപോലെ അയാളെ ഇപ്പോൾ സംരക്ഷിക്കുന്നത് കോഡ് നമ്പർ 66 എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു അധികാരി പറയും ഓക്കെ, ഇത് മീറ്റിംഗ് നടക്കുന്ന സ്ഥലമാണ്, നീ എൻ്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞ്. ഇപ്പോൾ ജോൺ നേരെ ആ ഒരു അധികാരിയെ കാണാനായിട്ട് പോവാണ്. കാരണം വേറെ ഒന്നല്ല, ആ ഒരു ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞ ആ ഒരു വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മുടെ ഹീറോ കിമ്മും അതേപോലെ തന്നെ ഡയറക്ടർ ലീയും ഇവർ രണ്ടുപേരും എവിടെയാണുള്ളത് എന്നുള്ള ആ ഒരു വിവരം ഈ ഒരു അധികാരിയോട് നമ്മൾ ജോൺ പറയുന്നതും ഉടനെ തന്നെ നോർത്ത് കൊറിയൻ ഏജന്റുമാരുണ്ടല്ലോ, അവരെല്ലാവരും നമ്മുടെ കിമ്മുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പൊ ആ ഒരു കാടിനുള്ളിലേക്ക് അവർ വന്നിട്ട് നമ്മുടെ സാങ്ങും ടൈലറും ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലെന്നല്ല ആ ഒരു CCTVയിൽ എപ്പോഴും പരിശോധിച്ചിരിക്കുകയാണ്. ഇപ്പൊ കാണിക്കുമ്പോൾ പെട്ടെന്ന് ക്യാമറ എല്ലാം കട്ടാവുന്നു, അതേപോലെ തന്നെ ഇവരുടെ ഫോണിലെ സിഗ്നൽ എല്ലാം കട്ടാവുന്നുണ്ട്. അതിലൂടെ തന്നെ ഇവർക്ക് മനസ്സിലായി ഇവിടേക്ക് ആരോ വരുന്നുണ്ടെന്ന്. ഇപ്പൊ ഇത് മനസ്സിലാക്കിയ ഹീറോ ആണെങ്കിലോ പെട്ടെന്ന് ലീയുടെ റൂമിലേക്ക് വന്നിട്ട് അയാളെ എഴുന്നേൽപ്പിച്ച് ഇപ്പൊ അയാളെ പിടിച്ചിട്ട് നേരെ വീടിന് പിറകിലേക്ക് വന്ന ആ ഒരു കാടിനുള്ളിലൂടെ ഇവര് പുറകിലേക്ക് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു നോർത്ത് കൊറിയൻ സോൾജേഴ്സ് ഇവരെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിലുള്ള ഒരാൾ പറയും ഇല്ല, ഷൂട്ട് ചെയ്യരുത്, ഡയറക്ടർ ലീയെ നമുക്ക് ജീവനോടെ വേണമെന്ന് പറഞ്ഞ് ഇവരത് തടയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അത് കണ്ടിട്ട് ഇവിടെ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഇപ്പൊ ഒരു കാറിൽ അയാളെയും കൊണ്ട് രക്ഷപ്പെട്ട് പോവാണ്. അപ്പൊ ഇവരാണെങ്കിലോ ഇവരെല്ലാവരും അത് കണ്ടിട്ട് ആ ഒരു കാറിനെ ഫോളോ ചെയ്ത് പോകുന്നതും അവിടെയായിരുന്നു മറ്റൊരു ടെസ്റ്റ്. സത്യത്തിൽ ആ ഒരു കാറിൽ നമ്മുടെ സാങ്ങും ആ ഒരു ടൈലറും മാത്രമേ ഉള്ളായിരുന്നു. അവരാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നത്. ഇപ്പോൾ ഹീറോയും ലീ എവിടെയാണെന്നല്ലേ, അതേ വീട്ടിൽ തന്നെയുണ്ട്. അവിടെയുള്ള ഒരു കബോർഡിനുള്ളിൽ ലീയെ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഹീറോ വെളിയിലേക്ക് വന്ന് അയാളെ വെളിയിലേക്ക് കൊണ്ടുപോകുന്നതുപോലെ ബാക്കിയുള്ള ആ ഒരു നോർത്ത് കൊറിയൻ ഏജന്റുമാരെ പറ്റിച്ചത്. എന്നിട്ട് ലീയെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഹീറോ ഇപ്പോൾ അവനെ വെളിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ഹീറോ ചോദിക്കുന്നത് ആ നോർത്ത് കൊറിയൻ ഏജന്റുമാരെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ ഷൂട്ട് ചെയ്യാമായിരുന്നു, പക്ഷെ നീയാണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഞങ്ങളെ ഷൂട്ട് ചെയ്തില്ല. അതിന് കാരണം അതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് പ്രധാനമായിട്ടുള്ള എന്തോ ഒരു കാര്യം നീ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത്തവണ നീ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ ഡയറക്ടർ ലീ പറയും അവർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ടെന്ന് പറയും. അതില്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നിന്നെ കൊന്നനെ എന്ന് ഹീറോ പറഞ്ഞിട്ട് ഇപ്പോൾ ലീയെ കൂട്ടി അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം സാങ്ങിനെ നമ്മൾ ടൈലറിനെ കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ആ നോർത്ത് കൊറിയൻ ഏജന്റുമാരിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടിട്ട് ഇപ്പൊ അവർ മറ്റൊരു വഴിയെ പോവാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് പറയും ഇതുപോലെ നമ്മൾ അന്വേഷിച്ച് വന്ന ആ ഒരു കാര്യം ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒന്ന് വിളിച്ചു പറയണം, എന്നിട്ട് നമുക്ക് മറ്റൊരിടത്ത് കണ്ടുമുട്ടാന്ന് പറയുമ്പോഴത്തേക്ക് ഹീറോ പറയും ഇല്ല വേണ്ട, നമ്മൾ ഓരോ സ്ഥലത്തുള്ള കാര്യം വേറെ ആർക്കും അറിയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു ചതിയുണ്ട്, അതുകൊണ്ട് ഈ കാര്യം ഒരിക്കലും അവിടെ വിളിച്ച് പറയണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നത് വരെ ഒരു വിവരവും മേജറിനോടോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഏജന്റിനോടോ ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോ ഫോൺ അങ്ങ് കട്ട് ചെയ്യും. ഇപ്പൊ ഇതേ സമയം ചെയർമാൻ ജോണിനെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോഴും ആ ഒരു അധികാരിയോടൊപ്പമാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഒരാൾ വന്നിട്ട് സാർ, ഡയറക്ടർ ലീ രക്ഷപ്പെട്ടു പോയി, ഇനിയിപ്പോൾ അയാളെ പിടിക്കാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത് സൗത്ത് കൊറിയയാണ്, നമുക്കിവിടെ നമ്മുടെ പരിധി വിട്ടിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ അയാളെ പിടിക്കുന്ന കാര്യം കുറച്ച് പാടായിരിക്കും എന്ന് പറയുന്നത്. നമ്മുടെ ചെയർമാൻ ജോൺ പറയും സാർ, എനിക്കൊരു ഐഡിയ അറിയാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് കിമ്മിനെയും അതേപോലെ തന്നെ ഡയറക്ടർ ലീയെ ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയുമെന്ന് പറയുന്നത്. ഇതേ സമയം നമ്മുടെ സ്പെഷ്യൽ ഏജന്റ് ഉണ്ടല്ലോ, അവന്റെ ഓഫീസിൽ കാണിക്കുമ്പോൾ അവനെ മുകളിൽ നിന്ന് വേറെ ആരോ വിളിക്കുകയാണ്. എന്നിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു മേലധികാരി പറഞ്ഞതുകൊണ്ട് ഇയാൾക്ക് അത് ചെയ്യാതിരിക്കാനും കഴിയത്തില്ല. ഇപ്പോൾ തന്റെ കൂടെയുള്ള ആളുകളോട് സ്പെഷ്യൽ ഏജന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കിം എവിടെ ഉണ്ടെങ്കിലും അവനെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ കിമ്മിനെ കാണിക്കുമ്പോഴത്തേക്കും കിം നേരെ വന്നത് തന്റെ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടിയിട്ടുണ്ടല്ലോ അവിടേക്കാണ്, നമ്മുടെ ജിന്നിന്റെ ആ ഒരു ഓഫീസിലേക്ക്. അവിടെ വരുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരും ഗെയിമെല്ലാം കളിച്ചിട്ട് ആഹാരമെല്ലാം കഴിച്ചിരിക്കുന്നു. ഇപ്പോൾ ഹീറോ പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് വരുന്നതും ഹാൻസൂനാണെങ്കിലും ഹീറോയോട് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് ഹാൻസു ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ ജിൻ പറയും അവൻ നിന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് വാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹീറോ ഇപ്പൊ അകത്തേക്ക് വരുമ്പോൾ പിറകെ തന്നെ ഡയറക്ടർ ലീയും വരുന്നുണ്ട്. ഇപ്പൊ അയാളെ കാണുമ്പോൾ ഇവര് രണ്ടുപേരും അങ്ങനെ തന്നെ നോക്കിയിട്ട് ഇയാളെന്തിനാ എവിടേക്ക് കൊണ്ടുവന്നേ ചോദിക്കുമ്പോൾ ഡയറക്ടർ ലീ അവിടേക്ക് വന്നിട്ട് ആ നിങ്ങൾ രണ്ടുപേരാണോ, നോർത്ത് കൊറിയയിൽ വന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ഒന്നുമല്ല, നോർത്ത് കൊറിയയിൽ ഇവർ മൂന്നുപേരും ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് പോയപ്പോഴത്തേക്കും ഡയറക്ടർ ലീ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചോദിക്കുന്നത്. ഇപ്പോൾ ഡയറക്ടർ ലീ ഇവരോട് പറയും എന്റെ നാട്ടിലേക്ക് വന്നിട്ട് എന്നെ ഒരുപാട് വട്ടം കറക്കിയതല്ലേ, ഇപ്പോൾ എന്നെ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്ക് മൂന്നുപേർക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജിൻ പറയും ഓ അപ്പൊ ഇതിനാണല്ലേ മേജർ നിന്നെ ഏൽപ്പിച്ചത്, ഞങ്ങളെയും വിളിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾ ഇത് ചെയ്യാനായിട്ട് തയ്യാറല്ല എന്ന് പറഞ്ഞു. അല്ല നീ എന്തിനാ ഇത് സമ്മതിച്ചെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, തന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവരോട് പറയുന്നുണ്ട് വേറൊന്നുമില്ല, ഇന്ന് രാത്രി വരെ ഞങ്ങൾ രണ്ടുപേരെ സംരക്ഷിച്ചാൽ മതി, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇയാളെയും കൊണ്ട് മറ്റൊരിടത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. ഇപ്പൊ പെട്ടെന്ന് വെളിയിൽ കുറെ വണ്ടികളൊക്കെ വരുന്ന ശബ്ദം കേട്ട് കിം ഇപ്പോൾ വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു സ്പെഷ്യൽ ഏജന്റ് അവന്റെ ആളുകളാണത്
ഇവരെങ്ങനെ ഇവിടേക്ക് വന്നു എന്നുള്ള കാര്യം ഹീറോയ്ക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇപ്പൊ സ്പെഷ്യൽ ഏജന്റ് അവന്റെ ടീമും അകത്തേക്ക് വന്നിട്ട് നിന്റെ മെഷീൻ ഫെയിൽ ആയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നോർത്ത് കൊറിയയിലേക്ക് പോകാനായിട്ട് തയ്യാറായിക്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയുടെ ചുമതല എന്താണ്? ഇയാൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം വേറെ ആരും അറിയരുത്, ഇയാളെ സംരക്ഷിക്കണം. പക്ഷേ നോർത്ത് കൊറിയയിലുള്ള ആൾക്കാർ ഈ കാര്യം അറിഞ്ഞതുകൊണ്ട് ഇവരെ രണ്ടുപേരെ ഇനിയിപ്പോൾ ഇവിടെ നിർത്താനായിട്ട് കഴിയത്തില്ല. നോർത്ത് കൊറിയയിലേക്ക് വിട്ടേ മതിയാവൂ. ഇപ്പോൾ ഹീറോ ആണെങ്കിൽ ഇവരെല്ലാവരും അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആകുമ്പോഴത്തേക്കും സ്പെഷ്യൽ ഏജന്റ് പറയും, ദേ ആവേശപ്പെട്ട് ഒന്നും ചെയ്യാൻ നിൽക്കരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നിന്റെ മകൾക്ക് തന്നെ ആയിരിക്കും പ്രശ്നമെന്ന് പറഞ്ഞ് അവൾ നിൽക്കുന്ന ആ ഒരു റൂം സ്പെഷ്യൽ ഏജന്റ് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഹീറോയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പോൾ ലീ എന്ന് പറഞ്ഞ അയാൾ ഇതിനകത്തേക്ക് കയറി വന്നതോടാണ് ഇത്രയും പ്രശ്നം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാമായിരുന്നു. അങ്ങേര് ഓരോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇതിനകത്തേക്ക് കയറി വന്ന് പാവം നമ്മുടെ ഹീറോയ്ക്കും മിന്നിനുമാണ് ഓരോ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് സൗത്ത് കൊറിയൻ ഗവൺമെന്റ് നോർത്ത് കൊറിയൻ ഗവൺമെന്റും തമ്മിലുള്ള ആ ഒരു ചർച്ച നടക്കുന്നതിന് മുന്നേ നമ്മുടെ ചെയർമാൻ ജോൺ ഉണ്ടല്ലോ, അവന്റെ സ്ഥലം കാണിക്കാണ്. അവിടേക്ക് അവന്റെ ആ ഒരു സെക്രട്ടറി വരുന്നു. വേറെ ആരുമില്ല, നമ്മുടെ ജിൻ ഇടിച്ച് തെറിപ്പിച്ച ആ ഒരുത്തനുണ്ടല്ലോ അവനാണ്. ഇപ്പൊ നമ്മുടെ ജോൺ അവനോട് വരാൻ പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ചാല് ജോൺ ഇപ്പൊ ആ ഒരു സെക്രട്ടറിയോട് പറയും, നമുക്ക് കിട്ടിയ ആ ഒരു അപമാനം അതിന് പ്രതികാരം ചെയ്യാനുള്ള സമയമായെന്ന് പറഞ്ഞിട്ട് ഇവന്റെ കയ്യിലൊരു ഫയൽ കൊടുക്കുന്നു. അത് തുറന്നു നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ജിന്നിന്റെയും അതേപോലെ തന്നെ ഹാൻസും ഉണ്ടല്ലോ, ഇവരുടെ രണ്ടുപേരുടെ ഡീറ്റെയിൽസ് ആണ്. ഫാമിലി ആരൊക്കെയാണ്, വീട് എവിടെയാണ്, ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോൺ നേരെ പോകുന്നത് ആ ഒരു നോർത്ത് കൊറിയൻ അധികാരി ഉണ്ടല്ലോ അയാളെ കാണാൻ വേണ്ടി. എന്നിട്ട് അയാളോട് പറയും, നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ഡയറക്ടർ ലീ ഇവരെ രണ്ടുപേരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അതുമല്ല ഈ ഒരു സമാധാന ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ജോൺ പറയും, സാർ നിങ്ങൾ ഒരിക്കലും ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ പാടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു അധികാരിയെ സൗത്ത് കൊറിയൻ ഭരണാധികാരി വിളിച്ചിട്ട്, അല്ല പെട്ടെന്ന് എന്ത് പറ്റി മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാനായിട്ട്? ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ ഈ രണ്ട് രാജ്യങ്ങളെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ ഒരു സമാധാന ചർച്ച നടക്കുന്നത് അത്രയും പ്രധാനമാണെന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു നോർത്ത് കൊറിയൻ അധികാരി പറയും, നിങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് പേര് ചില ഏജന്റുമാര് ഞങ്ങൾ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളെ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഒളിപ്പിച്ച് താമസിപ്പിച്ചേക്കാണ്. അതിലൊരാള് ഡയറക്ടർ ലീ, രണ്ടാമത്തേത് ഏജന്റ് കിം, കോഡ് നമ്പർ 66. ഇവരെ രണ്ടുപേരെ ഞങ്ങൾക്ക് വിട്ടുതന്നാൽ മാത്രമേ ഈ ഒരു സമാധാന ചർച്ച നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഈ നോർത്ത് കൊറിയൻ പ്രസിഡന്റ് ഉണ്ടല്ലോ അയാൾക്കും ഈ ഒരു സമാധാന ചർച്ചയാണ് പ്രധാനം. അതുകൊണ്ട് ആ ഒരു ലീനെയും അതേപോലെ തന്നെ കിമ്മിനെ പിടിക്കാനായിട്ട് ഓർഡർ കൊടുത്ത് അതുകൊണ്ടാണ് നമ്മുടെ സ്പെഷ്യൽ ഏജന്റ് ഹീറോയെയും ആ ഒരു ലീയെയും പിടിക്കാൻ വേണ്ടി അവിടേക്ക് വന്നതും ഇവരെ രണ്ടുപേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ നമ്മുടെ ജോൺ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഇവരെ രണ്ടുപേരെയും ഉടനെ തന്നെ നോർത്ത് കൊറിയയിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോൺ ആണെങ്കിലോ ആ ഒരു നോർത്ത് കൊറിയൻ അധികാരിയെ പോയി കാണുമ്പോഴത്തേക്കും ആ ഒരു അധികാരി പറയും, ചെയർമാൻ ജോൺ നിങ്ങൾ തന്ന ആ ഒരു ഐഡിയ കാരണമാണ് അവര് രണ്ടുപേരെ എനിക്ക് പിടിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ ജോൺ പറയും, പക്ഷേ സാർ നിങ്ങൾ എനിക്ക് തന്ന ആ ഒരു വാക്ക് എന്താണെന്ന് അറിയാലോ, ഏജന്റ് കിം അവന് എനിക്ക് വേണമെന്ന് പറയുമ്പോൾ കൊടുത്ത വാക്ക് ഞാൻ ഒരിക്കലും തെറ്റിക്കാറില്ല, ഏജന്റ് കിം നിന്റെ അടുത്തേക്ക് തന്നെ വരും എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഏജന്റ് ആണെങ്കിൽ ഹീറോയും അതേപോലെ തന്നെ ഡയറക്ടർ ലീ ഇവരെ രണ്ടുപേരെ നേരെ നോർത്ത് കൊറിയൻ ഏജന്റുമാരുടെ കയ്യിൽ കൈമാറാണ്. അങ്ങനെ അവരെ രണ്ടുപേരെയും കൊടുത്തതിന് ശേഷം സ്പെഷ്യൽ ഏജന്റ് ഉടനെ തന്നെ ആ ഒരു ജനറലിനെ വിളിച്ചിട്ട്, സാർ ഇതുപോലെ എനിക്ക് ഏജന്റ് കിമ്മിനെയും ലീനെയും പിടിക്കേണ്ടി വന്നു, കാരണം നമ്മുടെ പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ജനറൽ പറയും, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, പിന്നെ കിമ്മിന്റെ കാര്യം അവരെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാം, അവന്റെ മകളെ കാണാതെ അവന് ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് തന്റെ മകൾക്ക് വേണ്ടിയിട്ട് അവൻ എന്തായാലും തിരിച്ചു വരും, ആ ഡയറക്ടർ ലീ അയാളെയും തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു ജനറൽ പറയുന്ന ഒരേ ഒരു കാര്യം, നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഒന്നും ചെയ്യാതിരിക്കുക, നടക്കുന്നതെല്ലാം അതേപോലെ നോക്കിയിരിക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. ഇതേ സമയം നമ്മുടെ ജിന്നിനെ ഹാൻസുനെ കാണിക്കുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും ആ ഒരു മുറിയിലിരുന്നിട്ട് ഇപ്പൊ ഇവരുടെ മുന്നിൽ വെച്ചാണല്ലോ നമ്മുടെ കിമ്മിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയത്, അതുകൊണ്ട് കിമ്മിനെ രക്ഷിക്കാൻ പോകണോ വേണ്ടയോ എന്ന് ജിൻ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹാൻസുവിന് കിമ്മിനോട് ചെറിയൊരു ദേഷ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് കിം പറയും, ഞാനൊന്നും വരുന്നില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, എടാ എന്തൊക്കെ തന്നെയായാലും നമ്മുടെ സുഹൃത്തല്ലേ, നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കിയാലോ, ഇനി ഒരു തവണ കൂടി ജയിലിൽ പോണോ വേണ്ടേ എന്നാണ് നമ്മുടെ ഹാൻസു ആലോചിക്കുന്നത്. അപ്പോൾ ഹാൻസു പറയും, ദേ അവനൊരു കാര്യം ചെയ്തു, എന്താണെന്നറിയോ, അവന്റെ ഫോൺ എടുത്തോണ്ട് പോകുന്നതിന് പകരം എന്റെ ഫോണാണ് അവൻ എടുത്തോണ്ട് പോയത്, വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ തിരിച്ചു വാങ്ങാൻ വേണ്ടി ഞാൻ നിന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവര് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഹീറോ ഡയറക്ടർ ലീയെ ഒരു കാറിൽ കൊണ്ടുവന്നല്ലോ, ആ ഒരു കാറും അതിന്റെ കീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതും എടുത്തിട്ട് നമ്മുടെ ഹാൻസു ആണെങ്കിൽ ഹാൻസുവിന്റെ ഫോണിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി, ഹീറോ എവിടെയാണെന്ന് അറിയാൻ കഴിയും. ഇപ്പൊ ഇതേ സമയം നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ഡയറക്ടർ ലീ ഇവരെ രണ്ടുപേരും രണ്ട് കാറിൽ മുന്നിലും പുറകിലായിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് ഒരേ വഴി, പക്ഷെ ഒരിടത്തെത്തുമ്പോഴത്തേക്കും ഈ കാറുകൾ രണ്ടും രണ്ട് വഴിയെ പോകുന്നു. ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡയറക്ടർ ലീ ഉണ്ടല്ലോ അയാൾ ഇപ്പോൾ ഒരിടത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അയാളോട് മുട്ടുകുത്തിയിരിക്കാൻ പറയും. എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്ത് വേറെ ഒന്നുമല്ല ഡയറക്ടർ ലീയുടെ നെഞ്ചിലേക്ക് 2 തവണ ഷൂട്ട് ചെയ്ത് അയാളെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. ഇപ്പൊ ഇതേ സമയം നമ്മുടെ ഹീറോ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, നമ്മുടെ ജോൺ ഉണ്ടല്ലോ അവന്റെ അടുത്തേക്ക്. അങ്ങനെ ജോണിന്റെ മുന്നിലേക്ക് കൊണ്ട് നിർത്തുന്നതും ജോൺ ഇപ്പോ ഹീറോയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ നീ എനിക്ക് തന്നതെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയുമ്പോൾ ഹീറോ പറയും, അപ്പോഴേ നിന്നെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു, ആ സമയത്ത് തന്നെ കൊല്ലണമായിരുന്നു.
ഇത് കേൾക്കുന്ന ജോൺ ആണെങ്കിലോ തന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് വെച്ചിട്ട് നമ്മുടെ കിമ്മിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി എന്നിട്ട് പറയും, ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണ്. നമ്മൾ രണ്ടുപേരും നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായിട്ടുള്ളവരാണ് എന്നും പറഞ്ഞ് ഹീറോയുടെ മുന്നിലേക്ക് തോക്ക് ചൂണ്ടി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഹീറോയെ ഷൂട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് ജോൺ പറയും, നിനക്കുള്ള സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞ് ജോൺ ഇപ്പോൾ മുന്നിലേക്ക് നടന്നു പോയിട്ട് ആ ഒരു നോർത്ത് കൊറിയൻ ഏജന്റുമാരുണ്ടല്ലോ അവരോട് പറയും, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഇവനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ജോൺ കുറച്ച് മുന്നിലേക്ക് നടക്കുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഫൈറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നു. പെട്ടെന്ന് ആ ഒരു നോർത്ത് കൊറിയൻ സോൾജേഴ്സ് ഉണ്ടല്ലോ അവരുമായിട്ട് ഹീറോ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് അവരുടെ തോക്കെല്ലാം പിടിച്ചു വാങ്ങി. ഇപ്പൊ അവരെല്ലാവരും ഷൂട്ട് ചെയ്തിട്ട് ഹീറോ പെട്ടെന്ന് ഒരു മരത്തിനടുത്തോട്ട് പോയി ഒളിച്ചു നിൽക്കും. അതുമല്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയുടെ കയ്യിൽ ആ ഒരു തോക്കുണ്ടല്ലോ അതിൽ ബുള്ളറ്റും തീർന്നുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു നോർത്ത് കൊറിയൻ സോൾജേഴ്സിന്റെ പിറകിലൂടെ നമ്മുടെ ജിൻ അവിടേക്ക് വന്നിട്ട് അവരെ അടിച്ചങ്ങിടും. അപ്പൊ ഇത് കണ്ട ചെയർമാൻ ജോൺ അവർ രക്ഷപ്പെട്ടു പോകാനായിട്ട് പെട്ടെന്ന് കാറിലേക്ക് കയറിയിരിക്കുകയാണ്. എന്നിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കാണ് കാറിന്റെ പിറകിൽ നമ്മുടെ ഹാൻസ് ഇരിക്കുന്നു. എവിടെ പോണ്? അപ്പൊ എന്തായാലും ജോൺ ഇവരുടെ 3 പേരുടെ ഇടയിൽ പെട്ടെന്ന് മനസ്സിലായി. ഇതേ സമയം നമ്മുടെ ജിന്നാണെങ്കിൽ കിമ്മിന്റെ അടുത്തേക്ക് വന്നിട്ട്, നിന്നെ രക്ഷിക്കാൻ വരണ്ടെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്, പക്ഷേ സുഹൃത്തായി പോയില്ലേ. ശരി, നിന്റെ കൂടെ കൊണ്ടുവന്ന ഡയറക്ടർ ലീ എവിടെ? അയാൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അയാളെ കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്റെ കൂടെ കൊണ്ടുവന്നിട്ട് എന്നെ കൊല്ലണമായിരുന്നു. പക്ഷേ അയാളെ വേറെ എവിടേക്കോ കൊണ്ടുപോയി. അയാളിൽ നിന്ന് അവർക്ക് എന്തോ ഒരു കാര്യം വേണം, അതെന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയും. അപ്പോഴേക്കാണ് നമ്മുടെ ഹാൻസു ജോണിനെ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കിയിട്ട് ഹാൻസ് ചോദിക്കും, ഈ നോർത്ത് കൊറിയക്കാർക്കും ഇവനും എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, ഡയറക്ടർ ലീ എവിടെ? അവനുള്ള ആ ഒരു സ്ഥലം പറയുമ്പോൾ നമ്മുടെ ജോൺ പറയും, നീ എന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെയായിരിക്കും പ്രശ്നം. അപ്പോൾ ഹീറോ പെട്ടെന്ന് അവന്റെ ചെവിയുടെ അടുത്തൂടെ ബുള്ളറ്റ് പോകുന്ന രീതിയിൽ ഷൂട്ട് ചെയ്തിട്ട് ഇനി പറയുമ്പോഴത്തേക്കും ജോൺ നല്ലപോലെ പേടിച്ച്, ഓക്കെ അയാളെ കണ്ടുപിടിക്കാണ്ട് ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷെ നീ എന്നെ ഒന്നും ചെയ്യരുത് എന്നുള്ളൊരു ഡീലിൽ നമ്മുടെ ഹീറോ ഇപ്പൊ ജോണിനെ വിളിച്ചിട്ട് ഇവരെ കാറിലേക്ക് കയറി. ഇപ്പൊ നമ്മുടെ ഹീറോ, ജിന്ന്, ഹാൻസു ഇവരെല്ലാവരും കാറിൽ പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഹീറോ ഹാൻസിനോട് പറയുന്നത്, ഞാൻ വിചാരിച്ചു നിങ്ങൾ വരത്തില്ലാന്ന്, നിങ്ങൾ വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്ന് ഹാൻസിനോട് പറയുമ്പോഴത്തേക്ക് ഹാൻസ് പറയും, അതിന് ഞാൻ നിന്നെ സഹായിക്കാനൊന്നും വന്നതല്ല, എന്റെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ടും വന്നതല്ല, എന്റെ മരുമകള് മിന്നിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് അയാൾ ആ ഒരു ചെറിയ ദേഷ്യത്തിലേക്ക് നമ്മുടെ ഹീറോയുടെ പിണങ്ങി പറയാണ്. ഇപ്പൊ ഇതേ സമയം നമ്മുടെ ജോൺ ഉണ്ടല്ലോ അവന്റെ ഒരു വലിയ ഹോട്ടൽ കാണിക്കുകയാണ്. ഇവിടെയാണ് നോർത്ത് കൊറിയക്കാരും അതേപോലെ തന്നെ സൗത്ത് കൊറിയൻ പ്രസിഡന്റുമാര് ഇങ്ങനെ കുറെ അധികാരികളുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ വെളിയിൽ ഒരുപാട് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു കാർ വന്നാൽ തന്നെ നല്ലതുപോലെ പരിശോധിച്ച് അവരുടെ ID കാർഡൊക്കെ പരിശോധിച്ചിട്ട് മാത്രമേ ഉള്ളിലേക്ക് വിടത്തുള്ളൂ. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ഒരു നോർത്ത് കൊറിയൻ കാർ അവിടേക്ക് വന്നിട്ട് അതിനകത്തുള്ള ആളുകളെല്ലാവരും ചെക്ക് ചെയ്ത് അകത്തേക്ക് പറഞ്ഞു വിടുന്നു. ഇതേ സമയം സിയാങ് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവൻ ഇതെല്ലാം ഓരോരുത്തരുന്ന് ഒളിച്ച് കാണുകയാണ്. ഇപ്പൊ അകത്ത് വന്ന ആ ഒരു നോർത്ത് കൊറിയൻ കാറിൽ നിന്നും അതിന്റെ ഡിക്കി തുറന്നിട്ട് ഒരു വലിയ ചാക്കുണ്ട്, അതങ്ങനെ എടുത്തിട്ട് നേരെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ആ ഒരു നോർത്ത് കൊറിയൻ അധികാരി ഉണ്ടല്ലോ അയാളുടെ മുന്നിലേക്ക് കൊണ്ട് വെക്കുമ്പോഴത്തേക്കും അതിനകത്താണ് ഡയറക്ടർ ലീ ഉള്ളത്. അപ്പോൾ സത്യത്തിലെ ഡയറക്ടർ ലീ അയാളെ കൊന്നിട്ടില്ല. കാരണം ഈ ഒരു അധികാരിക്ക് ഡയറക്ടർ ലീയെ വെച്ചിട്ട് എന്തോ ഒരു കാര്യം സാധിക്കാനുണ്ട്. അതുകൊണ്ട് ലീയെ കൊല്ലുന്നത് പോലെ, അതും നോർത്ത് കൊറിയയിൽ കൊണ്ട് കാണിക്കാൻ വേണ്ടി ലീയെ കൊല്ലുന്നത് പോലെ ഇവർ വെറുതെ ഒരു ഡ്രാമ ഉണ്ടാക്കിയതാണ്. യഥാർത്ഥത്തിൽ ലീ അവർ കൊന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ അധികാരി നമ്മുടെ ലീയോട് പറയും, നിങ്ങളെ കണ്ടുപിടിക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? അപ്പോൾ ലീ പറയും, കണ്ടുപിടിച്ചില്ലേ പിന്നെ അങ്ങ് കൊല്ലാഞ്ഞ എന്താ? അങ്ങനെ പെട്ടെന്ന് കൊല്ലാൻ കഴിയോ? നീ അവിടുന്ന് വരുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് വന്നതെന്ന് ഓർമ്മയുണ്ടോ? അതും ഒരുപാട് ഇൻഫർമേഷൻസ് നീ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെപ്പറ്റി അറിഞ്ഞാൽ മാത്രമേ നിന്നെ കൊല്ലാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ഡയറക്ടർ ലീയെ ഇപ്പോ ടോർച്ചർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയെ ടീമിനെ കാണിക്കുമ്പോഴത്തേക്കും അവർ നേരെ ഈ ഒരു ഹോട്ടൽ ഉണ്ടല്ലോ അതിന് കുറച്ച് ദൂരെയായിട്ട് വന്ന് നിൽക്കാണ്. ഇപ്പൊ അവിടെയാണ് നമ്മുടെ സാങ്ങും ആ ഒരു ടൈലറും ഉള്ളത് ഹീറോയെ സഹായിക്കാൻ വേണ്ടി. ഇപ്പോ ഹീറോ ആണെങ്കിലോ നേരത്തെ തന്നെ ഇവരോട് വിളിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇവരെ ഈ ഒരു ഹോട്ടലും കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോഴത്തേക്കും, അതും ഈ ഡ്രോൺ എല്ലാം വെച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഇതുപോലെ നോർത്ത് കൊറിയൻ ഏജന്റുമാരെ ഒരു വലിയ ചാക്ക് അകത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യം ഇവർ കണ്ടുപിടിച്ചിരുന്നു. ആ ഒരു വീഡിയോ ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഹീറോ പറയും, അതിനകത്തായിരിക്കണം ഡയറക്ടർ ലീ ഉള്ളത്, അതുകൊണ്ട് ലീ എന്തായാലും രക്ഷിക്കണം. പക്ഷെ അത് ഇത്ര എളുപ്പമല്ല. കാരണം ആ ഒരു ഹോട്ടലിന്റെ 4ാമത്തെയും 3ാമത്തെ ഫ്ലോറിലായിരിക്കണം നോർത്ത് കൊറിയക്കാരുള്ളത്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി ഉണ്ടാവും. അവരെല്ലാം കടന്നു വേണം അകത്തേക്ക് കയറാനായിട്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തേ മതിയാവുള്ളെന്ന് പറയുമ്പോൾ നമ്മുടെ ജിൻ പറയും, ഇത് കുറച്ച് പാടാണ്, അത്രയും പേരെ കഴിഞ്ഞ് ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് പാടാണെന്ന് പറയുമ്പോൾ ഹാൻസ് പറയും, പക്ഷെ അതിന് ഒരാളെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അത് വേറെ ആരുമല്ല, നമ്മുടെ ജോൺ ഉണ്ടല്ലോ അവനാണ്. കാരണം അവന്റെ ഹോട്ടലാണിത്. അതുകൊണ്ട് ഹീറോ വന്നിട്ട് അവനെ ഭീഷണിപ്പെടുത്തും. ഇതുപോലെ ഞങ്ങൾക്ക് ഡയറക്ടർ ലീയെ രക്ഷപ്പെടുത്തണം, അയാളെ രക്ഷപ്പെടുത്തിയാൽ മാത്രമേ നിനക്കും രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ, അയാൾ മരിച്ചാലും നീയും മരിക്കും, അതുകൊണ്ട് ഞങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ആ ഒരു ഹോട്ടലിൽ എത്തുന്നതിന് മുന്നേ അതും ആ ഒരു ബാരിക്കേഡ് കഴിഞ്ഞിട്ട് ഒരു ടണൽ വഴിയുണ്ട്, അത് എമർജൻസി എക്സിറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാക്കിയത്. ആ ഒരു വഴിയെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ടർ ലീയുടെ അടുത്തേക്ക് എത്താം. അതുപോലെ ആ ഒരു ബാരിക്കേഡ് കടന്ന് പോകണമെന്നുണ്ടെങ്കിൽ ദേ എൻ്റെ ID കാർഡ് കാണിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ശരി നമുക്ക് അകത്തേക്ക് പോകാനായിട്ടുള്ള ആ ഒരു പ്ലാൻ കിട്ടി, ഇനിയിപ്പോൾ അവിടെ നിന്ന് വെളിയിലേക്ക് വരണം, അതിനും എന്തെങ്കിലും പ്ലാൻ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ടൈലർ പറയും,
അതിനൊരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. കാരണം ഒരു ലോണ്ടറി വണ്ടി അതെപ്പോഴും അവിടെ നിന്ന് തുണികൾ എടുത്തുകൊണ്ട് പോകാനായിട്ട് ആ ഒരു ഹോട്ടലിലേക്ക് വരുന്നതാണ്. അതേപോലെ തുണി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടേക്ക് വരാം, അതും ആ ഒരു വണ്ടിയായിട്ട്. 7:20 ഞാൻ അവിടെ വരും, 7:30 ഞാൻ അവിടെ നിന്ന് പോകും. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ആ ഒരു വണ്ടിയിലേക്ക് കയറാനുള്ള സമയം വെറും 10 മിനിറ്റ് മാത്രമാണ്. അതിനുള്ളിൽ വെളിയിലേക്ക് വരണമെന്ന് പറയുമ്പോഴത്തേക്ക് ഹീറോ പറയും, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ആ ഒരു സമയം മതി. ആ ഡയറക്ടർ ലീയെ രക്ഷപ്പെടുത്തേണ്ട ചുമതല എനിക്കാണ്, അത് ഞാൻ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജിന്നും ഹാൻസും പറയും, പക്ഷെ അത് എളുപ്പമാണെന്ന് തോന്നുന്നില്ല. കാരണം ഒരുപാട് CCTV സെക്യൂരിറ്റികൾ ഇവരെല്ലാം കഴിഞ്ഞിട്ട് അവിടേക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ സാങ് പറയും, ഓക്കെ, CCTVയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, അത് സാങ് മാനേജ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, ഇപ്പോൾ പ്ലാൻ എന്തായാലും കറക്റ്റായി, ഇനിയിപ്പോൾ അത് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവർ രാത്രി വരെ അവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് എന്താണ്, ഇവർ 3 പേരും ഇതുപോലെ കോസ്റ്റ്യൂം എല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഹാൻസൂനെ ആ ഒരു കാറിന്റെ ഡിക്കിയുടെ അകത്തേക്ക് വെക്കും. എന്നിട്ട് ജോണിന്റെ സെക്യൂരിറ്റികളെ പോലെ നമ്മുടെ ഹീറോയും ജിന്നും ഇവര് രണ്ടുപേരും കാറിന്റെ മുന്നിലിരുന്നിട്ട് ഇപ്പൊ ആ ഒരു ബാരിക്കേഡ് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോകാൻ പോവാണ്. അങ്ങനെ ആ ഒരു ബാരിക്കേഡിന് അടുത്ത് എത്തുമ്പോഴത്തേക്കും അവർ ചെക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ജോണിന്റെ ആ ഒരു ID കാർഡ് കാണിക്കുന്നതും ഇവരെല്ലാവരും അകത്തേക്ക് വിടുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും അകത്തേക്ക് വന്നിട്ട് ഒന്നാമത്തെ ആ ഒരു കടമ്പ കഴിഞ്ഞു. എന്നിട്ട് എന്താണ്, നമ്മുടെ ജോൺ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ആ ഒരു ടണൽ വഴിയുണ്ടല്ലോ അതുവഴി ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ നടന്ന് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഒരു വലിയ ഗേറ്റ് ഉണ്ട്. അതിന്റെ ലോക്കാണെങ്കിൽ നമ്പർ ലോക്ക്. ഇത് നമ്മുടെ ജോണിനെ തുറക്കാൻ കഴിയും. അതുകൊണ്ട് അവൻ ആ ഒരു ലോക്ക് തുറക്കുന്നതും ഇപ്പോൾ വെളിയിൽ നിന്നിട്ട് കുറെ ദൂരെ നിന്നിട്ട് ആ ഒരു സിയാങ് ഉണ്ടല്ലോ അവൻ ഇതെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും അകത്തേക്കായിരുന്നത് നമ്മുടെ ഹാൻസു പുറകിൽ വരുമായിരുന്നല്ലോ. അവൻ വിചാരിക്കും ഇതുപോലെ ഗേറ്റ് ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും അകത്തേക്ക് വന്നാലോ, അതുകൊണ്ട് അവൻ ആ ഒരു ഗേറ്റ് പൂട്ടിയിട്ട് ഇവരോടൊപ്പം തന്നെ അകത്തേക്ക് പോകുന്നു. ഇപ്പോൾ കുറേ ദൂരം ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അതിനകത്ത് മറ്റൊരു ഡോർ ഉണ്ട്. അപ്പൊ ആ ഒരു ഡോർ തുറക്കാനുള്ള പാസ്വേഡ് അത് ചെയർമാന്റെ ഫിംഗർ പ്രിന്റ് ആണ്. അത് വെച്ച് ആ ഒരു ഡോർ തുറന്ന് അത് കഴിഞ്ഞിട്ട് അതിനകത്തൊരു ലിഫ്റ്റ് ഉണ്ട്. ഇപ്പൊ ആ ഒരു ലിഫ്റ്റിലേക്ക് കയറിയിട്ട് എല്ലാവരും മുകളിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഹാൻസും അതേപോലെ തന്നെ ജിന്നും ചെയർമാൻ ജോണിനോട് ചോദിക്കുന്നത്, അല്ല ഇത്രയും വലിയൊരു ഹോട്ടല് കെട്ടി വെച്ചിട്ട് ഇതുപോലെ സീക്രട്ട് ആയിട്ടുള്ള ഒരു വഴി എന്തിനാ ഉണ്ടാക്കി വെച്ചത്? നാളെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് ഓടി രക്ഷപ്പെടാനാണോ? അപ്പോൾ ജോൺ ആണെങ്കിൽ മറുപടി ഒന്നും പറയത്തില്ല. അങ്ങനെ ഇവരെല്ലാവരും നേരെ മുകളിലേക്ക് വന്നിട്ട് ഒരു റൂമിനകത്തേക്ക് കയറുമ്പോൾ അത് ചെയർമാൻ ജോണിന്റെ പേഴ്സണൽ ആയിട്ടുള്ള റൂമാണ്. അതിനകത്തേക്ക് വന്നിട്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ മാപ്പ്, ബ്ലൂ പ്രിന്റ്, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ അതെല്ലാം എടുത്തിട്ട് നമ്മുടെ ഹീറോ നല്ലതുപോലെ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജോൺ ആണെങ്കിൽ ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ജിൻ ഒരു തോക്കുമായിട്ട് അവന്റെ മുന്നിലിരിക്കുകയാണ്. അപ്പോഴാണ് ജോൺ ചോദിക്കുന്നത്, അല്ല നീ എന്തിനാ ഇപ്പോഴും എന്റെ മുന്നിൽ വന്നിരിക്കുന്നത്? എനിക്ക് ഈ ഒരു മുറിയിൽ നിന്ന് എവിടേക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇനിയിപ്പോൾ നീ ഷൂട്ട് ചെയ്താൽ പോലും ആ ഒരു ശബ്ദം വെളിയിലേക്ക് പോകത്തില്ല. അതുപോലെയാണ് ഈ ഒരു റൂം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ജിൻ പെട്ടെന്ന് അലറി വിളിക്കാൻ തുടങ്ങും. കുറേ നേരം അലറി വെച്ചിട്ട് ആരും ഉള്ളിലേക്ക് വരുന്നില്ല. അപ്പോൾ ജിൻ പറയും, ഓക്കെ നീ പറഞ്ഞത് ശരിയാണെന്നും പറഞ്ഞിട്ട് അവനിപ്പോൾ മറ്റൊരിടത്തേക്ക് പോകുന്നതും നമ്മുടെ ജോൺ ഉണ്ടല്ലോ അവൻ ആ ഒരു സെക്രട്ടറിയുടെ അടുത്ത് നിന്ന് എന്തോ ഒരു മെസ്സേജ് വരുന്നു. ബോസ് നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ ചെയ്ത് തീർത്തു എന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നതും ഇത് കാണുന്ന ജോൺ ഇപ്പോൾ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജോണിന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 2 സർവന്റ് ഇതുപോലെ ഫുഡും കൊണ്ട് അകത്തേക്ക് വരുന്നതും അവരകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോണിനെ അവിടെ കെട്ടിയിട്ടേക്കുന്നു. ടേബിളിൽ കുറെ തോക്കിരിപ്പുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവർ രണ്ടുപേരും അത് മുഖത്ത് കാണിക്കാതെ ചിരിച്ചുകൊണ്ട് വെളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജിൻ പെട്ടെന്ന് അവരെ തടയും. എന്നിട്ട് പറയും, അല്ല നിന്റെ ഷർട്ടിന്റെ സൈസ് എത്രയാന്ന് ചോദിക്കുമ്പോൾ XXL. ഓക്കെ എനിക്കത് ഓക്കെ ആണെന്നും പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സാങ്ങും അതേപോലെ തന്നെ ജിന്നും ഇവര് രണ്ടുപേരും ആ ഒരു സെർവന്റിന്റെ വേഷം മാറ്റിയിട്ട് ഇവര് രണ്ടുപേരും ആ ഒരു സെർവന്റിനെ പിടിച്ചു വെച്ച് അവരുടെ വേഷം എടുത്തിട്ട് നമ്മുടെ ഹാൻസു ഉണ്ടല്ലോ ഹാൻസുനെ അവര് ഫുഡ് കൊണ്ടുവന്ന ആ ഒരു ട്രോളിയുണ്ട് അതിന് താഴെ ഒളിക്കാൻ പറഞ്ഞ് അവനെയും കൊണ്ട് നേരെ ഈ ഒരു സർവേലൻസ് റൂം ഉണ്ട് അവിടേക്ക് പോവാണ്. അപ്പൊ അതിനിടയിൽ ഒരുപാട് സോൾജേഴ്സ് അവിടെ സെക്യൂരിറ്റികളായിട്ട് നിൽപ്പുണ്ട്. അവരെല്ലാവരെയും കഴിഞ്ഞു വേണം ഇവർക്ക് രണ്ടുപേർക്ക് ഇങ്ങനെ വരാനായിട്ട്. അപ്പോൾ രണ്ടുപേരും മുഖത്ത് അത് കാണിക്കാതെ ചിരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഓരോരുത്തരെ കഴിഞ്ഞങ്ങനെ പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ ആ ഒരു ലിഫ്റ്റ് വഴി ഉടനെ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലേക്ക് ടെറസിന് മുകളിലേക്ക് ഇപ്പോൾ നമ്മുടെ ജിൻ, സാങ് അതേപോലെ തന്നെ ഹാൻസു ഇവര് 3 പേര് സർവേലൻസ് റൂമിലേക്ക് വന്നിട്ട് അവിടെയുള്ള CCTV എല്ലാം പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇവരുടെ ആ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി 10 മിനിറ്റ് ഉണ്ട്, അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കണം. ഇതേ സമയം താഴെയാണെങ്കിൽ നമ്മുടെ ടൈലർ പറഞ്ഞതുപോലെ തന്നെ അവൻ ആ ഒരു വണ്ടിയും കൊണ്ട് തുണിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയും കൊണ്ട് താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവര് 3 പേര് ഈ ഒരു സർവേലൻസ് റൂമിലേക്ക് വന്നെങ്ങനെ എന്താ വെച്ചാല് ഫുഡ് കൊടുക്കാനെന്നുള്ള രീതിയിൽ ആ ഒരു മുറിയുടെ വെളിയിലേക്ക് വന്ന് അവിടെ എല്ലാവരും ഡോർ തുറക്കുമ്പോഴത്തേക്കും അവരെല്ലാവരും അടിച്ചിട്ടാണ് ഇവർ 3 പേരും ഈ റൂമിനകത്തേക്ക് കയറിയത്. എന്നിട്ട് ഇവർ വന്നിട്ട് ആ ഒരു CCTV പരിശോധിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡയറക്ടർ ലീ എവിടെയാണുള്ളതെന്ന് നോക്കണം. ഇപ്പൊ ആ ഒരു റൂം കണ്ടുപിടിച്ചാൽ മാത്രമേ അവിടേക്ക് നമ്മുടെ ഹീറോയ്ക്ക് പോകാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു കുറേ നേരമായിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ വേറൊരു മുറിയിൽ നിന്നും ഒരു ബാഗ് അടുത്തൊരു മുറിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് ഇവർ വിചാരിക്കും അതിനകത്തായിരിക്കണം ഡയറക്ടർ ലീ എന്ന്. അപ്പൊ ഈ കാര്യം നമ്മുടെ മുകളിലുള്ള ഹീറോയെ ഇവരെ അറിയിക്കുന്നതും ഹീറോ ഇപ്പോൾ മുകളിൽ നിന്നും ആ ഒരു ഫ്ലോർ ഏതാണെന്ന് മനസ്സിലാക്കി ആ ഒരു റൂമിന്റെ ബാൽക്കണി ഉണ്ടല്ലോ അവിടേക്ക് കയറ് വഴി ചാടി ഇറങ്ങിയിട്ട് ഇപ്പൊ അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഡയറക്ടർ ലീയെ ഈ നോർത്ത് കൊറിയൻ ഏജന്റുമാരും ആ ഒരു അധികാരിയും കൂടി ചേർന്നിട്ട് ടോർച്ചർ ചെയ്യാണ്. കാരണം അയാളുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു വിവരം ഇവർക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്.
ഇപ്പോൾ ഹീറോ അയാളെ രക്ഷിക്കാൻ വേണ്ടി അകത്തേക്ക് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിനകത്തേക്ക് വേറെ കുറച്ച് ആളുകൾ വരുന്നത് പോലെ ഹീറോ പെട്ടെന്ന് ഒളിച്ചു കേൾക്കും. അപ്പൊ അവർ വന്നിട്ട് പറയുന്നതെന്ന് വെച്ചാല്, സാർ, ഏജന്റ് കിം രക്ഷപ്പെട്ടു, അതുകൊണ്ട് എന്തായാലും അവൻ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു അധികാരി പറയും, ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി കുറച്ചുകൂടി ബലപ്പെടുത്തണം. ഒരു കാരണവശാലും നമ്മുടെ ടീം എന്താണെന്ന് വെച്ചാൽ നോർത്ത് കൊറിയൻ സോൾജേഴ്സ് ഉണ്ടല്ലോ, അവരാരും തോക്ക് യൂസ് ചെയ്യരുത്. അങ്ങനെ തോക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെളിയിലുള്ള സൗത്ത് കൊറിയൻ സോൾജേഴ്സ് അവരത് മനസ്സിലാക്കും എന്ന് പ്രത്യേകം ഈ ഒരു അധികാരി ഇവരോട് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അധികാരിയാണെങ്കിലോ തിരിച്ചു വന്നിട്ട് ഡയറക്ടർ ലീയെ ടോർച്ചർ ചെയ്യാനായിട്ടുള്ള ആ ഒരു ആളുകളുണ്ടല്ലോ, അവരെ രണ്ടുപേരെ വെളിയിലേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് ലീയോട് എന്തോ ഒരു കാര്യം പറയാൻ വരുന്നുണ്ട്. ഇതെന്താണെന്ന് നമ്മുടെ ഹീറോ കേൾക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് സമയവും കഴിഞ്ഞു പോകുന്നു. അതിനു മുന്നേ ലീയെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയേ മതിയാവും. ഇപ്പൊ നമ്മുടെ സാങ്, ഹാൻസു, ജിൻ, എന്തുകൊണ്ടാണ് ഹീറോ ഇപ്പോഴും അയാളെ രക്ഷിക്കാൻ പോവാത്തതെന്ന് അപ്പോഴാണ് ഈ ഒരു അധികാരി ഡയറക്ടർ ലീ എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നത്, അയാൾ കൊണ്ടുവന്ന ആ ഒരു കാര്യം എന്താണെന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഈ ഒരു അണുവായുധം ഉണ്ടല്ലോ, മിസൈൽസ്, അതിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ഇയാൾ ഒരു പെൻഡ്രൈവിൽ എടുത്തുകൊണ്ട് വന്നിരുന്നു. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോർത്ത് കൊറിയയിൽ നിന്നും ഇയാൾ ഒരുപാട് പണം മോഷിച്ചുകൊണ്ട് വന്നു. അത് ഡോളറാക്കി മാറ്റി ഒരു അക്കൗണ്ടിൽ സേവ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ അതിന്റെ ആ ഒരു ഡീറ്റെയിൽസ് ഇതെല്ലാം ഒരു മെമ്മറി കാർഡിലാണുള്ളത്. അപ്പൊ ആ ഒരു മെമ്മറി കാർഡ് അന്വേഷിച്ചാണ് ഈ ഒരു അധികാരി ഇവിടെ വന്നത്. ഇപ്പൊ ഈ ഒരു അധികാരിക്ക് വേണ്ടത് ആ ഒരു മെമ്മറി കാർഡാണ്. അതെനിക്ക് തന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാന്ന് പറയുമ്പോഴത്തേക്ക് ലീ പറയും, എന്നെ കണ്ടിട്ട് എന്താ മണ്ടനാണെന്ന് തോന്നുന്നുണ്ടോ, അത് ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞാലേ നീ എന്നെ അപ്പം തന്നെ കൊല്ലുമെന്ന് എനിക്ക് അറിയാമെന്ന് പറയുന്നതും ദേഷ്യം വന്ന ആ ഒരു അധികാരി തോക്കെടുത്തുകൊണ്ട് വന്നിട്ട് ലീയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും പെട്ടെന്ന് നമ്മുടെ ഹീറോ പുറകിലൂടെ വന്ന് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങി ആ ഒരു അധികാരിയുടെ കഴുത്ത് പിടിച്ച് തിരിച്ചു കൊടുക്കുന്നതും അയാളുടെ ബോധം പോയിട്ട് പെട്ടെന്ന് താഴെ വീഴുന്നു. ഇപ്പോഴാണ് ആ ഒരു ഇന്റലിജന്റ് ഓഫീസർ നമ്മുടെ ഹീറോയെ കണ്ടിട്ട് പറയുന്നത്, എനിക്കറിയടാ നീ വരുമെന്ന്, കാരണം നീ എന്റെ ശിഷ്യനല്ലേ എന്ന് പറയുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോ ടൈം നോക്കുമ്പോഴത്തേക്കും ഇനി വേറെ 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഹീറോ പറയും, ശരി, ഡയറക്ടർ ലീയെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് പോകാനായിട്ടുള്ള സമയമെന്ന് പറയുന്നത്. ഇതേ സമയം താഴെയാണെങ്കിലോ നമ്മുടെ ടൈലർ ആ ഒരു തുണിയെല്ലാം വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും അവനെ നോക്കാനായിട്ട് ഒരാൾ നിൽപ്പുണ്ട്. ഇതേ സമയം നമ്മുടെ ജിന്നും ഹാൻസുവും ഇവർ രണ്ടുപേരും ഇപ്പോൾ ഈ ഒരു മുറിയിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് ഇവർ പോകുന്ന വഴിയെ ഒരുപാട് സെക്യൂരിറ്റികളുണ്ടല്ലോ, അവരെല്ലാവരെയും മാനേജ് ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ ഹാൻസുവും ജിന്നും അങ്ങനെ ശബ്ദം ഉണ്ടാക്കി ഇവർ നടന്നു പോകുന്ന വഴിയുള്ള ആ ഒരു സോൾജേഴ്സ് അവരുമായിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് നമ്മുടെ സാങ് കിമ്മിനെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നത്, നീയുള്ള മുറിയില്ലേ, അതിന് വെളിയിൽ രണ്ടുപേരും നിൽപ്പുണ്ട്, കുറച്ചു നേരം നീ വെയിറ്റ് ചെയ്, ഹാൻസുവും ജിന്നും ഉടനെ തന്നെ അവിടേക്ക് വരുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു നോർത്ത് കൊറിയൻ സോൾജേഴ്സ് ഉണ്ടല്ലോ, അവർ ഈ ഒരു സർവൈലൻസ് റൂമിലേക്ക് അവിടെയുള്ള ആളുകളായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് നേരം അവരെ വിളിച്ചിട്ടും അവർ തിരിച്ച് പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ആ ഒരു സർവൈലൻസ് റൂമിലേക്ക് വരുന്നതും ഇത് മനസ്സിലാക്കി നമ്മുടെ സാങ് അവർ വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു മുറിയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും അവിടേക്ക് വന്നിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി ആ റൂമിനകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അതിനകത്തുള്ള എല്ലാവരെയും അടിച്ചിട്ടേക്കുന്നു. അതുമല്ല, ക്യാമറ വഴി ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ക്യാമറ ഒന്നും വർക്കാവുന്നില്ല. കാരണം എല്ലാം ഫെയിലാക്കിയിട്ടാണ് നമ്മുടെ സാങ് അതിനകത്ത് നിന്ന് വെളിയിലേക്ക് പോയത്. ഇപ്പൊ ഈ ഒരു നോർത്ത് കൊറിയൻ ഏജന്റുമാർ എന്താ ചെയ്തെന്നറിയോ, ഇവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവര് ജാമർ അങ്ങ് ഓണാക്കും. അപ്പൊ എന്താണ്, നമ്മുടെ ഹീറോ, ഹാൻസു, ജിൻ, സാങ്, ടൈലർ, ഇവർക്കെല്ലാവർക്കും ആ ഒരു ഫോണിന്റെ കണക്ഷൻ അങ്ങ് നഷ്ടപ്പെടും. ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനും കഴിയത്തില്ല. ഇപ്പൊ ആരൊക്കെ എവിടെയാണ്, ഏത് ഫ്ലോറിലാണ്, എങ്ങനെയാണ്, എന്താണ് ചെയ്യുന്നത് ഒന്നും അറിയാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ നമ്മുടെ ഹീറോ വിചാരിക്കും ഇനിയും വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ലാതെന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ ഒരു ഡോറും തുറന്ന് വെളിയിലുള്ള 2 സെക്യൂരിറ്റികളായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവരിടിച്ച് താഴെക്കിടും. ഇതേ സമയം റൂമിൽ കെട്ടിയിട്ടിരിക്കുന്ന നമ്മുടെ ജോൺ, അവനാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി അവന്റെ കൈയും കാലെല്ലാം കെട്ടിയിട്ടേക്കാണല്ലോ, അവന്റെ പോക്കറ്റിൽ ഇപ്പോൾ ഒരു ലൈറ്റർ ഉണ്ട്, അതെടുത്തു വെച്ചിട്ട് അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ വരുന്ന വഴിക്കുള്ള സെക്യൂരിറ്റിമാരോട് ഫൈറ്റ് ചെയ്യുന്നു. ഇതേ സമയം മറ്റൊരിടത്താണെങ്കിലും നമ്മുടെ ഹാൻസുവും ജിന്നും ഇവർ രണ്ടുപേരും അവിടെയുള്ള സോൾജേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതുമല്ല, അടിക്കുന്നതിന്റെ ഇടയിലും നമ്മുടെ ഹാൻസുവും ജിന്നും രണ്ടുപേരും ഒരു മത്സരം വെച്ചേക്കാണ് ആരാണ് കൂടുതൽ ആളുകളെ അടിച്ചിടുന്നതെന്ന്. അതുമല്ല, അടിച്ചു കഴിയുമ്പോഴത്തേക്കും രണ്ടുപേരും ഈക്വലായിട്ട് 10 പേരെ വെച്ച് അടിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ടൈ ആയതുകൊണ്ട് ശരി ബാ നമുക്ക് ഇവിടെ നിന്ന് ലിഫ്റ്റിലേക്ക് പോവാന്ന് പറഞ്ഞ് രണ്ടുപേരും ലിഫ്റ്റിനടുത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കും ആ ഒരു നോർത്ത് കൊറിയൻ അധികാരിയുടെ സഹായിയായിട്ടുള്ള വേറൊരുത്തൻ, അവന്റെ പേര് ടേ, അവനിപ്പോൾ ഈ ഒരു സർവൈലൻസ് റൂമിലേക്ക് വന്നിട്ട് അവിടെയുള്ള CCTV മറ്റുള്ള ആളുകളെ കൊണ്ട് റെഡിയാക്കി ഇപ്പോൾ ഇതിനകത്ത് എന്താണ് നടക്കുന്നത് നോക്കുമ്പോൾ നമ്മുടെ ഹാൻസുവും ജിൻ, കിം ഇവരെല്ലാവരും ഇതേപോലെ ബാക്കിയുള്ള സെക്യൂരിറ്റികളെല്ലാം അടിച്ചിടുന്ന ആ ഒരു കാര്യം കാണുന്നു. അങ്ങനെ ഹാൻസുവും ജിന്നും ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും ആ ഒരു ലിഫ്റ്റിലേക്ക് കയറാനായിട്ട് വരുന്നതും ലിഫ്റ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു 4 പേരും കൂടിയുണ്ട്. അപ്പൊ ജിൻ ഹാൻസിനോട് പറയും, ഈ 4 പേരും എന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു ലിഫ്റ്റിനകത്തേക്ക് കയറിയിട്ട് ലിഫ്റ്റ് അങ്ങ് അടയ്ക്കും. അപ്പോൾ ലിഫ്റ്റ് താഴേക്ക് പോകുന്നതും നമ്മുടെ ജിൻ അതിനകത്ത് കിടന്നിട്ട് ആ ഒരു 4 പേരെ എടുത്തിട്ട് പന്ത് കളിക്കുന്നത് പോലെ ഇടിക്കുകയാണ്. അമ്മാതിരി ഇടി. ഇപ്പോഴാണ് വെളിയിൽ നിൽക്കുന്ന ഹാൻസ് പറയുന്നത്, ഓ ഇടി വിടാൻ പോയപ്പോഴത്തേക്ക് ഇനിയിപ്പോ ഞാൻ എങ്ങനെ വരും, ഇനിയിപ്പോ പടിക്കെട്ട് വഴി താഴേക്ക് വരണമെന്ന് പറഞ്ഞ് ഹാൻസു പടിയിലൂടെ താഴേക്ക് ഇറങ്ങി വരുന്നു.
ഇപ്പൊ നമ്മുടെ ജിന്നാണെങ്കിൽ ആദ്യം ആ ഒരു 4 പേരെ എടുത്തിട്ട് ഇടിക്കുമ്പോഴത്തേക്കും അവസാനം ആവും തോറും ആ 4 പേര് നമ്മുടെ ജിന്നിനെ പിടിച്ചു വെക്കുകയാണ്. ഇതേ സമയം ആ ഒരു സർവേലൻസ് റൂമിലുള്ള ടേ അവനിപ്പോ ഇതെല്ലാം കണ്ടിട്ട് പറയും, ഒരു കാരണവശാലും ഇവരാരും ഇവിടുന്ന് രക്ഷപ്പെട്ട് പോരുന്നെന്ന് പറഞ്ഞ് ഈ ഒരു ഹോട്ടലിലുള്ള ഫുൾ പവറും കട്ടാക്കി വിടുന്നു. അതേസമയം ഇവിടെ ടൈലർ തുണിയെല്ലാം അവന്റെ വണ്ടിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയുള്ള ആ ഒരു സെക്യൂരിറ്റി നമ്മുടെ ടൈലറിനോട് പറയും, ഓക്കെ നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് പോകാൻ പറയും. അതുകൊണ്ട് ടൈലറിന് വേറെ വഴിയില്ല, ഇവിടെ നിന്ന് പോയേ പറ്റൂ. അതുകൊണ്ട് ടൈലർ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതും ഇതേ സമയം ലിഫ്റ്റില് ഈ കറണ്ട് കട്ടായതുകൊണ്ട് ലൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ജിൻ അവൻ അവസരം കിട്ടി. അതുകൊണ്ട് ഈ ഒരു 4 പേരോടും ഒളിച്ച് കളിക്കുന്നത് പോലെ എല്ലാവരെയും എടുത്തിട്ട് ഇടിക്കുകയാണ്. ഈ ജിന്നിന്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര കോമഡിയാണ്. അത് ഇവിടെ തന്നെ നല്ല പവർഫുള്ളും. ഇപ്പൊ അവര് 4 പേരും ഇടി കൊണ്ടിട്ട് ഇപ്പൊ 4 പേരും ഒരുമിച്ച് നിന്ന് ആ ലൈറ്റർ കത്തിച്ചാണ്, എടാ നമ്മൾ ഇടിക്കുന്ന അവനെവിടെ എന്ന് പറഞ്ഞ് എല്ലാവരും ചുറ്റിനും നോക്കുമ്പോഴത്തേക്കാണ് മുകളിൽ നിന്നും ഞാൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കുന്നു. എല്ലാവരും പേടിച്ചിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജിൻ ആ ഒരു ലിഫ്റ്റിന്റെ മുകളിലേക്ക് പിടിച്ചിങ്ങനെ നിൽക്കാണ്. എന്നിട്ട് 4 പേരുടെ മുകളിലേക്ക് ഒരു ഒറ്റച്ചാട്ടം 4 പേരുടെ കാര്യം അവിടെ വെച്ച് കഴിഞ്ഞു. ഇതേ സമയം ഇത്ര നേരം മയങ്ങിക്കിടന്ന ആ ഒരു അധികാരി പെട്ടെന്ന് ഡോറും തുറന്ന് വെളിയിലേക്ക് വന്നിട്ട് ഇപ്പൊ എല്ലാവരും അടിച്ചിട്ടിരിക്കുന്ന കാര്യം കണ്ടിട്ട് ആ അധികാരി ആ ഒരു സെക്യൂരിറ്റിയോട് പറയും, ഏജന്റ് കിം ഇവിടെയുണ്ട്, അതിവിടെ തന്നെ ഡയറക്ടർ ലീ അവന് രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് ഈ ഹോട്ടലിൽ വിട്ട് ഒരിക്കലും അവര് 2 പേരും ജീവനോടെ പോകാൻ പാടില്ല എന്ന് പറയും. കാരണം അവര് 2 പേരെ കൊല്ലാനായിട്ടാണ് പറയുന്നത്. ഈ ഡയറക്ടർ ലീ അയാളെ രക്ഷപ്പെട്ടെന്നുള്ള കാര്യം നോർത്ത് കൊറിയക്കാരെ അറിഞ്ഞു കഴിഞ്ഞാല് ഈ നോർത്ത് കൊറിയൻ അധികാരിക്ക് തന്നെയാണ് അത് പ്രശ്നം. അതുകൊണ്ടാണ് ലീയെ കൊല്ലാനായിട്ട് പറയുന്നത്. കാരണം ഇതിനു മുന്നേ തന്നെ അയാളെ കൊല്ലുന്നത് പോലെ ഒരു വീഡിയോ ഫുട്ടേജ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ അത് ഫേക്ക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കല്ലേ പ്രശ്നം. ഇപ്പൊ ഈ കാര്യം ബാക്കിയുള്ള സെക്യൂരിറ്റികളെല്ലാം അറിഞ്ഞിട്ട് അവരെല്ലാവരും തോക്കുമായിട്ട് നമ്മുടെ ഹീറോയെ കൊല്ലാൻ വേണ്ടി അങ്ങനെ പോവാണ് പുറകെ. ഇതേ സമയം ഹീറോ ആണെങ്കിലോ എല്ലാവരെയും അടിച്ചിട്ട് ആ ഒരു ലോണ്ടറി വണ്ടി നമ്മുടെ ടൈലർ കൊണ്ടുവന്ന ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ വണ്ടിയില്ല. നോക്കുമ്പോൾ ഇനിയും സമയം ബാക്കിയുണ്ട്, 1 മിനിറ്റ് മാത്രം ബാക്കിയുണ്ട്. അതിനു മുന്നേ ഈ ഒരു ടൈലർ എവിടേക്ക് പോയി എന്നുള്ള രീതിയിൽ ഹീറോ അവിടെ നിൽക്കുന്നു. അപ്പോൾ അവിടേക്ക് വരുന്ന ബാക്കിയുള്ള സെക്യൂരിറ്റികളുണ്ടല്ലോ അവരുമായിട്ട് നമ്മുടെ ഹീറോ ആ തോക്ക് വെച്ചിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്തെല്ലാം. ഇപ്പൊ ഇതേ സമയം നമ്മുടെ ഹാൻസു ആ ഒരു പടിക്കെട്ട് വഴി താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അവന്റെ മുന്നിൽ ടേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെക്യൂരിറ്റി വന്ന് നിൽക്കുന്നു. എന്നിട്ട് ഹാൻസിനോട് ചോദിക്കും, അല്ല ഞാൻ ആരാണെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ മുഖത്തേക്ക് വെട്ടൊടിച്ചിട്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ടേ പറയും, കുറെ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ 2 പേരും ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഒരു കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഉണ്ടല്ലോ അതിലെങ്ങാണ്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാൻസിന് വലിയ ഓർമ്മയില്ല. അപ്പോഴേക്കാണ് ടേ പറയുന്നത്, ശരി എന്നോടൊപ്പം ഫൈറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹാൻസ് പറയും, ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവര് 2 പേരും ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത്തവണ നമ്മുടെ ഹാൻസിന് ബാക്കിയുള്ളവരെ അടിച്ചിട്ടതുപോലെയല്ല, ഇവര് 2 പേരും കരാട്ടെ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് 2 പേരും വേറെ ലെവലിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇതേ സമയം നമ്മുടെ ജോണിനെ കാണിക്കുമ്പോഴത്തേക്ക് ജോൺ ആ ഒരു ലൈറ്റർ വെച്ച് തന്റെ കയ്യിലെ ആ ഒരു കെട്ടുണ്ടല്ലോ അത് അഴിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവന്റെ കൈ പൊള്ളുന്നുണ്ട്. എന്നാലും അവനെ കിം അടിച്ച ആ ഒരു അടി എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നാണം കിട്ട ആ ഒരു രീതി, ഇതിനെപ്പറ്റിയെല്ലാം ആലോചിച്ചിട്ട് ആ ഒരു വാശി എല്ലാം അവന്റെ മനസ്സിലുണ്ട്. ഇപ്പൊ പ്രധാനമായിട്ടും മിന്നിന്റെ കാലിൽ വേണ്ടിട്ട് അവളോട് സോറി പറഞ്ഞല്ലോ. ഇതെല്ലാം ആലോചിച്ചിട്ട് ആ ഒരു വേദനയെല്ലാം സഹിച്ച് ഇപ്പൊ കയറെങ്ങനെയും പൊട്ടിച്ചെടുക്കും. അവന്റെ കൈ നല്ലതുപോലെ പൊള്ളിയിട്ടുണ്ട്. ഇതേ സമയം കിച്ചണിൽ നമ്മുടെ ഹാൻസുവിനെ ടേ അടിച്ചിട്ടിട്ട് ഇപ്പോൾ ഹാൻസ് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കാണ് ഇവര് 2 പേരും കിച്ചണിലാണല്ലോ, അവിടെ ഫുഡെല്ലാം ഇരിപ്പുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഹാൻസ് പറയാ, കുറച്ചു നേരം നിൽക്കുക, എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫുഡ് കഴിക്കും. അതേപോലെ തന്നെ അവന് കുറച്ച് എറിഞ്ഞു കൊടുക്കും. എന്നിട്ടാണ് പറയുന്നത്, നിന്നെ ഞാൻ എവിടെയെ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് നല്ലതുപോലെ ഓർമ്മ വരുന്നില്ല. എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ 2 പേരും ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. നീ കരാട്ടയിലും ഞാൻ റെസ്ലിംഗിലും. ഞാൻ എന്റെ നാടിനു വേണ്ടി സ്വർണ്ണ മെഡലെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാൻസ് കുറച്ചു നേരം അറിയുന്നത് പോലെയെല്ലാം ഇപ്പോ ഞാൻ ഓർത്ത് നോക്കട്ടെ, പക്ഷെ ഓർത്തിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ എന്നും പറഞ്ഞ് പെട്ടെന്ന് അവനോട് വീണ്ടും ഫൈറ്റ് ചെയ്യാനായിട്ട് വരുന്നു. ഈ ഗ്യാപ്പിൽ അവൻ കുറച്ച് ആഹാരം കഴിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹാൻസു കരാട്ടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കൂടുതൽ കാലിലാണല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. അതറിയുന്ന അവനാണെങ്കിൽ റെസ്ലറാണ്. അതുകൊണ്ട് അവൻ നമ്മുടെ ഹാൻസിന്റെ കാലിടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിയ ഹാൻസിനാണെങ്കിൽ ദേഷ്യം വന്ന് അവിടെയുള്ള പ്ലേറ്റ് എടുത്ത് അവന്റെ തലയിലേക്ക് അടിച്ച് അവനെ നല്ലതുപോലെ ഇടിച്ചങ്ങ് താഴെക്കിട്ട് ഇപ്പൊ തലേന്ന് രക്തമെല്ലാം വന്നിട്ട് ഹാൻസ് അവന്റെ മുന്നിലേക്ക് വന്ന് അവന്റെ മുഖം നോക്കിയിട്ട്, ഞാൻ ഇപ്പോഴും പറയാണ് എനിക്ക് നിന്നെ ഓർമ്മയില്ല എന്നും പറഞ്ഞ് അവനെ അടിച്ചിട്ടിട്ട് ഹാൻസ് ഓടി നിന്ന് വെളിയിലേക്ക് പോകുന്നു. ഇപ്പൊ ഇതേ സമയം നമ്മുടെ ഹീറോ അതേപോലെ തന്നെ ഡയറക്ടർ ലീ ഇവര് 2 പേരും ആളുകളോട് എല്ലാവരോടും ഫൈറ്റ് ചെയ്തിട്ട് കറങ്ങി ഒരു മുറിയിലേക്ക് വരുമ്പോൾ എല്ലാവരും ഇപ്പൊ ഇവരെ 2 പേരെ ചുറ്റി വളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഹീറോ നിൽക്കുമ്പോഴത്തേക്കാണ് ആ സ്പെഷ്യൽ ഏജന്റിന് ഒരു ബോംബ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവരുടെ ഇടയിൽ നിന്നും. ആ ബോംബ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്തും. ഇതേ സമയം നമ്മുടെ ഹാൻസും അതേപോലെ തന്നെ ജിന്നും ഇവര് 2 പേരും ജോണിനെ കെട്ടിട്ടിരിക്കുന്ന ആ ഒരു മുറിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ജോൺ കയ്യിലെ കെട്ടെല്ലാം അടിച്ചിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ജിൻ ഹാൻസിനോട് ചോദിക്കുന്നത്, എടാ നീയല്ലേ ഇവരെ കെട്ടിയിട്ട് നല്ലതുപോലെ കെട്ടിയിടാൻ പോലും അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ജോൺ ഇപ്പോൾ എഴുന്നേറ്റിട്ട് അവന്റെ ഫോൺ എടുത്ത് ഇവർക്ക് 2 പേർക്കും ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അതെടുത്ത് കാണുമ്പോഴത്തേക്കും വേറെ ഒന്നുമല്ല, നമ്മുടെ ഹാൻസുവിന്റെയും അതേപോലെ തന്നെ ജിന്നിന്റെയും മക്കളുണ്ടല്ലോ
അവരെ രണ്ടുപേരെയും പിടിച്ചോണ്ട് പോയിട്ട് ജോണിന്റെ ആളുകൾ കെട്ടിയിട്ടേക്കാണ്. ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നത് നമ്മുടെ ജിന്നിന് നല്ല ദേഷ്യം വന്നിട്ട് ജിൻ പെട്ടെന്ന് വന്ന് ജോണിന്റെ ഷർട്ട് പിടിക്കുന്നതും ജോൺ ഇപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട്. ആവേശപ്പെട്ട് ഒരു കാര്യം ചെയ്യരുത്, എനിക്ക് എന്ത് സംഭവിച്ചാലും അത് നിങ്ങളുടെ കുട്ടികൾക്ക് ഭയങ്കര ആപത്തായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാൻസു ഹേ ജിൻ അടങ്ങിയിരിക്കെ, അവനെന്തും ചെയ്യരുതെന്ന് പറയുമ്പോൾ ജിൻ ഇപ്പോ ജോണിനെ നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ പൊന്നു മോനെ, നിന്റെ കാര്യം നീ പിന്നെ എവിടെയാണെങ്കിലും നിന്നെ കണ്ടുപിടിച്ചു വന്ന് കൊല്ലും, വെട്ടി പീസാക്കുമെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇതുപോലൊരു കാര്യം നടക്കുമ്പോഴത്തേക്കും വെളിയിൽ ടൈലറിനെ കാണിക്കാണ്. അയാൾ ഇപ്പോഴും ആ ഒരു ഹോട്ടൽ വിട്ട് വെളിയിൽ പോയിട്ടില്ല. ആ ഒരു ട്രക്കും കൊണ്ട് ഈ ഒരു ഹോട്ടലിന് ചുറ്റുമായിട്ട് ചുറ്റി നടക്കുന്നു. ഇതേ സമയം നമ്മുടെ ജിന്നിനെയും അതേപോലെ തന്നെ ഹാൻസുനെ കാണിക്കുമ്പോൾ ഇവര് രണ്ടുപേരും ചെയർമാൻ ജോയിന്റെ കാറിൽ പോകുന്നു. അപ്പൊ ഇത് കണ്ട ആ ഒരു ടൈലർ ആണെങ്കിലും ഇവര് രണ്ടുപേരും അവിടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. ഇതേ സമയം മുകളിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ആ ഒരു ഇന്റലിജന്റ് ഓഫീസർ ഇവരെ രണ്ടുപേരെയും നോർത്ത് കൊറിയൻ ഏജന്റുമാരി വളഞ്ഞ് പിടിച്ചിരുന്നല്ലോ. അതുപോലെ കുറെ നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാനേ കഴിയത്തില്ല, രക്ഷപ്പെട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ആ ഒരു സോൾജേഴ്സായിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അതുപോലെ ഇവരെ സഹായിക്കാൻ വേണ്ടി സിയാങ് അവർ ഇത്രയും നേരം ഈ ഒരു ബിൽഡിങ്ങിന് വെളിയിൽ നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവനകത്തേക്ക് കയറി വന്നിട്ട് ഇവരെയും സഹായിക്കുന്നുണ്ട്. ഇപ്പൊ സിയാങ് അവരോട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ നമ്മുടെ സാങ് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ചെറിയൊരു വണ്ടിയുണ്ട് അതും കൊണ്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നതും ഇപ്പൊ നമ്മുടെ ഹീറോയുടെ കയ്യിലുള്ള ആ ഒരു ബോംബുണ്ടല്ലോ, ഇപ്പൊ ആ ഒരു ഇന്റലിജന്റ് ഓഫീസറിന്റെ കയ്യിലുള്ള ആ ഒരു ബോംബുണ്ടല്ലോ, അതെടുത്ത് ഇവരുടെ ഇടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഹീറോ അയാളെയും കൂട്ടി ആ ഒരു വണ്ടിയിൽ വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരും ഈ ഒരു ഹോട്ടലിന്റെ മറ്റൊരു വഴിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ സിയാങ് നിൽക്കുന്നത് തോക്കുമായിട്ട്. അപ്പോഴേക്കും ആ ഒരു ഇന്റലിജന്റ് ഓഫീസർ സിയാങ്ങിനോട് പറയും, സിയാങ് പെട്ടെന്ന് കോഡ് നമ്പർ 66 കൊല്ലരുത്, അവനെ നമുക്ക് ആവശ്യമാണെന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഒരു ടെസ്റ്റ്. നമ്മുടെ സിയാങ് കൊല്ലാൻ വന്നത് ഹീറോയല്ല, ആ ഒരു ഇന്റലിജന്റ് ഓഫീസർ ലീയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. കാരണം അവന്റെ ചേട്ടൻ പാർക്ക് അവൻ മരിക്കാനുള്ള കാരണക്കാരൻ ഇയാളാണെന്നുള്ള കാര്യം സിയാങ്ങിന് മനസ്സിലായി. അപ്പൊ ഇത് കേൾക്കുന്ന ലീ ആണെങ്കിലോ, ഇല്ല നിന്റെ ചേട്ടൻ ഒരു മിഷന് പോയപ്പോഴത്തേക്കും അവിടെ വെച്ചാണ് മരിച്ചു എന്ന് പറയുമ്പോൾ എന്ത് മിഷന് പോയിട്ട് മരിച്ചു എന്നോ, നീ എന്നോട് എന്താ പറഞ്ഞത്? കിമ്മാണ് എന്റെ ചേട്ടനെ കൊന്നതെന്നും അതുകൊണ്ട് കിമ്മിനെ കൊല്ലാൻ വേണ്ടിയിട്ടില്ലേ നീ എന്നെ പറഞ്ഞു വിട്ടത്? ദേ ഇപ്പൊ അവൻ എന്റെ മുന്നിൽ തന്നെയുണ്ട്, ഞാൻ അവനോട് തന്നെ ചോദിക്കാം, എന്റെ ചേട്ടനെ കൊന്നത് നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, നിന്റെ ചേട്ടനെ എന്നെ കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇതിലൂടെ തന്നെ മനസ്സിലായി ഹീറോ അല്ല ഒരിക്കലും അവന്റെ ചേട്ടനെ കൊന്നതെന്ന്. എന്നിട്ട് സ്പെഷ്യൽ ഏജന്റ് ലീയെ കൊല്ലാൻ വേണ്ടി അവൻ തോക്ക് ചൂണ്ടുമ്പോഴത്തേക്ക് ഹീറോ പെട്ടെന്ന് ഇടയിലേക്ക് കയറും. അപ്പോഴാണ് സിയാങ് പറയുന്നത്, നീ എന്തിനാ അയാളെ സഹായിക്കുന്നേ, അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് മാറാൻ പറയുമ്പോൾ ഹീറോ പറയും, ഇല്ല അതൊരിക്കലും കഴിയത്തില്ല, അയാളെ കൊല്ലാനായിട്ട് നിനക്ക് എത്രത്തോളം ദേഷ്യമുണ്ടോ അതിലും കൂടുതൽ ദേഷ്യം എനിക്കുണ്ട്, പക്ഷെ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയത്തില്ല, എനിക്ക് എന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി ഇയാളെ വേണം, എന്റെ മകളുടെ മുന്നിൽ എനിക്ക് ഒരു പ്രതികാരമില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും സിയാങ്ങിന് കാര്യം മനസ്സിലായി, ഹീറോ തന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് സിയാങ് മാറിക്കൊടുക്കും. ഇതേ സമയം ആ ഒരു ടൈലർ അവിടേക്ക് ആ ഒരു വലിയ വണ്ടിയായിട്ട് വരുന്നതും ഇത് കണ്ട ഹീറോ ഇന്റലിജന്റ് ഓഫീസർ ലീയെ ആ ഒരു വണ്ടിയിലേക്ക് കയറ്റിയിട്ട് ഇവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നതും സിയാങ് ഇവരെ തടയാനായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല. ഇവരാണെങ്കിലും ആ ഒരു വണ്ടിയും കൊണ്ട് നേരെ ആ ഒരു ഹോട്ടൽ കഴിഞ്ഞിട്ട് ആ ഒരു ബാരിക്കേഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞ് സേഫ് ആയിട്ട് വെളിയിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം ഇവരെ രണ്ടുപേരും നമ്മുടെ ഹീറോയും ലീയും രക്ഷപ്പെട്ടു പോയ ആ ഒരു കാര്യം നോർത്ത് കൊറിയൻ അധികാരി മനസ്സിലാക്കുന്നതും ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് അയാൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ദൂരം ഇവർ വണ്ടി ഓടിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ലീയും വണ്ടിയുടെ മുൻ സീറ്റിലേക്ക് കയറിയിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജിൻ ഇപ്പോൾ ഹീറോയെ വിളിക്കുന്നത്. എന്നിട്ട് പറയും, കിം സോറിയാ, എനിക്കിതല്ലാതെ വേറെ വഴിയില്ല, നീ വന്നില്ല എന്നുണ്ടെങ്കിലേ ഞങ്ങളുടെ മക്കളെ അവൻ കൊല്ലുമെന്നാണ് പറയുന്നത്, ഞങ്ങളുടെ രണ്ടുപേരുടെയും മക്കളെ ചെയർമാൻ ജോൺ പിടിച്ചു വെച്ചേക്കാണ്, അതുകൊണ്ട് നീ ഈ സ്ഥലത്തേക്ക് വരണമെന്ന് പറയുന്നത്. ഈ കാര്യം സാങ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇവരുടെ ആ ഒരു വണ്ടി ഓടിച്ചിട്ട് ഇവർ ആ ഒരു ഹോട്ടലിലേക്ക് കയറാനായിട്ടുള്ള വഴിയിൽ നമ്മുടെ ഹീറോയുടെ വണ്ടി ഇട്ടിട്ടുണ്ട്. അവിടേക്ക് വന്ന് ഹീറോ ഇപ്പോൾ ആ ഒരു വണ്ടിയിലേക്ക് കയറുന്നതിന് മുന്നേ ഈ ഡയറക്ടർ ലീ അയാളെ ജനറലിന്റെ അടുത്തേക്ക് എത്തിച്ചേക്ക്, എനിക്ക് ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട് എന്നും പറഞ്ഞ് ഹീറോ തന്റെ കാർ എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവിടെ നിന്ന് ഹീറോ നേരെ പോകുന്നത് നമ്മുടെ ജിൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്കാണ്, അതും ചെയർമാൻ ജോൺ ഉള്ള ആ ഒരു സ്ഥലം. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട് അവർ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ജിന്നും ഹാൻസും അവരെ രണ്ടുപേരും നിർത്തിയേക്കുന്നു. കുട്ടികളെ രണ്ടുപേരെയും ഒരിടത്തേക്ക് കെട്ടിയിട്ടിട്ട് ഇപ്പൊ അവരുടെ അടുത്ത് ഇവരുടെ ആ ഒരു സെക്രട്ടറി ഉണ്ടല്ലോ അവൻ തോക്കും വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ ഹീറോ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ജോൺ പെട്ടെന്ന് ഹീറോയോട് പറയുന്നത് ആ കൂടിനകത്തേക്ക് പോകാൻ പറയും. ഹീറോയ്ക്കും വേറെ വഴിയില്ല. ഹീറോ ആ ഒരു കൂടിനകത്തേക്ക് പോകുമ്പോൾ ജോൺ വന്നിട്ട് ആ ഒരു കൂടടച്ച് ഇപ്പൊ ഹാൻസുവിനോടും അതേപോലെ തന്നെ ജിന്നിനോടും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഒരു ജോലി തരാണ്, വേറൊന്നുമല്ല, നിങ്ങളുടെ സുഹൃത്തിനെ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ കൊല്ലണം, അത് നിങ്ങളുടെ രണ്ടുപേരുടെയും കുട്ടികൾ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുന്നതും രണ്ടുപേർക്ക് ഇപ്പൊ എന്ത് പറയാൻ അറിയത്തില്ല. മിണ്ടാതെ നിൽക്കുമ്പോഴത്തേക്കാണ് ജോൺ പറയുന്നത്, കിം ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ രണ്ടുപേരും മരിക്കും, കിം മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ രണ്ടുപേരും ജീവിക്കും, ഇതിലേത് വേണോ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക, കുട്ടികളോ അതോ സുഹൃത്തോ. ഇപ്പൊ ഹാൻസോനും ജിന്നിനും ഹീറോയെ അടിക്കാൻ കഴിയുന്നില്ല. അവർ രണ്ടുപേരും അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഹീറോ അവരോട് പറയുന്നുണ്ട്, എന്നേക്കാൾ വലുതാണ് നമുക്ക് നമ്മുടെ കുട്ടികൾ, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു കാര്യം ചെയ്യണം, എന്നെ അടിക്കാൻ പറയുമ്പോൾ രണ്ടുപേരും അപ്പോഴും ഒന്നും ചെയ്യാതെ തന്നെ നിൽക്കാണ്. അപ്പോൾ നമ്മൾ ജോൺ ആ ഒരു സെക്രട്ടറിക്ക് സിഗ്നൽ കൊടുക്കുന്നതും അവൻ ഈ ഒരു കുട്ടികളുടെ മുകളിലേക്ക് ഷൂട്ട് ചെയ്യും. അപ്പോൾ ഇവരെ രണ്ടുപേരും നമ്മുടെ ഹാൻസോവും ജിന്നും
ആ ഒരു കൂടിനടുത്തേക്ക് വന്നിട്ട് അവർ അലറി വിളിക്കുമ്പോഴത്തേക്ക് ഹീറോ അപ്പോഴും ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നെ അടിക്കാൻ പറയുമ്പോൾ ഇവർ രണ്ടുപേരും അപ്പോഴും അതേപോലെ തന്നെ അനങ്ങാൻ നിൽക്കാണ്. ഇപ്പൊ ഇങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഹീറോ ഇവരെ രണ്ടുപേരെ അടിക്കാൻ തുടങ്ങും. കാരണം രണ്ടുപേരെ അടിച്ചിട്ട് ആ ഒരു ദേഷ്യം വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിലും ഹീറോയെ ഇവർ തിരിച്ചടിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ ഹീറോ വന്നിട്ട് ജിന്നിനെ ഇടിക്കുമ്പോഴത്തേക്കാണ് ജിൻ പറയുന്നത്, എടാ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യും, എന്തെങ്കിലും ഒരു വഴി നമുക്ക് കിട്ടും, ആവേശം കാണിക്കരുതെന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോ പറയും, എനിക്ക് വേറെ വഴിയില്ല, ഞാൻ മരിച്ചാലേ കുട്ടികളെ രണ്ടുപേരെ രക്ഷപ്പെടുത്താൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജിന്നിനും വേറെ വഴിയില്ല. അതുകൊണ്ട് ജിൻ തിരിച്ച് നമ്മുടെ ഹീറോയെ ഇടിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹാൻസോനും ജിന്നിനും ഹീറോയെ ഇടിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. എന്നാലും കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോയെ ഇടിക്കും. ഇപ്പൊ കുറെ നേരം അടികൊണ്ട് ഹീറോ ഒരവസരത്തിൽ താഴേക്ക് വന്ന് വീഴുമ്പോഴത്തേക്കും ആ ഒരു ജോൺ ഇപ്പോൾ വെളിയിലിരുന്നിട്ട്, ഷടാ എന്താടാ കുറെ നേരമായിട്ട് നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങളോട് ഇങ്ങനെ അടിക്കാനാണോ പറഞ്ഞത്, അവനെ കൊല്ലാനാണ് പറഞ്ഞത്, ഇനിയും പറഞ്ഞാൽ കേൾക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങി കുട്ടികളെ കൊല്ലുമെന്ന് പറഞ്ഞ് തോക്ക് കാണിക്കുമ്പോഴത്തേക്കും ഇവർക്ക് രണ്ടുപേർക്കും വേറെ വഴിയില്ലാതെ വീണ്ടും നമ്മുടെ ഹീറോ ഇടിക്കുകയാണ്. ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും കഴിയുന്നില്ല. രണ്ടുപേരും കരഞ്ഞുകൊണ്ടാണ് ഹീറോയെ അടിക്കുന്നത്. കാരണം ഇവരുടെ ഒറ്റ സുഹൃത്തല്ലേ. അങ്ങനെ കുറെ നേരം ഇടിച്ചിടിച്ച അവസാനം നമ്മുടെ ഹീറോ താഴെ വീഴുന്നതും ഹീറോ ഇപ്പൊ പറയുന്നുണ്ട്, നമ്മളെക്കാൾ പ്രധാനം നമ്മുടെ കുട്ടികളാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഇതിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയെ, എൻ്റെ മിന്നിനെ നിങ്ങളാണ് നോക്കേണ്ടത് എന്നെല്ലാം പറയും. അപ്പൊ ഇത് കേൾക്കുന്ന ജോൺ ആണെങ്കിലോ പെട്ടെന്ന് ആ ഒരു കൂടിനടുത്തേക്ക് വന്നിട്ട്, നീ മരിച്ചു പോയി കഴിഞ്ഞാൽ നിന്റെ മകള് നിന്നെ ഒരുപാട് മിസ് ചെയ്യുമല്ലേ, അതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നതും ഇതായിരുന്നു നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടത്. ഹീറോ പെട്ടെന്ന് ജോണിന്റെ കോട്ടുണ്ടല്ലോ അതിലേക്ക് കയറി പിടിച്ച് ഒരു ഒറ്റ വലിച്ചു പിടിച്ചങ്ങനെ വെച്ചേക്കും. അപ്പൊ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഹീറോ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹാൻസും ജിന്നും ഇവര് രണ്ടുപേരും ഓടി വന്ന ആ ഒരു കൂടങ്ങ് ചവിട്ടി തുറക്കുന്നതും ഇവര് രണ്ടുപേരും നേരെ പോകുന്നത് ആ ഒരു സെക്രട്ടറിയുടെ അടുത്ത്. സെക്രട്ടറി ആണെങ്കിൽ ഇവരെ രണ്ടുപേരെ കണ്ടിട്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്യും. പക്ഷേ ബുള്ളറ്റ് നമ്മുടെ ജിന്നിന്റെ ദേഹത്ത് തട്ടിയാണ് പോകുന്നത്, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഹാൻസ് ഓടി വന്നൊരു ഒറ്റ ചവിട്ട് സെക്രട്ടറിയുടെ ജോലി കഴിഞ്ഞു. അപ്പോഴായിരുന്നു ഇവരുടെ പ്ലാൻ എന്താണെന്ന് കാണിക്കുന്നത്. 3 പേരും ആ ഒരു കൂട്ടിൽ നിന്നിട്ട് ഫൈറ്റ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറഞ്ഞു, നിങ്ങൾ എന്നെ അടിക്കി, നിങ്ങൾ രണ്ടുപേരും എന്നെ അടിച്ചോ, ആ ജോൺ എപ്പോഴെങ്കിലും ഈ ഒരു കൂടിനടുത്തേക്ക് വരും, അതുവരെ നിങ്ങൾ എന്നെ അടിക്കണം, ആ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സിഗ്നൽ തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ പ്ലാൻ ചെയ്താണ് ഈ ഒരു കാര്യം ചെയ്തത്. അങ്ങനെ ഹാൻസും ജിന്നും അവരുടെ കുട്ടികളെ എങ്ങനെ രക്ഷപ്പെടുത്തും. അതേപോലെ തന്നെ ജോൺ ഉണ്ടല്ലോ, അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. അവൻ അവിടെ തന്നെ വിട്ടിട്ട് ഇവർ 3 പേരും ഇപ്പോൾ വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഹീറോ ഇവരോട് പറയുന്നത്, ഓക്കെ കുട്ടികളെ നോക്കിക്കോ, ഞാൻ ഇവിടെ നിന്ന് പോവാണ് എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് നമ്മുടെ ഹാൻസു ജിന്നിനോട് പറയുന്നത്, ദേ ഇപ്പോഴും പ്രശ്നമൊന്നും കഴിഞ്ഞിട്ടില്ല, മിൻ ഇപ്പോഴും കിമ്മിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല, അതുകൊണ്ട് അവന് നമ്മുടെ സഹായം വേണം, കൂടാതെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ജിൻ പറയും, അതിനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് ജിൻ നേരെ വരുന്നത് തന്റെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം അവൾ ഇപ്പോഴും ആർമിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ ജിന്നിന്റെ ഭാര്യ ചോദിക്കും, അല്ല നിങ്ങൾ എന്താ ഇവിടെ വന്നേ? ഇല്ല, നമ്മുടെ കുട്ടികളെ നീ നോക്കണം, എനിക്കൊരു ജോലിയാണെന്ന് പറയുമ്പോൾ, ഇത് കുട്ടികളെ നോക്കുന്ന സ്ഥലമല്ല, ആർമി ക്യാമ്പാണെന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം, പക്ഷെ കിമ്മിനിപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ സഹായം വേണം, അതേപോലെ തന്നെ കുട്ടികളെ സംരക്ഷിക്കണം, പ്ലീസ് നീ എന്തായാലും ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവന്റെ ഭാര്യയുടെ കാല് പിടിച്ച അവസാനം കുട്ടികളെ രണ്ടുപേരും ഇവിടെ നിർത്തി. ഇപ്പൊ ജിന്നും ഹാൻസും നമ്മുടെ കിമ്മിനെ സഹായിക്കാൻ വേണ്ടി ഇവർ വെളിയിലേക്ക് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും സൗത്ത് കൊറിയ അതേപോലെ തന്നെ നോർത്ത് കൊറിയ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു സമാധാന ചർച്ചയുണ്ടല്ലോ അത് നല്ലതുപോലെ കഴിയുന്നുണ്ട്. അപ്പോൾ സൗത്ത് കൊറിയൻ പ്രസിഡന്റ് ആ ഒരു നോർത്ത് കൊറിയൻ അധികാരിയെ കണ്ടിട്ട്, ഓക്കെ നിങ്ങളോട് എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് അയാൾ ഒരിടത്തേക്ക് കൊണ്ടുപോയിട്ട് ഇന്നലെ ആ ഒരു ഹോട്ടലിൽ നമ്മുടെ ഹീറോയി ടീം കാണിച്ച ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ അവിടെ അഴിച്ചുവിട്ട ആ ഒരു അക്രമം, ഇപ്പൊ അതിനെപ്പറ്റിയാണ് ഈ ഒരു സൗത്ത് കൊറിയൻ പ്രസിഡന്റ് അയാളോട് സംസാരിക്കുന്നത്. ഇപ്പൊ സൗത്ത് കൊറിയൻ പ്രസിഡന്റ് പറയും, നിങ്ങൾ നോർത്ത് കൊറിയയിൽ നിന്നും ഒരു സമാധാന ചർച്ചയ്ക്കാണ് ഇവിടെ വന്നത്, ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുകളിലുള്ള അധികാരികൾക്ക് അറിഞ്ഞു കഴിഞ്ഞാലേ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുമ്പോൾ ആ ഒരു നോർത്ത് കൊറിയൻ അധികാരിക്ക് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ ഒരു ചർച്ചകളെല്ലാം കഴിഞ്ഞിട്ട് അയാൾ ഇപ്പോൾ തിരിച്ച് നോർത്ത് കൊറിയയിലേക്ക് പോകുന്നതിന് മുന്നേ അയാളുടെ സഹായികളോട് ഇതുപോലെ ഏജന്റ് കിമ്മും അതേപോലെ തന്നെ ഡയറക്ടർ ലീ ഇവർ രണ്ടുപേരും എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനൊന്ന് ശ്രമിക്കുന്നു പറയും. ഇതേ സമയം അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് അതിന്റെ മുകളിൽ കാണിക്കുമ്പോൾ ആരെ ഒരാളെ കെട്ടിത്തൂക്കിട്ടേക്കുന്നു. എല്ലാവരും താഴെ നിന്ന് നോക്കുമ്പോഴത്തേക്കും മുകളിലുള്ളത് വേറെ ആരുമല്ല, ജോൺ ഉണ്ടല്ലോ അവനാണ്. നമ്മുടെ ഹാൻസുവിന്റെയും അതേപോലെ തന്നെ ജിന്നിന്റെയും മക്കളെ തൊട്ടതുകൊണ്ടാണ് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇവന് ഇതുപോലെ ഒരു ശിക്ഷ കൊടുത്തത്. കൊന്നിട്ടില്ല, അതുപോലെ വെറുതെ കെട്ടിത്തൂക്കിട്ടേക്കുന്നേ ഉള്ളൂ. ഇതേ സമയം ഇന്റലിജന്റ് ഓഫീസർ ലീയെ കാണിക്കുമ്പോൾ അയാൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. അങ്ങനെ കണ്ണു പറഞ്ഞിട്ട് അയാള് വയറിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മെമ്മറി കാർഡ് ഉണ്ടല്ലോ അത് എവിടെ തന്നെ ഉണ്ടോ എന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്കും ആ ഒരു മുറിവ് ഇതുവരെ അവരെ അഴിച്ചിട്ടില്ല, അതുകൊണ്ട് അവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് അയാൾ സമാധാനമായിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ ലീയെ അതിനകത്തേക്ക് കുറച്ച് സോൾജേഴ്സ് വന്നിട്ട് അയാളെ പൊക്കിയെടുത്ത് നേരെ നമ്മുടെ സൗത്ത് കൊറിയൻ മേജർ ഉണ്ടല്ലോ അയാളുടെ മുന്നിലേക്ക് കൊണ്ടിരുത്തും. അപ്പോഴാണ് ഈ ഒരു മേജർ ചോദിക്കുന്നത്, നോർത്ത് കൊറിയയെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം, പറയാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ലീ ഇയാളുമായിട്ട് ഒരു ഡീല് സംസാരിക്കും. ശരി, നീ ചോദിക്കുന്ന എല്ലാ വിവരങ്ങളും ഞാൻ തരാം, അതിന് പകരം എന്നെ ഇവിടെ നിന്നും സേഫായിട്ട് മറ്റിടത്തേക്ക് അയക്കേണ്ടത് നിന്റെ ചുമതലയാണ്. അപ്പൊ ഈ ഒരു ഡീലിന് നമ്മുടെ മേജർ സമ്മതിച്ചിട്ട് ഇപ്പോൾ ലീ ആണെങ്കിലോ നോർത്ത് കൊറിയയിലെ ചില
ആയുധങ്ങളുടെ ശേഖരണവും അവിടുത്തെ മിലിറ്ററി ഓഫീസിന്റെ ചില വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മുടെ മേജറിന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മുടെ മേജറിന് കിട്ടേണ്ട എല്ലാ വിവരങ്ങളും കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇന്റലിജന്റ് ഓഫീസർ ലീയെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അയാൾ ഇപ്പോൾ റെസ്റ്റ് എടുത്ത് ഉറങ്ങുമ്പോഴത്തേക്കാണ് രാത്രി സമയത്ത് ആരോ ഒരാൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അതേപോലെ തന്നെ ലീയുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾക്ക് മയങ്ങാനുള്ള ഒരു മരുന്നും കുത്തിവെച്ച് അയാൾ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. ഇപ്പൊ അത് കൊണ്ടുപോകുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ കിം ആണ്. ഇപ്പൊ വെളിയിലേക്ക് ലീയെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കിം അയാളെ ആർക്കാണ് കൊടുക്കുന്നതെന്നറിയോ? നമ്മുടെ സിയാങ്ങിന്. ഇപ്പോൾ ഹീറോ വന്നിട്ട് സിയാങ്ങിനോട് ചോദിക്കുന്നുണ്ട്, അയാളെ ഇപ്പോൾ നീ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ അയാൾ ഏതായാലും ഞാൻ കൊല്ലാൻ പോകുന്നില്ല, നീ എന്നെ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് സിയാങ് ലീയനെ കൂട്ടി അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ഹീറോ തിരിഞ്ഞ് സിയാങ്ങിനെ നോക്കുന്നുണ്ട്. എന്നിട്ടാണ് സിയാങ്ങിന്റെ ചേട്ടൻ പാർക്ക് പറഞ്ഞ ചില കാര്യങ്ങൾ ഹീറോ ആലോചിക്കുന്നത്. മരിക്കുന്നതിന് മുന്നേ പാർക്ക് പറഞ്ഞിരുന്നല്ലോ, എന്ത് സംഭവിച്ചാലും നീ നല്ലതുപോലെ ജീവിക്കണം, നല്ലൊരു കുടുംബം വേണമെന്നല്ല. അതുപോലെ നിന്റെ ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു, ഇപ്പൊ ഞാൻ മാത്രമല്ല നീയും അതുപോലെ നല്ലൊരു ജീവിതം ജീവിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോ ഇപ്പൊ അവിടെ നിന്ന് പോകുന്നതും അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് ഡയറക്ടർ ലീയെ കാണാനില്ല എന്നുള്ള കാര്യം മേജർ ഇപ്പോൾ അറിയുന്നത്. ഇപ്പൊ അത് അറിയുമ്പോഴത്തേക്കും ആ ഒരു മേജറിന് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഇന്റലിജന്റ് ഓഫീസർ ലീയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള വിവരങ്ങളെല്ലാം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അയാൾക്ക് എന്ത് സംഭവിച്ചാൽ ഇവർക്ക് എന്താണ് എന്നുള്ള രീതിയിലാണ് മേജർ ഇരിക്കുന്നത്. ഇതേ സമയം ഇന്റലിജന്റ് ഓഫീസർ ലീയെ കാണിക്കുമ്പോൾ അയാൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു കടൽക്കരയില്. അപ്പൊ അയാൾ വിചാരിക്കും ഇയാളെ സേഫായിട്ട് വേറെ ഏതൊരു നാട്ടിലേക്ക് കടത്തിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുമ്പോൾ അയാളുടെ വയറിൽ നല്ല വേദനയുണ്ട്. തൊട്ട് നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ആ ഉള്ളിലിരുന്ന മെമ്മറി കാർഡ് ഉണ്ടല്ലോ, അത് സൗത്ത് കൊറിയയിലെ ജനറൽ നേരത്തെ തന്നെ എടുത്തിരുന്നു. അതുപോലെ പെട്ടെന്ന് തിരിഞ്ഞ് അടുത്തുള്ള ഒരു ബോർഡ് നോക്കുമ്പോഴത്തേക്കാണ് അടിപൊളി, ഇങ്ങനെ കൊണ്ടുവിട്ടത് നോർത്ത് കൊറിയയിലേക്ക് തന്നെയാണ്. അത് ചെയ്ത് വേറെ ആരുമില്ല, നമ്മുടെ സിയാങ്. അതുമല്ല ഇതുപോലെ കടൽ കടന്ന് ആരോ ഒരാൾ ഇവിടേക്ക് വന്നു നിറഞ്ഞ നോർത്ത് കൊറിയ ആ ഒരു പട്ടാളക്കാരുണ്ടല്ലോ, അവരെല്ലാവരും ഓടി വന്നിട്ട് നമ്മുടെ ഇന്റലിജന്റ് ഓഫീസറിനെ പിടിക്കുന്നതും ഇനി ഇയാളുടെ ജീവിതകാലം മുഴുവൻ അയാൾ ജയിലിൽ തന്നെ കഴിയണം. അങ്ങനെ അയാളുടെ കാര്യം എന്തായാലും അവിടെ വെച്ച് കഴിഞ്ഞു. ഇപ്പൊ ഇതേ സമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പൊ ഒരാൾക്ക് കോൾ ചെയ്യാണ്. എന്താന്ന് വെച്ചാല് നമ്മുടെ ജോൺ ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ ഒരു വിധത്തിൽ അടിച്ചൊതുക്കി ഹോസ്പിറ്റലിലാക്കിയെങ്കിലും അവൻ പ്രതികാരം ചെയ്യാൻ വേണ്ടി വീണ്ടും വരുമെന്ന് ഹീറോയ്ക്ക് അറിയാം. അതുകൊണ്ട് വലിയൊരു പണക്കാരനെ ഹീറോ ഇപ്പോൾ വിളിക്കും. അപ്പൊ ഇയാൾ വേറെ ആരുമല്ല, ഒരു പണക്കാരനും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഒരുപാടുള്ള ഒരാളാണ്. ഒരു തവണ ഹീറോ ഇയാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹീറോ വിളിച്ചിട്ട് എനിക്കൊരു സഹായം വേണം, എനിക്കും എന്റെ മകൾക്കും സമാധാനമായിട്ടുള്ള ജീവിതം ജീവിക്കണം, അതിന് നിങ്ങളെ കൊണ്ട് മാത്രമേ സഹായിക്കാൻ കഴിയത്തുള്ളൂ. അതേപോലെ തന്നെ എനിക്ക് തടസ്സമായിട്ടുള്ളത് ചെയർമാൻ ജോൺ ആണ്, അവനെയും പൂർണ്ണമായിട്ട് നീ ഇല്ലാതാക്കണം. എന്നാണ് വെച്ചാൽ അവന്റെ പൊളിറ്റിക്കൽ സപ്പോർട്ടും ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഇല്ലാതാക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരാള് നീ എന്റെ ജീവൻ രക്ഷിച്ച ആളാണ്, അതുകൊണ്ട് നിനക്ക് വേണ്ടി ഇതെല്ലാം ഞാൻ ചെയ്യുമെന്നും പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ജോണിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്. അവിടേക്ക് വക്കീലന്മാരും അതേപോലെ തന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥരും എല്ലാവരും വന്നിട്ട് അവിടെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ നടത്തുന്നു. അപ്പൊ ആ ഒരു കമ്പനിയിൽ നടന്ന ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങള്, അവർ ചെയ്ത തെറ്റുകൾ, ഇതിനെ പറ്റിയെല്ലാം മനസ്സിലാക്കും. അതേപോലെ തന്നെ ജോണിനെ സഹായിച്ച രാഷ്ട്രീയക്കാരെ ഇവരെല്ലാവരെയും കണ്ടുപിടിച്ചിട്ട് അവരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ആ ഒരു ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ടല്ലോ, അയാളെ രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി ആരും അറിയാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ സ്പെഷ്യൽ ഏജന്റ് വന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഇങ്ങനെ മാത്രം അങ്ങനെ രക്ഷപ്പെട്ട് പോയാലും ശരിയാവത്തില്ല. ഇതേ സമയം ജോണിന്റെ മകള് ഇവളാണല്ലോ എല്ലാം തുടങ്ങി വെച്ചത്, ആര് യൂറി. അവളിപ്പോ വേറെ ഏതൊരു രാജ്യത്ത് സുഖമായിട്ട് അവളിപ്പോ വേറെ ഏതൊരു രാജ്യത്ത് പറഞ്ഞു വിട്ടേക്കാണ്. അങ്ങനെ അവള് റൂമിലിരിക്കുമ്പോഴത്തേക്കാണ് അവളുടെ ഫോണിലേക്ക് ഒരുപാട് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കിം എന്ന് പറഞ്ഞ അയാളുടെ മകള് മിന്നിനെ നീ കൊല്ലാൻ ശ്രമിച്ചു അല്ലേ, അതിന് പ്രതികാരം ചെയ്യാനായിട്ട് മിന്നിന്റെ അച്ഛൻ പോയതും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സ്കൂൾ മുഴുവനായിട്ട് അറിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ യൂറിയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നതും അതേപോലെ തന്നെ ന്യൂസിലെല്ലാം കാണിക്കുമ്പോഴത്തേക്കും ജോൺ ഉണ്ടല്ലോ അവളുടെ അച്ഛൻ ഹോസ്പിറ്റലിലുള്ള ആ ഒരു കാര്യവും ന്യൂസിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം കാരണം ആരാണ്? ഈ ഒരു പെണ്ണാണ്. എത്ര വലിയ തെറ്റാണ് അവൾ ചെയ്തതെന്ന് ഇപ്പൊ അവൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ലല്ലോ. ഇതേ സമയം ഹോസ്പിറ്റലിലുള്ള നമ്മുടെ ജോണിനെ കാണിക്കുമ്പോൾ ജോണിനെ ഹാൻസും ജിന്നും അടിച്ചാടിയിൽ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വീൽ ചെയറിൽ അവനെ എൻക്വയറി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് ഒരുപാട് ന്യൂസ് റിപ്പോർട്ടർമാരും ബാക്കിയുള്ള ജനങ്ങളും എല്ലാവരും വന്നിട്ട് അയാളോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അവനോട് ഇതുപോലെ ആ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളാണോന്നും ഇങ്ങനെ പല കാര്യങ്ങൾ ജോൺ ചെയ്ത ആ ഒരു തെറ്റുകളും ഇതിനെപ്പറ്റിയെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും അതിനിടയിൽ ഒരുത്തൻ പെട്ടെന്ന് ഒരു കത്തി കൊണ്ടുവന്നിട്ട് നമ്മുടെ ജോണിനെ ഒരു ഒറ്റ കുത്ത് വയറിലേക്ക് പെട്ടെന്ന് അവനെ പിടിച്ച് മാറ്റുമ്പോഴത്തേക്കാണ് അത് വേറെ ആരുമല്ല, ആ ഒരു കുട്ടി വില്ലനുണ്ടല്ലോ അവനായിരുന്നു. അവന് പ്രതികാരം ചെയ്യാനായിട്ടുള്ള സമയം അവൻ നോക്കിയിരിക്കുമായിരുന്നു. ഇപ്പോൾ ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട് ഒരു ഒറ്റ കുത്ത്. അതുകൊണ്ട് നമ്മുടെ ജോണിനെ അവിടെയുള്ള ഡോക്ടർമാർ പെട്ടെന്ന് അകത്തേക്ക് കൊണ്ടുപോയിട്ട് ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ജോൺ മരിച്ചോ ഇല്ലെന്ന് ഇപ്പോഴും നമുക്ക് കാണിച്ചു തരുന്നില്ല. പക്ഷെ ഇതോടെ ജോണിന്റെ രാഷ്ട്രീയ പിടിപാട്, പണബലം ഇതെല്ലാം ഇതോടെ നശിച്ചിട്ടുണ്ട്. അതെന്തായാലും ഹീറോ നശിപ്പിച്ചു. കാരണം ഇനി ഹീറോയുടെ പിറകെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ വരുന്നത് ആ ഒരു മേജറിനെ കാണാൻ വേണ്ടി. എന്നിട്ട് പറയും, മേജർ നിങ്ങൾ തന്ന എല്ലാ ജോലിയും ഞാൻ തീർത്തിട്ടുണ്ട്, എനിക്ക് എന്റെ മകളെ വേണം, നിങ്ങൾ എനിക്ക് തന്ന ആ ഒരു വാക്ക് പാലിക്കണമെന്ന് പറയുമ്പോൾ മേജർ പറയും, അതെ ഞാനത് പാലിക്കും, നിനക്ക് നിന്റെ മകളുമായിട്ട് നല്ലൊരു ജീവിതം ജീവിക്കാം. പക്ഷെ അതിനു മുന്നേ ഏജന്റ് കിം അവൻ മരിക്കണമെന്ന് പറയുന്നതും ഹീറോയ്ക്ക് അത് മനസ്സിലായി. കാരണം വേറെ ഒന്നല്ല, ഹീറോയുടെ ഐഡന്റിറ്റി ഉണ്ടല്ലോ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ
അവൻ മരിച്ചതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ളൊരു ബോഡി അത് നോർത്ത് കൊറിയയിലേക്ക് അയക്കുന്നു. അത് നോർത്ത് കൊറിയൻ ആളുകളെ വിശ്വസിപ്പിക്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു നോർത്ത് കൊറിയൻ അധികാരി ഉണ്ടല്ലോ, അയാൾ ഇത് ന്യൂസിലൂടെ കണ്ടിട്ട് ഇപ്പോൾ ഹീറോയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും, ഇവരുടെ കയ്യിലുള്ള നോർത്ത് കൊറിയയിലുള്ള എല്ലാ വിവരങ്ങളും അയാളെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവാണ്. കാരണം ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒരുപക്ഷെ നമ്മുടെ ഹീറോ ജീവനോടെ ഉണ്ടെങ്കിലും ഹീറോയെ പിടിച്ചു കഴിഞ്ഞാൽ ഇയാൾ ചെയ്ത കാര്യങ്ങളും നോർത്ത് കൊറിയ അറിയും. അതുകൊണ്ട് ഹീറോയെ പറ്റിയുള്ള ഒരു വിവരം വേണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാം അവിടെ നിന്ന് ഇല്ലാതായി കളയുന്നു. അപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ ഹീറോ മരിച്ചതായിട്ട് എല്ലാവരും മനസ്സിലാകും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ മിന്നിനെ കാണിക്കുകയാണ്. അവളും വിശ്വസിച്ചിരിക്കുന്നത് നമ്മുടെ ഹീറോ മരിച്ചു പോയെന്നാണ്. അങ്ങനെ ആ ഒരു കല്ലറുണ്ടല്ലോ അതിനടുത്തേക്ക് വന്നിട്ട് മിൻ കുറേ നേരം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ആ ഒരു കണ്ണാടിയിൽ ആരോ പുറകിൽ നിൽക്കുന്നത് പോലെ അവൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് അത് നമ്മുടെ ഹീറോ കിം ആണ്. മിന്നിനെ കാണുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, മോളെ വരാനായിട്ട് കുറച്ച് ലേറ്റായി പോയെന്ന് പറയുന്നതും അവൾ ഓടി വന്ന് നമ്മുടെ ഹീറോയെ കെട്ടിപ്പിടിക്കും. അപ്പോൾ മിന്നും പറയുന്നുണ്ട്, അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞ് രണ്ടുപേരും കരഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഇനി നമ്മൾ രണ്ടുപേരും സന്തോഷമായിട്ടുള്ള ജീവിതം ജീവിക്കാൻ പോവാണ്. അതുമല്ല ഈ നാട്ടിൽ നമുക്ക് എന്തായാലും ഇനി നിൽക്കാൻ കഴിയത്തില്ല, വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും നേരെ വരുന്നത് നമ്മുടെ സ്പെഷ്യൽ ഏജന്റിന്റെ അടുത്തേക്ക്. അവിടെ വരാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയ്ക്ക് പുതിയതായിട്ടുള്ള ആ ഒരു ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത് സ്പെഷ്യൽ ഏജന്റ് ആണ്. അപ്പോൾ സ്പെഷ്യൽ ഏജന്റ് ഹീറോയോട് പറയുന്നുണ്ട്, കിം ഞാൻ കാരണം നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ മിന്നിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്, ഒരു ഇയർ ബൺ. അതേപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും പുതിയൊരു ഐഡന്റിറ്റിയും പേര് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഇപ്പൊ ഇവര് രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഇവർക്ക് കിട്ടിയ ആ ഒരു പുതിയ ലൊക്കേഷൻ, പുതിയ ഐഡന്റിറ്റി അതെല്ലാം വെച്ച് ജീവിക്കാൻ പോവാണ്. അങ്ങനെ രണ്ടുപേരും കാറിലേക്ക് കയറാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ആ ഒരു ടൈലർ ഉണ്ടല്ലോ അയാൾ വന്നിട്ട് നമ്മുടെ മിന്നിന് ഒരു ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുന്നു. അപ്പോൾ ഹീറോ പറയും, അല്ല ഇതെന്തിനാ, നിങ്ങളൊരു ടൈലർ അല്ലല്ലോ. അപ്പോൾ അയാൾ പറയും, ഞാൻ ഒരു ടൈലർ അല്ലായിരിക്കാം, പക്ഷെ ഇത്രയും കാലം നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഞാൻ കണ്ടതാണ്, അതുകൊണ്ട് മിന്നിനെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാം, എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോയിട്ട് ഇപ്പോൾ നമ്മുടെ മിന്നിന് TC വാങ്ങണം. അപ്പോൾ അവിടേക്ക് വരുന്നത് സാങ്ങിനെയും കൊണ്ടാണ്. കാരണം നമ്മുടെ കിമ്മ് മരിച്ചുപോയെന്നാണല്ലോ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് സാങ്ങിനെ കൊണ്ട് അവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ രണ്ടുപേരും TC എല്ലാം വാങ്ങിയിട്ട് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഹോൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ, ഇവനെ ഒന്നാമത്തെ എപ്പിസോഡിലോ രണ്ടാമത്തെ എപ്പിസോഡിലോ നമ്മൾ കണ്ടതാണ്, പിന്നെ ദേ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ മിന്ന അവനെ കാണുന്നതും രണ്ടുപേരും മാറിയിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹോൻ പറയുന്നത്, നീ കാണാതാവുന്നതിന് മുന്നേ നിനക്ക് അയച്ച ആ ഒരു മെസ്സേജല്ലേ, അത് ഞാനല്ല അയച്ചത്, കുറച്ച് റൗഡികൾ എന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരാണ് അയച്ചത്, എന്നോട് നീ ക്ഷമിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും അവൾ പറയും, ഹേയ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. ഓക്കെ ഇതിനുശേഷം നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നാലോ എന്ന് ചോദിക്കുമ്പോൾ മിൻ പറയും, ഞാൻ ഈ ഒരു നാട് വിട്ട് തന്നെ പോകാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൾ പോകാനായിട്ട് വരുമ്പോഴത്തേക്കും അവൻ പറയും, ഓക്കെ അതിന് കുഴപ്പമില്ല, നീ എന്നെ മറക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ നിന്റെ അഡ്രസ്സ് ഏതാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ വന്ന് കണ്ടോളാം, അല്ലെങ്കിൽ നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്ക് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും മിൻ പറയും, ഇല്ല എൻ്റെ അഡ്രസ്സ് ഒരിക്കലും എനിക്ക് പറയാൻ കഴിയത്തില്ല, എന്തായാലും നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ദേ എൻ്റെ ഈ ഒരു ബാഡ്ജ് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മിൻ അവളുടെ ബാഡ്ജ് എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ വണ്ടിയിൽ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവർ താമസിക്കാൻ വന്ന പുതിയ ഒരു നാട്, പുതിയൊരു വീടുണ്ടല്ലോ അവിടേക്ക് വന്നിട്ട് ഇപ്പൊ സാധനങ്ങളെല്ലാം വണ്ടിയിൽ നിന്ന് ഇറക്കുന്നു. അങ്ങനെ ഹീറോ സാധനങ്ങളൊക്കെ ഇറക്കുമ്പോഴത്തേക്കാണ് ജിന്നുണ്ടല്ലോ അവന് സഹായിക്കാൻ വേണ്ടി ഒരു ബൈക്കിൽ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും സാധനങ്ങളെ എടുത്തു വയ്ക്കുമ്പോഴത്തേക്കാണ് കുറെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹാൻസു അവൻ അവിടേക്ക് വരുന്നു. ഇപ്പൊ വരുമ്പോഴത്തേക്കും കോട്ട് സ്യൂട്ടെല്ലാം ഇട്ടിട്ട് വേറൊരു ഡ്രസ്സെല്ലാം ഇട്ട്, കാരണം ഇത്രയും നേരം നമ്മൾ കാണുമ്പോഴത്തേക്കും അവൻ ആ ഒരു കരാട്ടെ ഡ്രസ്സ് ഉണ്ടല്ലോ അത് മാത്രമാണല്ലോ കൂടുതൽ നേരം ഇട്ടിരുന്നത്. അപ്പൊ ഇതിൽ കാണുമ്പോഴത്തേക്കാണ് ജിൻ ചോദിക്കുന്നത്, ഓ അപ്പൊ നിനക്ക് നല്ല വസ്ത്രങ്ങളൊക്കെ ഇടാൻ അറിയാം, ഇതൊക്കെ ഇരുന്നിട്ടാണോ നീ അത് ഇട്ടുകൊണ്ട് നടന്നത്? അങ്ങനെ ഇവര് രണ്ടുപേരും നമ്മുടെ ഹാൻസുവിനെ കളിയാക്കി അത് കഴിഞ്ഞ് ഇവരുടെ എല്ലാവരുടെയും ജീവിതം വീണ്ടും പഴയതുപോലെ തന്നെ പോവാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ മാത്രമാണ് ഇപ്പൊ കുറച്ച് ദൂരെയായിട്ട് താമസിക്കുന്നത്, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കി എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട്. നമ്മുടെ മിന്നാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു സ്കൂളിൽ പോകുന്നുണ്ട്, ഹീറോയ്ക്ക് പുതിയൊരു ജോലി കിട്ടി. അതുമല്ല ഇടയ്ക്കിടയ്ക്ക് ഇവർ മൂന്നൊരു എപ്പോഴും കാണുന്നുണ്ട്, കാരണം ഇപ്പോൾ ഹീറോ പഴയ കിമ്മല്ല, അതുകൊണ്ട് ഹീറോയ്ക്ക് ഇനി ഇപ്പം ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനിടയിൽ നമ്മുടെ മിന്നുണ്ടല്ലോ അവള് സാങ്ങിനെ പോയി കാണുന്നുണ്ട്. അതിന് കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ മിന്നിന് ഹീറോ സിംഗിൾ ആയിട്ടിരിക്കുന്നത് അത്ര ശരിയാവുന്നില്ല, അതുകൊണ്ട് സാങ്ങിനെയും നമ്മുടെ ഹീറോയെയും ഇവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മിൻ ശ്രമിക്കുന്നത്. അതുപോലെ നമ്മുടെ സാങ്ങിനും ഹീറോയുടെ മുകളിലൊരു കണ്ണുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരിടത്ത് ജോലി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഹീറോ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അതൊരു ഏജൻസിയാണ്. ഇപ്പൊ അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ വലിയൊരു ഡോൺ ഉണ്ട്. ഹീറോ അകത്തേക്ക് വരുമ്പോൾ തന്നെ അയാൾ പെട്ടെന്ന് തിരിഞ്ഞിരുന്നിട്ട് പറയും, നീ ആരാണ്, എന്താണ് ഇതിനു മുന്നേ ചെയ്തിരുന്നത്, നിന്നെ പറ്റിയുള്ള എല്ലാ വിവരവും എനിക്കറിയാം എന്നും പറഞ്ഞ് അയാൾ എഴുന്നേറ്റ് തിരിഞ്ഞ് നമ്മുടെ ഹീറോയെ നോക്കി നിൽക്കുന്നതും ഹീറോയും അയാളോട് ഫൈറ്റ് ചെയ്യാനെന്നുള്ള രീതിയിൽ ഇതോടെ ഈ ഒരു സീരീസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഒരുപക്ഷെ ഇതിന്റെ രണ്ടാമത്തെ സീസൺ വരുവാണെങ്കിൽ എന്തായാലും നമുക്ക് ചെയ്യാം. ഈ ഒരു സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഒരു എക്സ്പ്ലനേഷനിൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് പോലെയോ അല്ലെങ്കിൽ വലിയ രസമില്ലാത്ത സുഖമില്ലാത്ത വോയിസ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അലർജി കാരണം സംഭവിച്ചതാണ്.
അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാം. മൊത്തത്തിൽ കണ്ടു തീരുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. പിന്നെ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. ഇപ്പോൾ വീഡിയോസ് ഒന്നും ആരും അങ്ങനെ അധികം കാണുന്നില്ല. ഒരുപാട് പുതിയ പുതിയ സിനിമകൾ കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സീരീസ് വരും, സിനിമകൾ വരും. അതെല്ലാം നമുക്ക് കാണാം. കഥ പറയാനായിട്ട് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ കേൾക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ കാണാൻ. അതുവരെയും ബൈ.